السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തി സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ഈ മഹത്തായ ആദർശ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ, പ്രിയങ്കരനായ ഉദ്ഘാടകൻ, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ചിന്തകളിലും മതങ്ങളിലുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന സഹൃദയരെ, സുഹൃത്തുക്കളെ, ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യ സമൂഹത്തിന് ഉപകാരദായകമായ വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ചർച്ചയിലും ചിന്തയിലും വരണം എന്ന നിലയിൽ വളരെ പ്രമാണങ്ങളുടെ പിൻബലത്തോടെ നന്നാവാനും കാര്യങ്ങളെ വിവച്ഛേദിച്ച് മനസ്സിലാക്കാനുമൊക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക്, ബുദ്ധി കൊടുത്ത് ഉറ്റാലോചിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്ന വിധത്തിൽ വളരെ സമയബന്ധിതമായി ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം 179-ാമത്തെ വചനത്തിൽ ഗൗരവമായി ഒരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ആ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യവർഗത്തിലും ജിന്ന് വർഗത്തിലും പെട്ട ഭൂരിപക്ഷത്തെ കൊണ്ട് നാം നരകം നിറയ്ക്കും. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, കാരണം അവർക്ക് നാം ചിന്തിക്കാനുള്ള ഒരു ഹൃദയം നൽകിയിരുന്നു.
ഇതര ജീവവർഗങ്ങൾക്കൊന്നുമില്ലാത്ത മഹനീയമായ ഒരു ചിന്താശേഷി മനുഷ്യന് നാം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ മൃഗങ്ങളിൽ നിന്ന് വിഭിന്നമായി ഒന്നും ചിന്തിച്ച് മനസ്സിലാക്കിയില്ല. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഗ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും മദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. കാണാനുള്ള കണ്ണ് നാം അവർക്ക് നൽകിയിരുന്നു. പക്ഷേ അവർ കാണേണ്ടതെന്തോ അതവർ കണ്ടില്ല. കേൾക്കാനുള്ള ശ്രവണേന്ദ്രിയങ്ങൾ നാം അവർക്ക് നൽകിയിരുന്നു. പക്ഷേ എന്താണോ കേൾക്കേണ്ടത് അതൊന്നും അവർ കേൾക്കാൻ സന്നദ്ധരായില്ല. അതുകൊണ്ട് തന്നെ ഉലൈക കൽ അൻആമി, നാൽക്കാലികളെ പോലെയാണവർ. ബൽ ഹും മദൽ, അല്ല അതിനേക്കാൾ മോശമാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധയിലായിട്ട് കഴിഞ്ഞുകൂടുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ഈ ഒരു വചനം മാത്രം ഏത് ചിന്താധാരയിലുള്ള ആളുകളും ഗൗരവമായി ആലോചിക്കേണ്ട ഒരു ഖുർആനിക വചനം. ഇതര ജീവവർഗങ്ങളിൽ നിന്നും മനുഷ്യനെ അള്ളാഹു ചിന്താശേഷിയുള്ള ഒരു നല്ല സൃഷ്ടിയാക്കി ഈ ഭൂമുഖത്ത് അവനെ സൃഷ്ടിച്ചു. അവന്റെ കണ്ണ് കേവലം മുന്നോട്ട് ഗമിക്കാനുള്ള, വഴിയറിയാനുള്ള നാക്കാലികളെ പോലെയുള്ള ഒരു കാഴ്ചയല്ല. ശത്രുവിന്റെ വരവിനെ കുറിച്ചോ കമ്മ്യൂണിക്കേഷൻ നടത്താനോ കേൾക്കുക എന്ന മൃഗങ്ങളുടെ കേൾവിശക്തി എന്നതല്ല മനുഷ്യന്റെ കേൾവി. പാവപ്പെട്ടവനും വിശന്ന് കരയുന്നത് കേട്ടിട്ട് മനസ്സലിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ കേൾവി കൊണ്ട് അയാൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്നാണ് ഖുർആൻ പറയും. ഇവിടെ ഒരുപാട് പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ കണ്ടു. ആ അത്ഭുതങ്ങളിലേക്കൊക്കെ മനുഷ്യൻ ഓടിയിട്ടിറങ്ങി. പക്ഷെ കണ്ണുകൊണ്ട് കാണേണ്ടത് കാണാതെ, പഠിക്കാതെ, മനസ്സിലാക്കാതെ ജീവിച്ചാൽ വിശുദ്ധ ഖുർആൻ 8-ാം അധ്യായത്തിലെ 22-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഇന്ന ശർറദ് ദവാബി ഇൻദല്ലാഹ് സുമ്മും ബുക്കുമുൽ ലദീന ലാ യഖിലൂൻ. ദൈവത്തിന്റെ അടുത്ത് ഏറ്റവും നികൃഷ്ടരാരാണ്? ഡഫ്, ബ്ലൈൻഡ് ആൻഡ് മ്യൂട്ടുള്ള, അഥവാ കണ്ണുണ്ടായിട്ട് കാണാത്ത, കാതുണ്ടായിട്ട് കേൾക്കേണ്ടത് കേൾക്കാത്ത, നല്ല ഉപദേശങ്ങളൊന്നും കേൾക്കാൻ തയ്യാറല്ല, വേദഗ്രന്ഥങ്ങളുടെ നല്ല വാക്കുകളൊന്നും പഠിക്കാൻ തയ്യാറല്ല, വൃത്തികെട്ട സംഗീതങ്ങളിലും വാദ്യോപകരണങ്ങളിലും സിനിമാ ഡയലോഗുകളിലുമൊക്കെയായി ജീവിതം തൊലച്ചു കളയുന്ന ഒരു മഹാഭൂരിപക്ഷം വരുന്ന ഒരു ജനത ലോകത്തുനിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അവർ നാഷണൽ വേസ്റ്റുകളായി അങ്ങനെ കഴിഞ്ഞുകൂടുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന, ഏത് മതവിഭാഗത്തിനും ജനവിഭാഗത്തിനും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്കുമൊക്കെ അവർ ശാപമായി അങ്ങനെ നിലനിൽക്കുകയാണ് ലോകത്ത്. ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എന്റെ വീട്ടിൽ ആലയിൽ കെട്ടിയ പശുവിൽ നിന്ന് എനിക്ക് എന്താണ് പ്രത്യേകത? എന്റെ വീട്ടിൽ കെട്ടിയ നായയിൽ നിന്ന് എനിക്ക് എന്താണ് പ്രത്യേകത? എന്റെ കൂട്ടിൽ കെട്ടിയിരിക്കുന്ന മൃഗത്തിൽ നിന്ന് എനിക്ക് എന്താണ് പ്രത്യേകത? അത് തിന്നുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, പ്രജനനം നടത്തുന്നുണ്ട്. ഇതെല്ലാമാണ് മനുഷ്യൻ എന്ന് കരുതിയ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ. മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് പറയുന്നതിനോട് കൂടി തന്നെ മനുഷ്യനും പട്ടിയുമൊക്കെ പിന്നെ എന്ത് ജന്മത്തിനാണ് അർത്ഥം? മനുഷ്യനായതിൽ തന്നെ ഏറ്റവും വലിയ ഹതഭാഗ്യൻ ഒരു നായയായി ജനിക്കലായിരുന്നു. മരണത്തിന് ശേഷം ഒരു ജീവിതമല്ലേ ഏറ്റവും നല്ലത്. കാരണം മനുഷ്യനായി ജനിച്ചിട്ട് പഠിക്കണം, അധ്വാനിക്കണം, കഷ്ടപ്പെടണം, എല്ലാ നിലക്കും അത് എന്നാലേ ജീവിക്കാൻ കഴിയും. കാക്ക എന്ത് എഞ്ചിനീയർ ആയിട്ട് LKG-യിലോ UKG-യിലോ കാക്ക എന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു കാക്ക പഠിച്ചിട്ടുണ്ടോ? അതിന് രാഷ്ട്രീയം ഉണ്ടോ? കെട്ടിടം ആവശ്യമുണ്ടോ? എന്തെങ്കിലും ആവശ്യം? അതും ജീവിക്കുന്നു 200 കൊല്ലം. അതാണ് മനുഷ്യൻ ഒരു 60 കൊല്ലം 65 കൊല്ലം ജീവിക്കും. 200 കൊല്ലം. ഒരു കാക്കയുടെ ശാസ്ത്രീയ നാമം തന്നെ ചിരഞ്ജീവി എന്നാണ്. ചിരഞ്ജീവി എന്നാണ് കാക്കയുടെ ശാസ്ത്രീയ നാമം തന്നെ. ഒരു തത്തയൊക്കെ ഒരുപാട് വർഷം ജീവിക്കുന്നു എന്നാണ് മോഡേൺ സയൻസ് പറയും. പക്ഷെ ആ ജീവവർഗങ്ങളെക്കാളൊക്കെ മനുഷ്യൻ ഏറ്റവും മ്ലേച്ഛമാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് മനുഷ്യരൊക്കെ ഉള്ളത്.
നായ ചത്താൽ മണ്ണ് വെട്ടി കുഴിച്ചിടുന്നു, മനുഷ്യൻ ചത്താലും മണ്ണ് വെട്ടി കുഴിച്ചിടുന്നു എന്നുള്ളതാണെങ്കിൽ മനുഷ്യൻ എന്തിനാ രാഷ്ട്രീയ പാർട്ടി? മനുഷ്യൻ എന്തിനാ മതം? മനുഷ്യൻ എന്തിനാ കോളേജ്? മനുഷ്യൻ എന്തിനാ സ്കൂള്? മനുഷ്യൻ എന്തിനാ വിദ്യാഭ്യാസം? മനുഷ്യൻ എന്തിനാ മറ്റെല്ലാറ്റിൽ നിന്നും എന്തിനാ പ്രസംഗിക്കുന്നത്? എന്തിനാണ് മനുഷ്യർ ധാർമ്മിക വിപ്ലവത്തെ കുറിച്ച് ചിന്തിക്കുന്നത്? എന്തിനാണ് മനുഷ്യർ മോക്ഷസങ്കല്പത്തെ കുറിച്ച് പറയുന്നത്? ഇത് വളരെ പ്രധാനമായി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ഒരു കാലത്ത് ഒരു 18-ാം വട്ട തെങ്ങ് വെച്ചാൽ കിട്ടുന്ന ഗുണം പോലും 18 വയസ്സുള്ള മോനെ കൊണ്ട് ഒരു മാതാപിതാക്കൾക്കില്ല. ഉറപ്പല്ലേ? നല്ലൊരു ശതമാനം യുവാക്കളെ എന്തിനാണ് അവര് തന്നെ ഉപകരിച്ചിട്ടില്ല. നാട്ടുകാരത് പോട്ടെ, കുടുംബത്തിന് അവർക്ക് തന്നെ അവരെ ഉപകരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ലോകം ഇവിടെ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അംഗീകരിച്ചോ അല്ലേ എന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ നമ്മൾ പറയുന്നതുകൊണ്ട് ചിലപ്പോൾ അതിനെതിരെ പറയാൻ ചിലപ്പോൾ ആളുകളുണ്ടാവും. പക്ഷേ വസ്തുത എന്താണ്? ഏത് യുവാക്കളെയും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. അവനെ കൊണ്ട് ഈ ലോകത്തിന് എന്താ ഉപകാരം? സർവത്ര ഉപദ്രവമാണ് താനും. പലപ്പോഴും രക്ഷിതാക്കൾ വരെ പറയും, ജന്മം നൽകിയ മാതാപിതാക്കൾ പണ്ടാരപഹ അന്നൊന്ന് തട്ടിപ്പോയിരുന്നെങ്കിൽ എന്ന് രക്ഷിതാക്കൾ പറയുന്ന മക്കളാണ് ഇന്നത്തെ ഭൂരിപക്ഷ ആളുകൾ. അതൊരു സംശയമുണ്ടെങ്കിൽ. കാരണം എന്തിനാണ് ജീവിക്കുന്നത്? മനുഷ്യനെ ഇതര ജീവജാലം, ഒരു വാലാട്ടി ഓടിപ്പോകുന്ന ഒരു നായയിൽ നിന്ന് ഭിന്നമല്ല ഞാൻ എന്ന് ചിന്തിക്കുന്ന ദയനീയത, ഇത് മനുഷ്യൻ എന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി മതം മനുഷ്യന് അഡ്രസ് ഉണ്ടാക്കി. മനുഷ്യൻ അഡ്രസ് ഉണ്ടാക്കിയത് മതമാണ്. മതം വേണ്ട, മതം വേണ്ട എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ, പിന്നെ എന്താ വേണ്ടത്? മതം നൽകാത്ത എന്ത് മൂല്യമാണ് മനുഷ്യരുടെ കൈകളിലുള്ളത്? നിങ്ങൾ പരിശോധിച്ചു നോക്ക്. മതം നൽകിയ മൂല്യമല്ലാത്ത എന്ത് മാനവിക മൂല്യമാണ് ഇവിടെ മറ്റുള്ള മതവിരോധികളുടെയും മതനിരാശത്തിന്റെ ആളുകളുടെ കൈകളിലുള്ളത്? എന്താണ്? അടിസ്ഥാനപരമായി ആലോചിക്കേണ്ടതാണ്. എന്തിനാണ് മനുഷ്യൻ ജീവിക്കുന്നത്? എന്തിനാണ്? ഇതെന്റെ അമ്മ, ഇതെന്റെ ഭാര്യ, ഇതെന്റെ മകളാണ്, ഇതെന്റെ പെങ്ങളാണ്, ഇതെന്റെ അമ്മായിയാണ്, ഇതെന്റെ മൂത്തുമ്മയാണ്. ഓരോരുത്തരോടുമുള്ള കടപ്പാടുകളും ബന്ധങ്ങളും വ്യത്യസ്തമാണ്, അല്ലേ? ഭാര്യയെ ചുംബിച്ചാൽ കിട്ടുന്ന അനുഭൂതിയാണോ ഉമ്മയെ ചുംബിച്ചാൽ കിട്ടുന്നത്? ഉമ്മയെ ചുംബിക്കുന്ന അനുഭൂതിയാണോ സ്വന്തം മകളെ ചുംബിക്കുന്നത്? എല്ലാം വ്യത്യസ്തമാണ്. എല്ലാം പെണ്ണിനെയാണ് ചുംബിക്കുന്നത് ഒരേ ചുണ്ടുകൊണ്ടാണ്. ഞാൻ എന്റെ ഭാര്യയെ ചുംബിക്കുന്നതും ഉമ്മയെ ചുംബിക്കുന്നതും മകളെ ചുംബിക്കുന്ന ഒരേ ചുണ്ടുകൊണ്ടാണ്. പക്ഷെ മൂന്ന് വികാരങ്ങളാണ്. സംശയം ഉണ്ടായിരിക്കെങ്കിൽ ലോകത്തെ അടിസ്ഥാനപരമായി ഈ ചുംബിച്ച മറുഭാഗത്തുള്ളവരൊക്കെ സ്ത്രീകളാണ്. പക്ഷേ ഉമ്മാനെ ചുംബിക്കുമുള്ള വികാരമാണോ ഭാര്യയെ ചുംബിക്കുമുണ്ടാവുന്നത്? അല്ലല്ലോ. സ്വന്തം മകളെ 2 വയസ്സുള്ള പെൺകുട്ടിയെ ഭാര്യ ചുംബിക്കുമ്പോൾ ഒരു പിതാവിനുണ്ടാകുന്ന വികാരം എന്താ? വ്യത്യാസമുണ്ട്, അത് ഉറപ്പാണ്. പക്ഷെ ഇന്ന് കാലം മാറി. ഇന്ന് മക്കളെ പോലും അച്ഛന്മാർ പ്രാപിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അമ്മയെ സമീപിക്കുന്ന മക്കളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവർക്കും അത് ഏറെക്കുറെയൊക്കെ അറിയാം. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി, അപ്പൊ നിങ്ങൾ നോക്ക്, മനുഷ്യര് തന്നെ വളരെയേറെ അകന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടം. മതസമൂഹങ്ങളൊക്കെ ഏറെ വിരോധങ്ങളിലും ദേശങ്ങളിലുമൊക്കെ കഴിയുന്ന, സത്യത്തിൽ ഏറ്റവും കൂടുതൽ ലോകം മനസ്സിലാക്കാനും ലോകത്തെ അവസ്ഥാവിശേഷങ്ങൾ ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എന്തൊക്കെയോ ആയാലും നമ്മൾ അകന്നുകൊണ്ടേയിരിക്കും, ധ്രുവങ്ങളിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും. ഈ ഒരു അവസ്ഥാവിശേഷം ലോകത്ത് നിന്ന് നിലനിൽക്കുകയാണ്. അവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും പരസ്പരമുള്ള രാഷ്ട്രീയ മത സമൂഹങ്ങൾക്കെല്ലാം അകൽച്ചകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എവിടെയാണ് നമ്മുടെ തകരാറുകൾ? എന്താണ് നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ? ഈ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കും? മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണോ? അല്ല, മതം മനുഷ്യന് ഏറെ ആശ്വാസം നൽകുന്ന ഒന്നാണോ? മതം ഉൾക്കൊണ്ടാലുള്ള പ്രത്യേകത എന്താണ്? യഥാർത്ഥ മതവിശ്വാസി ആകുമ്പോഴുള്ള ഗുണം എന്താണ്? ഇതെല്ലാം ഏറെ മൗലികമായി പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്താലേ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ആരാണ് മുസ്ലിമീങ്ങൾ? മുസ്ലിമീങ്ങളുടെ പ്രത്യേകത എന്താണ്? അവരെ ഇതര മതദർശനങ്ങളിൽ നമ്മൾ വ്യത്യാസപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്താണ്? വേഷം കൊണ്ടാണോ? ഭാഷ കൊണ്ടാണോ? തലപ്പാവ് കൊണ്ടാണോ? നീളമുള്ള താടി കൊണ്ടാണോ? നിര്യാണിയുടെ മേലെ പുരുഷൻ ഡ്രസ്സ് ധരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണോ? എന്തൊക്കെയാണ്? ഇതെല്ലാം വേർതിരിച്ച് സമഗ്രമായി പഠിക്കണം എന്ന് പലപ്പോഴും നമ്മളെ മതം പഠിക്കാൻ നമുക്ക് സമയമില്ല, മതം കേൾക്കാൻ നമുക്ക് സമയമില്ല.
പകരം ഇവിടെ ഒരു ഗാനമേളയാണെങ്കിൽ ഇവിടെ കൊള്ളാത്ത ആളുകൾ ഉണ്ടാവും. എന്നാൽ ഏതെങ്കിലും ഒരു യുവാവ് ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു ഗാനമേള എനിക്ക് എന്ത് നൽകി? ഒരു ഗാനമേള, ഒരു പാട്ട് എന്റെ ജീവിതത്തിൽ എന്ത് നൽകി? അടിസ്ഥാനപരമായി പരിശോധിക്കേണ്ട കാര്യമാണ്. അടിസ്ഥാനപരമായി മനുഷ്യൻ പരിശോധിക്കേണ്ട കാര്യമാണ്, ഒരു ഗാനമേള തനിക്ക് എന്ത് നൽകി? യേശുദാസിന്റെ ഒരു ഗാനം എന്റെ ജീവിതത്തിൽ മദ്യപാനം ഇല്ലാതാക്കിയോ? വ്യഭിചാര ത്വര എന്റെ ജീവിതത്തിൽ ഇല്ലാതാക്കിയോ? മാതാപിതാക്കളോടുള്ള എന്റെ പെരുമാറ്റം ക്ലിയറായോ? ഇത് അടിസ്ഥാനപരമായി പരിശോധിക്കേണ്ടതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം ഇടപെടുന്ന ഏത് മേഖലയും അവന്റെ ജീവിതവുമായി അതെങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പരിശോധിച്ചിട്ടാണ് കാര്യം. മനുഷ്യന്റെ ജീവിതവുമായി മതത്തിന് എത്രത്തോളം ബന്ധമുണ്ട്, ഇത് വളരെ പ്രധാനമായി പരിഗണിക്കപ്പെടുന്നു ഇസ്ലാമിൽ നിന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ ഇതര മതങ്ങളിൽ ഒന്നുമില്ലാത്ത കണിശതയും കൃത്യതയും ഉണ്ടാകുന്നത്. കാരണം മനുഷ്യനെയാണ് ഇസ്ലാം കേന്ദ്ര ബിന്ദുവായി അവതരിപ്പിക്കുന്നത്, വൈകാരികതകളെയല്ല, അല്ലെങ്കിൽ ദേശീയമായ സങ്കുചത്വങ്ങളെയല്ല, മറിച്ച് മനുഷ്യനാരാണ്, ആ മനുഷ്യനെ ശരിക്കും നന്നാക്കാൻ, സമ്പൂർണമായി അവനെ മാതൃകയാക്കാൻ, ലോകത്തിന് ഉപകാരമുള്ളവനാക്കാൻ, ലോകത്തിനെ അവനെ അനുകരിക്കാൻ, അങ്ങനെ അവനെ പഠിപ്പിക്കപ്പെടുമ്പോൾ എന്ത് മതം പഠിപ്പിക്കണം? മതം എന്താണ് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വെളിച്ചമായി നൽകേണ്ടത്? എവിടെയാണ് നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ അഗാധതകളിൽ അടിസ്ഥാനപരമായ ഒരു പ്രാർത്ഥന നാം വിചാരിക്കുന്നത്? ആ പ്രാർത്ഥന എന്താണ്? ഓം അസതോമ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് ദൈവമേ നീ എന്നെ സത്യത്തിലേക്ക് എത്തിക്കണമേ. തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നീ എന്നെ എത്തിക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കണം. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, സത്യത്തിൽ നിന്ന് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, നശ്വരമായ ഈ ജീവിതത്തിൽ നിന്ന് അനശ്വരമായ ജീവിതത്തിലേക്ക്. ഇതെല്ലാവരുടെയും പ്രാർത്ഥനയും. മനുഷ്യന്റെ ജീവിതം മരണത്തോടുകൂടി അവസാനിക്കുന്നു എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചോ? എന്തുമാത്രം അനീതിക്ക് വിധേയമായാണ് മനുഷ്യ സമൂഹത്തിന്റെ ഈ ലോകത്തു നിന്നുള്ള തിരോധാനം ഉണ്ടാവുക? മനുഷ്യർക്ക് ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതാണ് മനുഷ്യന്റെ ജീവിതമെങ്കിൽ പലതിനും നമ്മൾ മറുപടി പറയേണ്ടി വരും. നിരപരാധികളായ പലരെയും കൊന്നൊടുക്കിയതിന്റെ മറുപടികൾ, പാവപ്പെട്ടവന്റെ സ്വത്ത് അപഹരിച്ചതിന്റെ മറുപടികൾ, സാധുക്കളായ ആളുകളെ നാടുകടത്തിയതിന്റെ അനന്തരഫലങ്ങൾ. അവരൊന്നും ഒരു സുഖം അനുഭവിച്ചിട്ടില്ല. നന്മ അനുഭവിച്ചവരും തിന്മ അനുഭവിച്ചവരും ഇവിടെയുണ്ട്. നല്ല മനുഷ്യരായിട്ട് തിന്മ അനുഭവിക്കേണ്ടി വന്നവർ ഒരുപാട് ആളുണ്ട്. നീതിക്ക് വേണ്ടി ജീവിച്ചിട്ട് പീഡിപ്പിക്കപ്പെട്ടവരുണ്ട്. ഒരു തെറ്റും ചെയ്യാത്തതിന്റെ പേരിൽ ആട്ടിയോടിക്കപ്പെട്ടവരുണ്ട്. ചില ആളുകൾക്ക് ചിലരോടുള്ള വിരോധത്താൽ മാറ്റി നിർത്തപ്പെട്ടവരുണ്ട് ലോകത്ത്. അപ്പൊ അവർക്കൊന്നും നീതി ലഭിച്ചിട്ടില്ല ലോകത്ത്. പലപ്പോഴും പല കാരണങ്ങളാലും ലഭിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ജീവിക്കുന്ന ഒരു ലോകത്ത് നീതി മനുഷ്യന്റെ മനസ്സ് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ്. നീതിനിഷ്ഠമായ ഒരു ലോകം ഉണ്ടാകുക എന്നുള്ളത് മനുഷ്യർ വളരെയേറെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിൽ പെട്ട ഒന്നാണ്. ഈ ദുനിയാവിൽ അത് ലഭിച്ചിട്ടില്ല. നമുക്കൊക്കെ അറിയാം, പലപ്പോഴും പല ആളുകളും ഇന്നും ജയില് കഴിഞ്ഞു. അവരെ തെറ്റെന്താന്ന് അവരെ ഇന്നും ബോധ്യപ്പെടുത്തിയിട്ടില്ല. 9.5 കൊല്ലം അവരെ പീഡിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വെറുതെ വിട്ടുപോയിട്ടും ചെയ്യില്ല. ആ 9.5 കൊല്ലം ചെയ്തതാ ബോധിപ്പിച്ചിട്ടില്ല, ഇന്നുമില്ല. നേരെ മറിച്ച് ലോകത്ത് അറിയപ്പെട്ട ഏറ്റവും വലിയ തെമ്മാടികൾ രാജ്യം ഭരിക്കുന്നു, പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്നു, മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്നു, പല മന്ത്രിപദങ്ങളിൽ ഇരിക്കുന്നു. ലോകം കണ്ട വലിയ കൊള്ളക്കാർ വരെ ഈ രാജ്യം ഭരിക്കുന്നു. കാരണം എന്താ? ഇവിടുത്തെ നീതി വ്യവസ്ഥയും നിയമങ്ങളും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. പണമുണ്ടെങ്കിൽ, അധികാരമുണ്ടെങ്കിൽ, ആളുമർത്ഥവും ഉണ്ടെങ്കിൽ എല്ലാം നേടുന്ന ഒരവസ്ഥാവിശേഷം നമ്മുടെ നാടുകളിൽ നിരന്തരമായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മതം മനുഷ്യനെ കൃത്യമായി പഠിപ്പിക്കുന്ന ചില അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. അതിലൊന്നാമതായി മനുഷ്യൻ ആരാണ് എന്ന് പഠിപ്പിച്ചു. മനുഷ്യനെ പഠിക്കുന്നിടത്താണ് പ്രത്യയശാസ്ത്രങ്ങൾ പരാജയപ്പെട്ടു. പ്രത്യയശാസ്ത്രങ്ങൾ പരാജയപ്പെട്ടപ്പോൾ എന്തായി? ആ പ്രത്യയശാസ്ത്രം പരാജയപ്പെട്ടു. എഴുന്നേക്കാൻ പറ്റാത്ത വിധം അത് ഒടിഞ്ഞ് അതിന്റെ ശവപ്പറമ്പിലേക്ക് നീ യാത്ര തിരിച്ചു. എന്താ കാരണം? മനുഷ്യൻ തന്നെ മനുഷ്യനെ കുറിച്ച് സിദ്ധാന്തം മെനയുകയാണ്. പഞ്ചേന്ദ്രിയ പരിമിതിയുള്ള മനുഷ്യൻ തന്നെ മനുഷ്യനെ കുറിച്ച് സിദ്ധാന്തങ്ങൾ മെനയുകയാണ്. സ്വാഭാവികമാണ് ആ സിദ്ധാന്തങ്ങൾ പരാജയപ്പെടും. സാഹചര്യങ്ങളും സന്ദർഭങ്ങളെയും അനുസരിച്ച് അവര് സിദ്ധാന്തങ്ങൾ മെനയും. എന്തുണ്ടാവുക? അതിനൊരുപാട് അപജയങ്ങൾ ഉണ്ടാവും.
ലോകത്ത് പല പ്രത്യയശാസ്ത്രങ്ങൾക്കും സംഭവിച്ചത് അതാണ്. ആ പ്രത്യയശാസ്ത്രങ്ങൾക്ക് ഒരു 100 കൊല്ലം തികയുന്നതിന് മുമ്പ് തകർന്ന മണ്ണോട് മണ്ണ് ചേരാനുള്ള അടിസ്ഥാനപരമായ കാരണവും അതാണ്. നേരെ മറിച്ച് നമുക്കറിയാം, സൂര്യനെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ നാഥൻ, ചന്ദ്രനെ സംവിധാനിച്ച പ്രപഞ്ചത്തിന്റെ നാഥൻ, ആകാശഭൂമികളെ സംവിധാനിച്ച ലോകത്തിന്റെ തമ്പുരാൻ മനുഷ്യന് വേണ്ടി ഒരു മതം അവതരിപ്പിച്ചു. ആ മതം ഒരിക്കലും മാനവിക വിരുദ്ധമല്ല. ആ മതം ശരിക്ക് പഠിക്കാൻ ആളുകൾ സന്നദ്ധരായിട്ടില്ല. ആ മതം ശരിക്ക് ഉൾക്കൊള്ളാൻ ആളുകൾ സന്നദ്ധരായിട്ടില്ല. ആ മതത്തെ മത സ്രോതസ്സുകളിൽ നിന്ന് ശരിക്കും പഠിച്ചിട്ടില്ല ആളുകൾ. അതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇസ്ലാമിക സമൂഹം തന്നെ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇന്നും ഇസ്ലാമിക സമൂഹം പരാജയപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? പ്രവാചകൻ എങ്ങനെയാണോ സമൂഹത്തെ മാറ്റിയത്, അത് ഈ സമുദായം എടുത്തു മാറ്റി. പ്രവാചകൻ എന്തിലൂടെയാണോ സമൂഹത്തെ സമൂലമായി പരിവർത്തിപ്പിച്ചത്, അത് ഈ സമുദായം മറന്നു. പൗരോഹിത്യം സമുദായത്തെ കൊണ്ട് മറപ്പിച്ചു. കാരണം പ്രവാചകൻ പരിവർത്തിപ്പിച്ച പോലെ പരിവർത്തിപ്പിച്ചാൽ പൗരോഹിത്യത്തിന് മത്തിൽ സ്ഥാനമില്ല. ഒന്നാമതായ പോയിന്റ് ഞാൻ അവിടുന്ന് തുടങ്ങണം. പ്രവാചകൻ എങ്ങനെയാണോ ഒരു സമൂഹത്തിൽ പരിവർത്തനമുണ്ടാക്കിയത്, അങ്ങനെ പരിവർത്തനമുണ്ടാക്കാൻ പൗരോഹിത്യം ആഗ്രഹിക്കുകയില്ല. ആഗ്രഹിച്ചാൽ പൗരോഹിത്യത്തിന് ജീവിക്കാനും കഴിയില്ല, പൗരോഹിത്യത്തിന് നിലനിൽക്കാൻ കഴിയില്ല. പൗരോഹിത്യം നിലനിൽക്കണമെങ്കിൽ പൗരോഹിത്യ നിർമ്മിതമായ ഒരു ആശയം ഉണ്ടാകണം. ഇസ്ലാമിലൊക്കെ പൗരോഹിത്യം എന്ന് പറയുന്ന അതാണ്. ഇസ്ലാം പൗരോഹിത്യമില്ലല്ലോ. പക്ഷെ ഇസ്ലാമിക സമൂഹത്തിലെ പുരോഹിതന്മാർ അവർ അവരുടേതായ സിദ്ധാന്തങ്ങൾ മെനഞ്ഞു. അവർക്ക് ഖുർആനുമായി ബന്ധമില്ല, പ്രവാചക വചനവുമായി അവർക്ക് ബന്ധമില്ല. ഞാനിത് പറയുന്നത് മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു കഥാപാത്രമല്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. എന്റെ പ്രസംഗം കേൾക്കുന്ന മുസ്ലിങ്ങളല്ലാത്തവരോടും ഞാൻ ഗൗരവമായി പറയണം. പ്രവാചകൻ കേവലം ഒരാളുടെ ഭാവനയിൽ രൂപപ്പെട്ട ഒരു കഥാപാത്രമല്ല. അത് അടിസ്ഥാനപരമായി അംഗീകരിച്ചേ പറ്റൂ. കാർൽ മാർക്സിനെ അംഗീകരിക്കുന്നവർക്ക് ഗാന്ധിജിയെ അംഗീകരിക്കുക അതിനേക്കാൾ 1000 ഇരട്ടി മടങ്ങോടെ അംഗീകരിക്കേണ്ട ഒരാളാണ് മുഹമ്മദ് നബി. എല്ലാ അർത്ഥത്തിലും ആ പ്രവാചകൻ ഉണ്ടാക്കിയതുപോലെ ഒരു പരിവർത്തനം. നിങ്ങൾ ഏത് പാർട്ടിയുടെ ആളായിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ നേതാവിനെ പ്രവാചകന്റെ മുന്നിൽ വെച്ചു, ഞങ്ങൾ തോൽപ്പിച്ചുതരാം. ആ പ്രവാചകനെ മറികടക്കുന്ന ഒരു നേതാവിനെ ആകാശത്തിന്റെ വീട്ടിൽ നിങ്ങൾക്ക് അവതരിപ്പിച്ചാൽ ഞാൻ ഈ പണി അവസാനിപ്പിക്കും. ഇസ്ലാമിക ദൈവത്തെ എന്ന പണി ഞാൻ എന്നേക്കുമായി അവസാനിപ്പിക്കും. മുഹമ്മദ് നബിയെ വെല്ലുന്ന ഒരു നേതാവിനെ ജീവിതത്തിന്റെ ഏത് മേഖലയിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മഹത്വമുള്ള ഒരാളെ അതിന്റെ മേതെ വേണ്ട, അതിന്റെ സമാനമായി അതിന്റെ ഇത്ര 40% വെക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ട്? കാരണം അദ്ദേഹം ഒരു കഥാപാത്രമല്ല, ഒരു ഇതിഹാസ പുരുഷനല്ല, ആരുടെയെങ്കിലും ഭാവനയിലെ ഒരു മെനഞ്ഞെടുത്തിട്ടുള്ള ഒരു വ്യക്തിയല്ല. അങ്ങനെ ഒരാളുണ്ടോ? ഇല്ല, അറിയില്ല. അങ്ങനെയല്ല, അല്ല. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്ന് ചരിത്രം കൊണ്ട് കൃത്യമായി, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി, ചരിത്രത്തിന് നിഴലിൽ ജീവിച്ച ഒരാളാണ് ആ പ്രവാചകൻ. യാതൊരു സംശയവും വേണ്ട. ഇവിടെ മുസ്ലിമീങ്ങളും അല്ലാത്തവരൊക്കെ അടിവരയിട്ട് ആലോചിക്കേണ്ട ഒരു പോയിന്റ്, 40 കൊല്ലം അദ്ദേഹം മക്കയിൽ ജീവിച്ചു, പ്രവാചകനായി തന്നെ അദ്ദേഹം ജീവിച്ചു. ഈ 40 കൊല്ലത്തെ ജീവിതം എന്ന് പറയുന്നത് പരമപരിശുദ്ധമായ ഒരു ജീവിതമാണ്. അദ്ദേഹം ഒരിക്കലും കല്ലിനെ ആരാധിച്ചിരുന്നില്ല, ഒരു മഹാന്റെ ദർഗയിൽ പോയി ആരാധന നടത്തിയിരുന്നില്ല, ഒരു പ്രവാചകനെ വിളിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നില്ല, വേറെ ഒരു നേർച്ച നേരുകയോ സൃഷ്ടികളോടുള്ള എന്തെങ്കിലും ഒരു ആരാധനയുടെ എന്തെങ്കിലും ഒരു ഭാവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു പെണ്ണിനോടും അപമര്യാദയായി ഒരു നോട്ടം, ഒരു വാക്ക്, ഒരു പ്രവൃത്തി, ഒരു ഒളിക്കണ്ണിട്ടൊരു പെണ്ണിനെ 4 ആള് കാണാതെ നോക്കുക, ഇതൊന്നും ഉണ്ടായിട്ടില്ല ആ പ്രവാചകൻ. ഒരു പെണ്ണിനും അദ്ദേഹത്തെ പറ്റി പരാതിയില്ല, ഒരു കുടുംബക്കാർക്കും അദ്ദേഹത്തെ പറ്റി പരാതിയില്ല. ഞാൻ വീണ്ടും പറയുന്നു, പ്രവാചകൻ ഒരു കഥാപാത്രമല്ല, പ്രവാചകൻ ഒരു ചരിത്ര പുരുഷനാണ്. ലോകത്ത് ആരുടെ ചരിത്രവും വേണേ രേഖയില്ലാതെ തള്ളിക്കളയാം. പ്രവാചകന്റെ വിരളിന്റെ വലുപ്പവും നീളവും, ഒരു തലയിൽ എത്ര മുടി നരച്ചിരുന്നു, പ്രവാചകനുമായി ബന്ധപ്പെട്ട് 9 ലക്ഷം റിപ്പോർട്ടർമാരുടെ തെളിഞ്ഞ ചരിത്രത്തിന് നിഴലിലാണ് ആ പ്രവാചകന്റെ ജീവിതം ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഏറെ മൗലികമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. ലോകത്തൊരാളുടെ ജീവിതത്തെയും കണിശമായി ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന തിരിച്ചറിവ് ചരിത്ര വിദ്യാർത്ഥികൾക്കെങ്കിലും ഉണ്ടാവണം. നമ്മൾ വർഗീയവാദികളാകരുത്, നമ്മൾ കക്ഷികളായി തിരിയരുത്.
മറിച്ച് അടിസ്ഥാനപരമായി യാഥാർത്ഥ്യ ലോകത്തേക്കുള്ള ഒരു യാത്ര. ഗാന്ധിജിയെ പഠിക്കാൻ ഒരു മുസ്ലിമിന് ബുദ്ധിമുട്ടില്ല, കാർൽ മാർക്സിനെ പറ്റി പഠിക്കാൻ ഒരു മുസ്ലിമിന് ബുദ്ധിമുട്ടില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കാൻ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. കാരണം ലോകം നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മുഹമ്മദ് നബിയെ പ്രൊമോട്ട് ചെയ്യല്ലാതെ നിങ്ങൾക്ക് വേറെ മാർഗമില്ല. ഇല്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ കാർൽ മാർക്സിന്റെ ജീവിതം പഠിച്ചോ. ഒരാളോട് പറയാം, മോനെ നീ കാർൽ മാർക്സിനെ പോലെ ആകണം എന്ന് പറഞ്ഞാൽ ഓൻ ഒരു ഫുൾ ടൈം മദ്യപാനി ആകണം എന്നതിന് മീനിങ് ഉണ്ടാവും. കാരണം കാർൽ മാർക്സിന്റെ ജീവിതം അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ നന്നായി കുടിക്കുമായിരുന്നു എന്നാണ്, മദ്യപിക്കുമായിരുന്നു എന്നാണ്. ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം മദ്യപാനമാണ്, ആർക്കും സംശയമില്ല. പക്ഷെ മുഹമ്മദ് നബി അങ്ങനെയല്ല. മുഹമ്മദ് നബി ഭരിച്ച രാജ്യത്ത് മദ്യപിക്കുന്ന ഒരു മനുഷ്യനുമില്ല, ആണുമില്ല പെണ്ണുമില്ല, പുകവലിക്കുന്ന ആണുമില്ല പെണ്ണുമില്ല, വ്യഭിചരിക്കുന്ന ആണുമില്ല പെണ്ണുമില്ല. അതുപോലെ ഒരു തിന്മയും ചെയ്യുന്ന മനുഷ്യന്മാർ ആ നാട്ടിലില്ല. പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ആ നാടിന്റെ അവസ്ഥ അതാ. എല്ലാരും മനസ്സിലാക്കുക. ഈ പോയിന്റ് എന്തിനാ ഞാൻ തുടക്കത്തിൽ ഉദ്ധരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എങ്ങനെയാ പ്രവാചകൻ 40 വയസ്സുവരെ ചരിത്രത്തിൽ സൃഷ്ടിക്കാനാവാത്ത ഒരു മാറ്റം, 40 വയസ്സുവരെ അദ്ദേഹം മദ്യപിച്ചിട്ടില്ല, ഒരു തെറ്റും അദ്ദേഹം ചെയ്തിട്ടില്ല, എന്നിട്ടും അദ്ദേഹത്തെ സമൂഹത്തിന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അപാരമായ ഒരു പോയിന്റിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. ഇപ്പൊ ഞാന് മദ്യപിച്ചില്ല എന്നതുകൊണ്ട് സമൂഹം നന്നാകില്ല, ഞാൻ പടച്ചോനെ മാത്രം ആരാധിച്ചുകൊണ്ട് സമൂഹം നന്നാകില്ല. ഞാനത് പറയണം, 4 ആളെ മുമ്പിൽ ഞാനതൊരു ആദർശമായി പറയണം. പറയുമ്പോഴാണ് സമൂഹത്തിൽ മാറ്റം ഉണ്ടാവുക. ഞാൻ പറഞ്ഞല്ലോ, മുഹമ്മദ് നബി ഏകദൈവ ആരാധകനായിരുന്നു. 40 വയസ്സുവരെ ബൗദ്ധൈവ വിശ്വാസി ആയിരുന്നില്ല. പക്ഷെ ഒരൊറ്റ മനുഷ്യനും അദ്ദേഹത്തെ കണ്ടിട്ട് ഏകദൈവ ആരാധകനായില്ല. ഇവൻ ഖദീജ ബീവി പോലും. ഖദീജ ബീവിയെ പറ്റി മുഹമ്മദ് നബി പ്രവാചകനായതിനു ശേഷം 1ാമത്തെ മുസ്ലിം വനിത അല്ലേ, അല്ലേ, 1ാമത്തെ മുസ്ലിം വനിത, നബിയുടെ ഇന്റിമേറ്റ് ഫ്രണ്ട്, ക്ലോസ് ഫ്രണ്ട്, നബിയുടെ അങ്ങേയറ്റത്തെ ആത്മമിത്രമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം 1ാമത്തെ മുസ്ലിമാണ്. 1ാമത്തെ മുസ്ലിം ആകുന്നവരെ നബിന്റെ കൂട്ടുകാരനാണ്. പക്ഷേ റസൂല് മദ്യപിച്ചില്ല എന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വാധീനിച്ചില്ല. റസൂല് പലിശ കൊടുത്തില്ല എന്ന് അദ്ദേഹത്തെ സ്വാധീനിച്ചില്ല. പക്ഷെ എന്ന് പ്രവാചകനായോ അന്ന് മുതൽ ഉണ്ടായ വിപ്ലവം. ഞാൻ പറയുന്നത് ചരിത്രത്തെ സവിശേഷ ഒരു വേദഗ്രന്ഥത്തിന്റെ മഹാത്മ്യം അറിയണമെങ്കിൽ അനവധി വേദഗ്രന്ഥങ്ങൾ ലോകത്തുണ്ടല്ലോ. നിങ്ങൾ പരിശോധിച്ചോ സ്നേഹത്തോടെ. ഇതൊരു അന്വേഷണമാണ്, അടിച്ചേൽപ്പിക്കരുതിലില്ല. നിങ്ങൾക്ക് ഇതിനെ എതിർക്കാം, മറിച്ചു പ്രസംഗിക്കാം, ആളുകൾക്ക് തിരുത്തി കൊടുക്കാം. ആരും ഇവിടെ അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നമില്ല. പക്ഷെ വസ്തുതകൾ ശരിക്കൊന്നും ഉൾക്കൊള്ളേണ്ടതിരിക്കുന്നു. അതല്ലെങ്കിൽ എന്തറിയോ, എപ്പോഴും മരിച്ചു പോകും. മരിച്ചു കഴിഞ്ഞ ഉറപ്പാണ്. നിങ്ങൾ ആരും നിശ്ചയിച്ചിട്ടും കാര്യമില്ല, മരണത്തിന് ശേഷം ഒരു ജീവിതം. അതിപ്പോ എങ്ങനെയാ ചെങ്ങായി നീ ഉറപ്പിക്കുക? ഞാനുണ്ട് എന്നുള്ളതാണ് എനിക്ക് എന്റെ ഏറ്റവും വലിയ ഉറപ്പ്. എന്താ നിങ്ങൾ ആലോചിച്ചു, ഈ പ്രസംഗം കേൾക്കുന്ന, എന്റെ പ്രസംഗം ഈ നരിപ്പറ്റയിലും പരിസര പ്രദേശങ്ങളിലും വന്ന് കേൾക്കുന്ന ആളുകളോട് ഞാനും നിങ്ങളും, എനിക്കിപ്പോ 40ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 40 കൊല്ലത്തിന് മുമ്പ് ഞാനില്ലായ്മയിൽ നിന്ന് എന്നെ സൃഷ്ടിച്ച ഒരു സിട്ടാവിന് വീണ്ടും എന്നെ ഇതുപോലെ സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് പറയലാണോ ബുദ്ധി? ആണോ പ്രിയപ്പെട്ടവരെ? ഈ സ്പീച്ചിങ് സ്റ്റാൻഡ് അല്ലെ, ഇവിടെ ഈ മരത്തിൽ ആണി വെച്ച് ഉറപ്പിച്ചിട്ടുള്ള ഈ പ്രഭാഷണത്തിന് വേണ്ടി ഒരുക്കിയ സ്പീച്ചിങ് സ്റ്റാൻഡ്, ഇതിന്റെ 4 ഭാഗത്തുള്ള ആണി അഴിച്ചു മാറ്റിയിട്ട് ഇതിനെ റീഫിറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് വിഡ്ഢിയെ പറയൂ. മനുഷ്യനെ ഭാസ്കരൻ, സുരേന്ദ്രൻ, ദേവൻ, കല്യാൺ ഇവരൊക്കെ അള്ളവിടെ സൃഷ്ടിച്ചു. 120 കോടി മനുഷ്യർ ഇന്ത്യയിലുണ്ട്. ഇവരുണ്ട് എന്നുള്ളതാണ് കൊണ്ടുവരെ ഇത്രയും നൽപിക്കുന്നുള്ളതിന്റെ തെളിവ്. അതെന്താ കാരണം? അവരൊന്നുമില്ലായ്മയിൽ അവരെ സൃഷ്ടിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യമല്ലേ? വീണ്ടും അതേ സിട്ടാവ് അവരെ സൃഷ്ടിക്കില്ല എന്ന് പറയുന്നത് എന്തെന്നാണ് മാനദണ്ഡം? എനിക്ക് മനസ്സിലാവണില്ല. ഏത് തലച്ചോറാണ് ഇല്ല എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നത്? ഏത് തലച്ചോറാണ് ഇല്ല എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നത്? അതെന്ത് ബുദ്ധി? ഞാനും നിങ്ങളും ഇല്ലാത്തൊരു ഈ തെറിച്ചു വീഴുന്ന ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന്, 200 കോടി ബീജഗണങ്ങളിൽ നിന്ന് ലക്ഷണമൊത്തൊരു ബീജത്തെ അണ്ഡവുമായി കൂട്ടിച്ചേർത്തു. ഇനി ഒരു കോശം, അജബുദനബ് എന്ന് പറയാ അറബിയിൽ, വാലറ്റം, മനുഷ്യന്റെ ഈ നട്ടെല്ലിന്റെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ അരക്കെട്ടിന്റെ ഭാഗത്ത് അവസാനിക്കുന്ന ആ വാലറ്റത്ത് ഒരൊറ്റ കോശം മണ്ണിൽ അവശേഷിക്കും. ആ കോശത്തു നിന്നാണ് സമ്പൂർണമായി എന്നെ ദൈവം തമ്പുരാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ലോകത്തെ എല്ലാ പ്രപഞ്ച സത്യം അങ്ങനെയല്ലേ? ബൽദത്തൻ മൈതൻ കദാലിക്കൽ ഖുറൂജ്. ഒരു പിച്ചിൽ ഒരു ചെടിയും കാണുന്നില്ല. ആരും ഉണ്ടോ? ഒരു പിച്ച്, ക്രിക്കറ്റ് പിച്ച്, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട്, ഒരു ഇലയും ഒരു ചെടിയും ഒരു തളിരും അവിടെ ഉണങ്ങി വരേണ്ട മണ്ണിലില്ല. പക്ഷെ ഒരു ചാറൽ മഴ പെയ്താൽ ബൽദത്തൻ മൈതൻ കദാലിക്കൽ ഖുറൂജ്, ഉണങ്ങിക്കിടന്ന ആ ഭൂമി
പിന്നെ അതാ ചെടികൾ മുളക്കുന്നു. അതുപോലെ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് എഴുന്നേറ്റ് നിങ്ങൾ വരും എന്ന് മനുഷ്യനെ വേദം ന്യായമായി പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മളില്ലായ്മയിൽ നമ്മളെ സൃഷ്ടിച്ച പടച്ചവൻ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്ര ആത്മാർത്ഥമായി പറയും, മരണത്തിന് ശേഷം ഒരു ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ബാബേട്ടൻ വരരുത് അവിടെ ദൈവസന്നിധിയിൽ ശിക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുറ്റക്കാരനായി. ഒരു അമുസ്ലിമും അവിടെ വരരുത് പാപിയായി, ഒരു മുസ്ലിമും അവിടെ വരരുത് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് നരകാവകാശിയായി. അങ്ങനെ ഒരു ലോകം ബോധ്യപ്പെട്ടിട്ട് തിരിച്ചിങ്ങോട്ട് പോരാനില്ല. അതുകൊണ്ടാണ് മനുഷ്യന് നന്മ തിന്മകൾ വേർതിരിച്ച് അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. നന്മ എന്താണ്, തിന്മ എന്താണ്, അത് അവലംബിച്ചാലുള്ള നഷ്ടം എന്താ ലോകത്ത്. ഇസ്ലാം പഠിപ്പിച്ച പോലെ ജീവിച്ച ഒരാൾക്ക് വരുന്ന നഷ്ടം എന്താണ്, അത് അടിസ്ഥാനപരമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. അവിടെയാണ് ഒരു മതം മനുഷ്യ ജീവിതത്തിൽ എങ്ങനെ ഇടപെടുന്നു. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത, പല്ല് തേക്കുന്നിടത്ത് മതം ഇടപെടും, നഖം വെട്ടുന്നിടത്ത് മതം ഇടപെടും. ഒരു മുസ്ലിമായ ആണിന്റെ മീശ എത്ര വളരാൻ പാടില്ല, താടി എത്രത്തോളം നീളണം, ഇതെല്ലാം മതം ഇടപെട്ടു. ഒരു ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നു, ഏത് കാല് വെക്കണം. ഒരു പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു, ഏത് കാല് വെക്കണം. ഒരു പുതുവസ്ത്രം ധരിക്കുന്നു, ഏത് കൈയിലൂടെ ധരിക്കണം. ഒരു വസ്ത്രം അഴിക്കുന്നു, ഏത് കൈകളിലൂടെ അഴിക്കണം. ഇങ്ങനെ A to Z ഒരു മതം ഇടപെടുകയാണ്. ബെഡ്റൂമിൽ എങ്ങനെ പ്രവേശിക്കണം, ഭാര്യയോട് തന്റെ ലൈംഗികമായ ആനന്ദം എങ്ങനെ തീർക്കണം, അത് നാക്കാലികളെ പോലെ പോരാ എന്ന് ഖുർആൻ കൃത്യമായി പറഞ്ഞു. റൂട്ട് നിശ്ചയിച്ചു, ഓരോ രംഗങ്ങളും അവരെ പഠിപ്പിച്ചു കൊടുത്തു. മനുഷ്യ ജീവിതത്തെ ഏറ്റവും രചനാപരമായി ഈ മതം നോക്കിക്കണ്ടു. ഇത് ഗൗരവമായി ഈ വിഷയം മനുഷ്യൻ അറിയണം, മനുഷ്യരതിനെ വിലയിരുത്തണം. അങ്ങനെ വിലയിരുത്തുമ്പോഴാണ് ഒരു മതം എത്രത്തോളം ശ്രദ്ധേയമാണ്, എത്രത്തോളം വ്യക്തമാണ്. അപ്പൊ നിങ്ങൾക്കറിയാലോ, ലോകത്തേതെങ്കിലും ഒരു ഭരണാധികാരി ഒരു നാട് ഭരിച്ചിട്ട് ആ നാട് പൂർണ്ണമായി മദ്യമുക്തമായ ഒരു നാടായി അത് മാറിയിട്ടുണ്ടോ? വേശ്യാലമില്ലാത്ത ഒരു നാട് ഭരിച്ച ഒരാൾ മരിച്ചു പോയിട്ടുണ്ടോ? മുഹമ്മദ് നബി അല്ലാതെ ഒരാളെ, ആ പ്രവാചകനോട് തുല്യമായ ഒരാളെ അവതരിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ എത്ര കിണഞ്ഞ് അധ്വാനിച്ചിട്ടും കാര്യമില്ല, ലോകത്തിലേത് സാഹിത്യ ഗ്രന്ഥം വായിച്ചിട്ടും കാര്യമില്ല, ഏത് ചരിത്ര ഗ്രന്ഥത്തിൽ ഊളിയിട്ടിട്ടും കാര്യമില്ല. ആ പ്രവാചകന്റെ 7 അയലത്ത് കൊണ്ടുവെക്കാൻ ഒരു നേതാവിനെയും ലോകത്ത് കാണില്ല. എങ്ങനെ അത് സാധിച്ചു? അത് ഞാൻ പറഞ്ഞു, അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മതവിശ്വാസി പോലും അല്ല അദ്ദേഹം, ശരിക്കല്ല. ഈശ്വര വിശ്വാസി പോലും അല്ല അദ്ദേഹം. അദ്ദേഹത്തെ ശരിക്കും പഠിച്ചറിയാം, തികഞ്ഞ ഒരു മതേതരവാദി അത്ര ഉണ്ടായിരുന്നു. ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി അല്ലെ 1ാം വാള്യം 195 മുതലുള്ള പേജ് വായിച്ചേ. സൗദി അറേബ്യ ചരിത്രത്തിൽ ഒന്നുമായിരുന്നില്ല സൗദി അറേബ്യ ചരിത്രത്തിലെ. പക്ഷെ പിന്നീട് ലോക ചരിത്രത്തിലെ ഏറ്റവും നല്ല രാജ്യമായി, സംസ്കാരമുള്ള രാജ്യമായി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയുന്നത്, മുഹമ്മദ് നബി ആ നാട്ടിൽ പ്രബോധനം ചെയ്തതിനു ശേഷം 23 കൊല്ലം കൊണ്ട് ആരാണ് ജനത? എല്ലാ അർത്ഥത്തിലും വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു ജനതയാണ്. എല്ലാ തിന്മകളും ഉണ്ടായിരുന്ന ആ നാട്ടിൽ, എല്ലാ തിന്മകളും. തിന്മ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കോളനി തന്നെയായിരുന്നു ആ നാട്, തിന്മയുടെ ഒരു വലിയ കോളനി. ആ നാട്ടിലേക്കാണ് പ്രവാചക തിരുമേനി വരുന്നത്. പ്രവാചകൻ വന്നിട്ട് അവരെ നന്നാക്കിയതും ആ നാട്ടിൽ വെച്ചുകൊണ്ടാണ്. അദ്ദേഹം നന്നാക്കാൻ എന്തെങ്കിലും ഒരു അത്ഭുത വടി, ഒരു മാന്ത്രിക വടി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നില്ല. അദ്ദേഹം ചെയ്തത് എന്ത് എന്ന് എല്ലാരും പരിശോധിക്കണം. ഏത് പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയവും മതവും എന്താ ആഗ്രഹിക്കണത്? നന്മ നിറഞ്ഞ ഒരു ലോകം ആണോ? ആത്മാർത്ഥമായിട്ടാണോ? എങ്കിൽ നിങ്ങൾ ഇസ്ലാം ലോകത്തോട് പറ, നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ കഴിയും. ഇസ്ലാം ലോകത്തോട് പറ, അത് ഉണ്ടാക്കാൻ കഴിയും. അതെങ്ങനെ കഴിയും? ഇസ്ലാം ദൈവിക മതമാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. മനുഷ്യന്റെ പ്രത്യയശാസ്ത്രം അടങ്ങില്ലേ, അത് അയാളെ മതം, ഇയാളെ മതം. ഏതൊരു സൂര്യനെ നിങ്ങൾ ഉപയോഗിക്കുന്നു അത് ആരുടേതാണോ അവന്റെ തന്നെയാണ് മതവും. ഏതൊരു ചന്ദ്രനെ നമ്മൾ ഉപയോഗിക്കുന്നു ആ ചന്ദ്രനെ ആരാണോ സൃഷ്ടിച്ച അവൻ തന്നെയാണ് മതവും ഇറക്കി. ഇതാണ് പ്രശ്നം. മറ്റേതോ മനുഷ്യനിർമ്മിതമാണ്. ഏത് മതദർശനങ്ങളുടെയും പ്രശ്നം അതാണ്. മനുഷ്യനിർമ്മിതമായ ഏത് പൗരോഹിത്യ മതവും, അത് ഏത് മതത്തിലാണെങ്കിലും ഏത് മതസമൂഹത്തിലാണെങ്കിലും അത് അവ്വിധം തന്നെ ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മെ സൃഷ്ടിച്ച, നമ്മെ അറിയുന്ന, നമുക്ക് വെള്ളം നൽകിയ, നമുക്ക് വായു നൽകിയ, നമ്മെ സംവിധാനിച്ച ലോകത്തിന്റെ സൃഷ്ടാവ്
അവൻ അവതരിപ്പിച്ച മനുഷ്യനെ മുഴുവനും ഉൾക്കൊള്ളുന്ന മാനവികമായ ഒരു തത്വശാസ്ത്രം. അതെന്താണ്? അതെങ്ങനെയാ പഠിക്കുക? അതെങ്ങനെയാ മനസ്സിലാക്കുക? അതുകൊണ്ടുണ്ടായ പരിവർത്തനം എന്താണ്? ഇത് മനുഷ്യർ ശരിക്കും അറിയേണ്ടതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുന്നു. ആ പ്രവാചകൻ ലോകത്ത് വരികയും ആ പ്രവാചകൻ ലോകത്ത് വന്ന സമൂഹത്തെ സമുദ്ധരിക്കുകയും ചെയ്ത ഒരു മാർഗമുണ്ട്. അദ്ദേഹം ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണ് എന്ന് ശരിക്ക് പഠിച്ചാൽ മുസ്ലിം സമുദായവും നന്നാവും, അല്ലാത്ത എല്ലാവരും നന്നാവും. അതെന്താണ്? ദൈവം മനുഷ്യർക്ക് മാർഗദർശനമായി അവതരിപ്പിച്ചൊരു ഗ്രന്ഥവും കൊണ്ടാണ് അദ്ദേഹം റൂട്ടിലേക്ക് ഇറങ്ങിയത്. ആ ഗ്രന്ഥം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ആ ഗ്രന്ഥം ഓതിക്കൊണ്ടാണ് അദ്ദേഹം സമൂഹത്തിന്റെ മുമ്പിലേക്ക് വന്നത്. മുസ്ലിം സമുദായത്തിൽ ഇന്ന് സംഭവിക്കുന്ന എന്താണ്? വിശുദ്ധ ഖുർആനിന് യാതൊരു പ്രാധാന്യമില്ലാത്തൊരു സമൂഹം ഇവിടെ വളർന്നു വരുന്നു. നേരെ മറിച്ച് അവരുടെ മുമ്പിൽ ബുർദ ബുസീരി എന്ന് പറഞ്ഞാൽ അപാരമായ ഇഷ്ടമായിരിക്കും, അപാരമായ ഇഷ്ടം. മൊയ്തീമാല എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് മരിച്ചു കളയും. ഇതെല്ലാം മനുഷ്യർ പിൽക്കാലത്തുണ്ടാക്കിയ ഒരുപാട് ഖുർആനിക ഇസ്ലാമിക വിരുദ്ധ പരാമർശങ്ങളുള്ള രചനകളാണ്. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ അത് ലോകത്തിന്റെ മുമ്പിൽ മനുഷ്യനെ അവതരിപ്പിച്ചെടുത്ത് കൊടുത്തിട്ട് പ്രവാചകൻ ആ സമൂഹത്തിൽ ഖുർആൻ അത് പല സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞു. പ്രവാചകൻ ചെയ്തത് ഹുവല്ലദി ബഅസഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. ആ പ്രവാചകൻ നിരക്ഷരനായിരുന്നു. ആ പ്രവാചകൻ, അക്ഷരജ്ഞാനമില്ലാത്ത ആ പ്രവാചകൻ അവർക്കിടയിലേക്ക് വന്നു. എന്നിട്ട് അവർക്ക് ദൈവിക ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുത്തു. ആ ഏറ്റവും വൃത്തികെട്ട പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയവർ, വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ ചെയ്തവർ, കല്ലും മുള്ളും മുരടും മൂർഖൻപാമ്പും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും മനുഷ്യ ദൈവങ്ങളെയും ഒക്കെ ആരാധിച്ചിരുന്ന ഒരു ജനത, അവർക്കിടയിലേക്ക് അദ്ദേഹം കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം അവർക്ക് ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ ശരിക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇസ്ലാമിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത, ഇസ്ലാം ഏതെങ്കിലും ഒരു വ്യക്തിയെ ദൈവമായി അവതരിപ്പിച്ച് അങ്ങോട്ട് വിളിക്കുകയല്ല. നമ്മളെപ്പോലെ ജനിച്ച്, നമ്മളെപ്പോലെ വായു ആവശ്യമുള്ള, നമ്മളെപ്പോലെ വെള്ളം ആവശ്യമുള്ള, നമ്മളെപ്പോലെ എല്ലാ ദുനിയാവിന്റെ ആവശ്യങ്ങളുള്ള മനുഷ്യരെ ദൈവാക്കല്ലേ ഇസ്ലാം ചെയ്ത്. അത് ഇസ്ലാമിന് കണിശമായി ലോകത്തോട് പറയാൻ പറ്റും. ഈ ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, അത് മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കുക നിങ്ങൾ. മനുഷ്യവാസം ഈ ഭൂമുഖത്തുണ്ടാകുന്നതിന് മുമ്പേ അതൊക്കെയുണ്ട്. എല്ലാവർക്കും അറിയാലോ, മനുഷ്യവാസം ഉണ്ടായതിനു ശേഷമുള്ള ക്ഷേത്രങ്ങളും ചർച്ചുകളും പള്ളികളും സിനഗോഗുകളും ഒക്കെ ഉണ്ടായത്. എന്നാൽ മനുഷ്യവാസം ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഭൂമി ഉണ്ടല്ലോ. എല്ലാവരും ലളിതമായി ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. ആർക്കും എതിരല്ല ഇത്, സ്നേഹമാണെന്ന് പറയാൻ പ്രേരിപ്പിക്കും. സത്യം, ഞാനൊക്കെ ഈ രംഗത്ത് പ്രസംഗിച്ച ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ആത്മാർത്ഥത കുറഞ്ഞുപോയി എന്ന് എനിക്കൊരു കാലഘട്ടത്തിലും തോന്നിയിട്ടില്ല. മരിക്കാൻ വരെ ഈ ഒരു ആശയം പറയുന്നതിന്റെ പേരിൽ മരിക്കാൻ വരെ ആത്മാർത്ഥമായി, വെറും വാക്കല്ല, ഒരു പഞ്ചസാര പറയുന്ന വാക്കല്ല ഇത്, ആത്മാർത്ഥമായി പറയാൻ. കാരണം ഇതിനേക്കാൾ വലിയൊരു സത്യമില്ലേ. ഞങ്ങൾ നോക്കൂ, എങ്ങോട്ടാ ക്ഷണിക്കുന്നത്? നിങ്ങൾ വരൂ ഗുരുവായൂരപ്പനെ ആരാധിക്കൂ, അല്ല. നിങ്ങൾ വരൂ പിശാരിക്കാവിലമ്മയെ ആരാധിക്കൂ, നിങ്ങൾ വരൂ ആറ്റുകൽ പൊങ്കാല അമ്മയെ ആരാധിക്കൂ, നിങ്ങൾ വരൂ ഭീമാ പള്ളിയിലെ ഉമ്മിച്ചയെ ആരാധിക്കൂ, നിങ്ങൾ മൊനമ്പത്തെ ബീവിയെ ആരാധിക്കൂ, നിങ്ങൾ CM മക്കാമിലെ വലിയനെ ആരാധിക്കൂ എന്ന് പറയാനല്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ മുഹമ്മദ് നബിയെ ആരാധിക്കൂ എന്ന് പറയാൻ പോലുമല്ല ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്ന്. ഞങ്ങൾ വന്ന് നിങ്ങളുടെ സൃഷ്ടാവിനെ ആരാധിക്കും. അതാരാ നിങ്ങളുടെ സൃഷ്ടാവ്? നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ലോകത്തിന്റെ സൃഷ്ടാവാരാ? ഇതാണ് പ്രവാചകൻ ഒന്നാമതായി അവരെ പഠിപ്പിച്ചത്. ആയിഷ ബീവി പറയുന്നൊരു വാക്കുണ്ട്, മുസ്ലിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. റളിയല്ലാഹു തആല അൻഹ ഒരു പറയാണ്, മുജാഹിദുകളുടെ വാക്കായിട്ട് നിങ്ങൾ ഇതിനെ എടുക്കണ്ട, നിങ്ങൾ ആയിഷ ബീവിയെ പരിഗണിക്കൂ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വാക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നു. അതെന്താ വാക്ക്? ആ വാക്ക് ആയിഷ ബീവി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങാനും മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത് എന്നാണ് തുടക്കത്തിൽ ഞങ്ങളോട് പറഞ്ഞതെങ്കിൽ ഈ സമുദായം ഒരിക്കലും മാറൂല. ഈ സമുദായം മാറുമായിരുന്നില്ല. 13 കൊല്ലം മക്കയിൽ നിങ്ങൾ എന്താ ഇങ്ങനെ മദ്യപിക്കണത്, നിങ്ങൾ എന്താ ഇങ്ങനെ ചോദിച്ചില്ലേ പ്രവാചകൻ? പ്രവാചകൻ അവരെ ദൈവത്തെ പറ്റി പഠിപ്പിച്ചു. ആരാണ് അള്ളാഹ്, ആരാണ് അള്ളാഹു എന്ന് പഠിച്ചാലല്ലാതെ
ലോകത്ത് മനുഷ്യരെ നന്നാക്കാൻ കഴിയില്ല. മേലെ ഒരാളുണ്ട്, അയാളെ പേടിക്കണമെന്ന് നമ്മൾ പറയും സാധാരണ. ആ പടച്ചവനെ ഭയപ്പെടുന്ന ഒരു സൊസൈറ്റിനെ ഉണ്ടാക്കി. വിശുദ്ധ ഖുർആനിലെ ആദ്യ ഇറങ്ങിയ അധ്യായത്തിലെ 14-ാമത്തെ സൂക്തം തന്നെ എന്താണ്? അലം യഅലം ബി അന്നല്ലാഹ യറാ. അലം യഅലം ബി അന്നല്ലാഹ യറാ. അല്ല, അവരെ കാണുന്നില്ലേ, അവരറിയുന്നില്ലേ അവരുടെ നാഥൻ അവരെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു, അവരുടെ സൃഷ്ടാവ് അവരെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് അവരറിയില്ലേ ആണ് ചോദ്യം. ഈ ചോദ്യമാണ് ആ സമൂഹത്തെ നന്നാക്കി. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്കേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് പാലിൽ വെള്ളം ചേർക്കൂന്ന് ഒരു ഇരുട്ടുമുറിയിൽ നിന്ന്, ഒരു ചെറ്റക്കുടിലിൽ നിന്ന് ഒരു ഉമ്മ പറയാൻ മകളോട്. ആ മകളുടെ വർത്തമാനമില്ല, ഞാൻ പാലിൽ വെള്ളം ചേർക്കുകയില്ല. കാരണം അതൊരു സാമൂഹ്യ തിന്മയാണ്. പാലിൽ വെള്ളം ചേർക്കുക എന്നത് എന്താണ്? ഒരു സാമൂഹ്യ തിന്മയാണ്. ഞാനത് ചെയ്യില്ല. അപ്പൊ അവര് ചോദിച്ചു, ആരാത് കാണാൻ? ഉമർത് കാണോ? ഉമർത് അറിയോ? ഉമറിന്റെ പട്ടാളം ഇതറിയോ? അപ്പൊ ആ സമയത്ത് ആ പെൺകുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതാണ് ഇസ്ലാം. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഉമ്മ, എന്നെയും നിങ്ങളെയും ഉമറിനെയും ഒക്കെ സൃഷ്ടിച്ച ലോകത്തിന്റെ തമ്പുരാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഉമ്മ. അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. ചാട്ടവാറില്ല, പോലീസ് വേണ്ട, പട്ടാളം വേണ്ട. സ്വയം പടച്ചോനെ പേടിച്ചിട്ട് മാറിയ ഒരു കൗമിനെ ഇസ്ലാമിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണത്തെ കുറിച്ച് മഹാത്മാഗാന്ധി പറയുന്നത് എന്താ? സ്വതന്ത്ര ഭാരതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം ഉമറിന്റെ ഭരണമാണ്. എന്താണ് മഹാത്മാഗാന്ധി അങ്ങനെ പറയാൻ? മഹാത്മാഗാന്ധി ഉമറിനെ പറ്റി പഠിച്ചപ്പോ ലോകത്ത് ഇങ്ങനെ നീതി പാലിച്ച ഒരാളെയും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. ഉമർ എങ്ങനെ നീതിമാനായി? ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ആരായിരുന്നു? ഒരു നാട്ടിലെ കൊട്ടേഷൻ പാർട്ടിയുടെ ഡയറക്ടർ പോസ്റ്റിൽ ഇരുന്നാണ്. വാളിങ്ങനെ ഉരിയാൽ മിനിമം കുറച്ച് തലയെങ്കിലും അരിഞ്ഞിട്ടല്ലാതെ വാള് ഉറയിൽ വെക്കാത്തൊരു മനുഷ്യൻ. ധീരനായ, അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ കുട്ടികൾ മൂത്രമൊഴിച്ചു പോകുന്ന കാലം. അത്ര വില്ലാളി വീരനായി ജീവിച്ച ഒരു മനുഷ്യൻ 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏക ആത്മീയ സാമ്രാജ്യത്തെയും ഭരിക്കുന്ന ഒരു ഭരണാധികാരിയെ, അങ്ങേയറ്റത്തെ നീതിമാൻ, ഒരു യാചകൻ ഇങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചാട്ടവാറുങ്ങി. ഈ ഭരണകൂടത്തിൽ യാചന ഇല്ലാന്ന് നിനക്കറിയില്ലേ? അയാൾ പറഞ്ഞു, ഞാനൊരു ജൂതനാണ്. മുസ്ലിമല്ലേ, ഞാനൊരു ജൂതനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് ജൂതനായാലും ആരെ, നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിൽ ആവശ്യം അത് വീട്ടിലെത്തും, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ആര് സൃഷ്ടിച്ചു? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഉറങ്ങരുത്, ഈ പ്രസംഗം കേൾക്കുന്നവരെ ഉറങ്ങരുത്. ആ മനുഷ്യനെ മതം എങ്ങനെ സൃഷ്ടിച്ചു? ഇസ്ലാം എങ്ങനെ സൃഷ്ടിച്ചു? ഏക ദൈവത്തെ ഭയപ്പെടുക വഴി ഉണ്ടാക്കിയത്. പാസ്പോർട്ടിൽ കൃത്രിമത കാണിക്കുന്ന ജില്ലക്കാരായി പലപ്പോഴും കാസർഗോഡ് ജില്ലയെ എണ്ണാറുണ്ട് മുസ്ലിങ്ങളായ ആളുകൾ. എയർപോർട്ടുകളിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരായവരെ എണ്ണാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം? അവർ ശരിക്കും അള്ളാനെ പഠിച്ചിട്ടില്ല. നേരെ മറിച്ച് മൊയ്തീൻ ഷെയ്ഖിനെ അവർക്ക് പേടിയാണ്, മമ്പറ നിങ്ങളെ അവർക്ക് പേടിയാണ്. അവരെ പറ്റി പറഞ്ഞാൽ ഭയപ്പാടാണ്. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട്. ഖുർആനിലെ 39-ാം അധ്യായം 36-ല് അലൈസല്ലാഹു ബി കാഫിൻ അബ്ദു, അവർക്ക് അല്ല പോരെ എന്ന്, അള്ളാഹ്ക്ക് പുറമേയുള്ളവരെ പറ്റി അവർ നിങ്ങളെ പേടിപ്പിക്കുന്നു. ഖുർആന്റെ ഒരു പ്രയോഗമാണ്. ഞാൻ ഈ ഒരു വാചകം മാത്രം കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ എല്ലാവരും ഒന്ന് ചിന്തിച്ചു. ശരിയല്ലേ പറഞ്ഞ്? അള്ളാഹ്ക്ക് പുറമേയുള്ളവരെ പറ്റി അവർ നിന്നെ പേടിപ്പിക്കുന്നു. എടാ, മൊയ്തീൻ ഷെയ്ഖിനെ പറ്റി പറഞ്ഞാൽ കൈപൊട്ടിപ്പോ, കാലുപൊട്ടി. അപ്പൊ ഇന്നലെ തന്നെ വടകരയിലെ പ്രസംഗിക്കുമ്പോ മഴ പെയ്തു. അപ്പൊ അവിടുന്ന് ഒരു AP സുന്നിക്കാരൻ പറയാ, ഞങ്ങളെ തങ്ങളെ കളിയാ കണ്ടോ, സൈലന്റ് കളിയാ ഞങ്ങളെ തങ്ങളത്. വിവരക്കേടിന് കയ്യും കാലും മുളച്ചാൽ സമസ്തയാവുന്നാണോ പറയേണ്ടത്? അല്ലേ? ആലോചിച്ചു നോക്കിയേ നിങ്ങൾ. പടച്ചോ മയപ്പിക്കുന്നു എന്നല്ല, അപ്പോഴും പടപ്പിട ചെയ്യുന്നു. പടച്ചോന്റെ കുരിച്ചക്കേട് അതൊന്നും സാരാക്കണ്ട. മൊയ്തീൻ ഷെയ്ഖിന്റെ അല്ലാ അത് കാര്യാക്കണോ എന്ന് പറയുന്നു. ഇത് റസൂലുള്ളാഹി അഭികരിച്ച മുശ്രിക്കുകളുടെ സമൂഹത്തിന്റെ അവസ്ഥയായിരുന്നു ഇത്. ആ മുശ്രിക്കുകളുടെ അവസ്ഥ ഇതായിരുന്നു. അവരെന്തെങ്കിലും ലാത്തനെ പേടിക്കണോ അറിയും, ഉസ്സയെ പേടിക്കണോ അറിയും, ഔലിയാക്കളെ കുറ്റം പറയറിയും, അള്ളാനെ തെറി വിളിച്ചു, കുഴപ്പമില്ല, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അള്ളാനോട് മാത്രം പ്രാർത്ഥന എന്ന് ബോർഡ് എഴുതിയ അത് കയറിക്കോ. അല്ലല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ഒരു പോസ്റ്ററും കൂടി നീ ഒട്ടിച്ചു കൊടുക്ക് എക്സ്ട്രാ. കേരളത്തിലൊക്കെ ഉള്ള മുസ്ലിങ്ങളുടെ അവസ്ഥയാണ്. അള്ളാനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, ആ പോസ്റ്റർ കീറും. അല്ലല്ല, ആരുടെ ഈ പോസ്റ്റർ? 100 പോസ്റ്റർ ഇട്ടി നമുക്ക് ഒട്ടിക്കായിരുന്നു. എന്റെ പേരെന്താ? ഞാൻ അബ്ദുൽ ജബ്ബാർ. ഈ ആരാ? ഞാൻ പൂർവ്വ സുന്നിപ്പെട്ട ഒരാളാണ്. എങ്ങനെയുണ്ട് അല്ലേ? നിങ്ങൾ ആലോചിച്ചോ, മുജാഹിദുകളുടെ പോസ്റ്റർ കീറുന്നവനേക്കാൾ അധമൻ ദുനിയാവിൽ ആരുണ്ട്?
ഓനെപ്പോലെ ഒരു അധമൻ. കാരണം മുജാഹിദുകളുടെ ഏത് ബോർഡ് നോക്കിയാലും മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പ്രമേയം ഉണ്ടാകും, മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പ്രമേയം ഉണ്ടാവും. ഞങ്ങൾ ആരും ചെയ്യാറില്ല. അതിന്റെ കാരണം എന്താ അറിയോ? ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കയ്യിലുള്ള ആദർശത്തെക്കാൾ വലിയൊരു ആദർശം 714 കോടി മനുഷ്യരുടെ കയ്യിലുമില്ല. എങ്ങനെ? ഇന്ത്യക്കാരുടെ കയ്യിലില്ല എന്നല്ല, 714 കോടി മനുഷ്യരുടെ കയ്യിലും ഞങ്ങളുടെ കയ്യിലുള്ള ആദർശത്തെ തോൽപ്പിക്കുന്ന ഒരു ആദർശമില്ല. അതുകൊണ്ട് ഞങ്ങൾ ആരും കീറാറില്ല. ഞങ്ങൾക്ക് അരമണിക്കൂർ മതി 5 കൊല്ലം പ്രസംഗിച്ചൊരുത്തന്റെ പ്രസംഗം അറബിക്കടലിലേക്ക് തോട്ടിലേക്ക് വലിച്ചെറിയാൻ. അവിടെ ഞങ്ങൾ ആരെ പോസ്റ്ററും കീറാറില്ല. ഞങ്ങൾക്കറിയാം ഞങ്ങൾ 4 വാക്ക് പറയാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയ നല്ല മനുഷ്യര് അത് ഉൾക്കൊണ്ടോളൂ. അതുകൊണ്ട് ഞങ്ങൾ ആരെ പോസ്റ്ററും കീറാറില്ല, ആരെ ബാനറും കീറാറില്ല, ആരെ നേരെയും കുതിര കയറാറില്ല. ഞങ്ങൾക്ക് ഒറ്റ അവകാശം ഞങ്ങൾ പറയാറുള്ളൂ. ഇന്ത്യൻ ഭരണഘടന, ദി പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം, സലഫികളെ സംബന്ധിച്ചിടത്തോളം അവർ ജനങ്ങളോട് ഒരാദർശം പറയും. ഞങ്ങൾ ആരെ അടിച്ചേൽപ്പിക്കാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങളിലെ ആരും തീവ്രവാദികളായിട്ട് ജയിലില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങളാരും ഒരു നാടിന്റെ സമാധാനം കെടുത്തിയ ചരിത്രമില്ല. ഞങ്ങളെ സ്റ്റേജ് കയ്യേറിയ ചരിത്രമുണ്ട്, ഞങ്ങളാളെ തല്ലിയ ചരിത്രമുണ്ട്, ഞങ്ങളാളെ കൊന്ന ചരിത്രമുണ്ട്, ഞങ്ങളാളെ ഓവുചാല് കെട്ടിത്താത്തിയ ചരിത്രമുണ്ട്, ഞങ്ങളുടെ സ്റ്റേജ് പൊളിച്ച ചരിത്രങ്ങളുണ്ട്, ഞങ്ങൾ ഒട്ടിച്ച പോസ്റ്റർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കഷ്ടപ്പെട്ട ഒരു നാട്ടിൽ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അധ്വാനിച്ച് കിട്ടുന്ന തുക കൊണ്ട് വാങ്ങി പോസ്റ്റർ ഒട്ടിക്കും. അത് കീറിക്കളയാ. അത് നല്ല മനുഷ്യർക്ക് ചേർന്നാൽ. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു നല്ല ആദർശം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യില്ല. നമ്മൾ ഇതിന്റെ മുമ്പ് തോറ്റുപോകുന്ന പേടിയുള്ള ഭീരുക്കളാണ് അത്തരത്തിലുള്ള പ്രവൃത്തിക്ക് ഏത് കാലഘട്ടത്തിലും. പിന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെയും കുത്തകയും തറവാട്ടുകയും ഒന്നും അല്ലല്ലോ, സ്വതന്ത്രമായ ഒരു നാട്. മാത്രമല്ല മുജാഹിദുകളിൽ നിങ്ങൾ ഒരു കാരണവശാലും കീറാൻ പാടില്ല. അതെന്താ? നിങ്ങളിപ്പോ അനുഭവിക്കുന്ന ഇന്ത്യന്റെ സ്വാതന്ത്ര്യം ഉണ്ട്, അത് ഞങ്ങൾ നേടിത്തന്ന. ജമാഅത്തെ ഇസ്ലാമിക്ക് ഞങ്ങൾ നേടിത്തന്ന, സമസ്തക്കാർക്ക് ഞങ്ങൾ നേടിത്തന്ന, ഞങ്ങളെ നേതാക്കന്മാർ ചോരയും നീരും നൽകി ഉണ്ടാക്കിയ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന് പറഞ്ഞൊരു മനുഷ്യനെ സൃഷ്ടിച്ച ഞങ്ങളുടെ നേതാവാണ് വക്കം മൗലവി, ഈ മൊയ്തു മൗലവി, അബ്ദുറഹ്മാൻ സാഹിബ്. എല്ലാവർക്കും അറിയാം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നായകന്മാരാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും മുന്നിൽ നിന്നവർ മുസ്ലിങ്ങൾ. ആർക്കാ ചരിത്രം മറക്കാൻ കഴിയുക? അവര് നേടിത്തന്ന ജമാഅത്തെ ഇസ്ലാമിൽ ഒരാളും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് അവർക്ക് അവകാശമല്ല ഈ നാട്ടിൽ ജീവിക്കാൻ പോലും. അത് വേറൊരു വിഷയം, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കണില്ല. ഒരൊറ്റ മനുഷ്യനുമില്ല. എന്തോ നിങ്ങൾ പറയും, വെറുതെ പറഞ്ഞല്ല. ഞാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാളെ പേര് പറയാൻ നിങ്ങൾ ഇവിടുത്തെ മുസ്ലിങ്ങൾക്കൊക്കെ എഴുതി കൊടുത്തോളൂ, അവർക്കൊക്കെ ഒരാളെ പറയാനുണ്ടാവും. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരാളെ പറയാനില്ല. കാരണം സ്വാതന്ത്ര്യ സമരത്തിന് 1000 വട്ടം ശാപം നേർന്നവരാ അവര്. ഇവിടെ പല വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശമില്ല. കാരണം നമ്മൾ നേടിക്കൊടുത്തൊരു സ്വാതന്ത്ര്യ, പക്ഷെ നമ്മൾ വിശാലമായി വിട്ടുവീഴ്ച ചെയ്തു. മുജാഹിദ് പ്രസ്ഥാനത്തിനാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പെർമിഷൻ ഉണ്ടാവേണ്ടത്. കാരണം എന്താ? ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾ ആവേശം കൊണ്ട് പറയാനിരിക്കണ്ട. റോഡ് ബ്ലോക്ക് ചെയ്യാത്ത ലോകത്തിലേക സംഘടന ആരാ? ലോകത്തിലെ മുജാഹിദുകളാണ്. ഞങ്ങൾക്ക് നബിദിന റാലി, ഞങ്ങളെ കൊണ്ട് എപ്പോഴെങ്കിലും റോഡിൽ 1 മിനിറ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടോ? 1 മിനിറ്റ്, 1 മൈക്രോ സെക്കൻഡ് ഇല്ല. കാരണം ഞങ്ങൾ പഠിച്ച മതം വഴി ബ്ലോക്ക് ചെയ്യാൻ പാടില്ല എന്നാണ്. നേരെ മറിച്ച് ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾക്ക് അവകാശപ്പെടാൻ പറ്റും. ഏതെങ്കിലും മുസ്ലിം സംഘടനകൾക്ക് ഏതെങ്കിലും ഒരു ധൈര്യം ഉണ്ടെങ്കിൽ പറയും. ആർക്ക് കഴിയില്ല. കാരണം ഞങ്ങളെ പ്രവാചകൻ പറഞ്ഞു, ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി സദഖ, വഴിയിൽ നിന്ന് മാർഗതടസ്സം നീക്കൽ ഈമാനാണ്, മാർഗതടസ്സം സൃഷ്ടിക്കലോ കുഫ്റാണ്. മനസ്സിലായോ? ഞങ്ങൾ പഠിച്ചത് അതാ. അതുകൊണ്ട് മുജാഹിദുകൾക്ക് പ്രകടനമില്ല, ഇല്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല, ഇല്ല. നിങ്ങൾ നോക്ക്, തിരുവനന്തപുരം ഏറ്റവും തിരക്ക് പിടിച്ച സ്ഥലം. ഈ പെരുന്നാൾ, ഞങ്ങളുടെ പെരുന്നാൾ നിസ്കാരമൊക്കെ നേരത്തെ കഴിയും. 8 മണിയാകുമ്പോ ഒരു ഹിന്ദു എഴുന്നേറ്റ് പല്ലി വെക്കുമ്പോഴേക്ക് നമ്മുടെ ആഘോഷം കഴിഞ്ഞ്. ചെണ്ടല്ല, വാദ്യോപകരണല്ല. നേരെ വെച്ച് പാളയം പള്ളിയിൽ 10:30 തുടങ്ങുക, 10 മണിക്ക് തുടങ്ങുക, 9:00 തുടങ്ങുക. അപ്പൊ റോഡ് ബ്ലോക്ക് ആവും. മുജാഹിദുകളെ കൊണ്ട് ആ ബുദ്ധിമുട്ടില്ല. കാരണം മുജാഹിദുകൾ പഠിച്ച ഒറിജിനൽ ദീന, അത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനില്ലല്ല, മനുഷ്യനെ സമാധാനം. അതുകൊണ്ടല്ലോ ഈദ്ഗാഹുകൾ പത്രത്തിൽ നിങ്ങൾ കാണാം, അമുസ്ലിങ്ങൾ പത്രത്തിൽ വായിക്കും, ഈ പെരുന്നാൾ നിസ്കാരം ഇന്ന മൈതാനത്ത്. അത് മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയ സംഘടിപ്പിക്കലൂടെ. മനസ്സിലായോ? അത് രാവിലെ 7 മണി മുട്ട് 8:30 വരെയുള്ള സമയം. അതിനുള്ളിൽ അത് കഴിഞ്ഞു. ആർക്കും റോഡ് ബ്ലോക്ക് ഇല്ല, ട്രാഫിക് ജാമുകളില്ല. ദൈവം പഠിപ്പിച്ച 2 ആഘോഷം. അത് ആ 2 ആഘോഷത്തിൽ ആർക്കും ബുദ്ധിമുട്ടില്ല. ഇതാണ് മതം. പിക്കറ്റിംഗ് ഇല്ല, റാലി ഇല്ല, പ്രകടനമില്ല, റോഡ് ബ്ലോക്ക് ചെയ്യില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അതൊന്നും ചെയ്യാത്ത മുജാഹിദുകൾക്ക് ലോകത്ത് മറ്റെല്ലാരേക്കാളും പ്രൊട്ടക്ഷൻ തരേണ്ടവരാണ് ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും.
ഇത് ഞാൻ വളരെ ഗൗരവം, ബാക്കി എല്ലാവരെ കൊണ്ട് സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് കുറ്റപ്പെടുത്തുകയല്ല, അത് വേണ്ട, അത് നിങ്ങളുടെ ഇഷ്ടം, പക്ഷെ ചെയ്യരുത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. സാധാരണ എന്താ, ഒരു റോഡ്, അത് നിങ്ങൾ നോക്കൂ, വാഹനം ഓടിച്ചു പോകാനുള്ള റോഡ്. അതുകൊണ്ടാണല്ലോ ഹൈവേകൾ, ഫുട്പാത്ത് എന്നിട്ട് വേറെ തന്നെ നടന്നു പോകാൻ ഫുട്പാത്ത്. സാധാരണ ഇപ്പം സംഭവിക്കൽ എന്താ, ഫുട്പാത്തിലൂടെ കാർ ഓടിക്കുക, റോട്ടിൽ പ്രകടനം. ഈ കാലഘട്ടം ഏതെങ്കിലും ഒരാള് ഒരു മതത്തിന്റെ ആഘോഷം നടക്കുക റോട്ടിൽ ഞാൻ വളരെ വേദനിച്ചു പറയാണ്, ഒരു 10 കൊല്ലമൊക്കെ കഴിഞ്ഞ ഇന്ത്യയിൽ നിങ്ങൾ ഉറപ്പിച്ചോ, മതത്തിന്റെ പേരിൽ തന്നെ കുത്തും ചവിട്ടും നടക്കൂടെ? ആർക്കും എങ്ങോട്ടും ഇറങ്ങാൻ കഴിയില്ല. മതമൊക്കെ റോട്ടിലിറങ്ങി പ്രാന്തായ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. ഇസ്ലാമിൽ റോട്ടിലിറങ്ങേണ്ട ഒന്നുമില്ല. സത്യ, ഞാൻ തീർത്തു പറയാൻ, ഒരു പ്രസംഗം റോട്ടിൽ മനുഷ്യന്മാർ നിൽക്കും പോലെ കേൾപ്പിക്കാൻ ഒഴിച്ചു നിർത്തിയാൽ വേറൊന്നും, ഒരു മൈക്കിലൂടെ ബാങ്കല്ലാതെ ടൗണിലെ പള്ളിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചടങ്ങും ഇസ്ലാമിലില്ല. ഖദ്ദാദ്, റാത്തീബ്, മൗലൂദ്, വ്യാഴാഴ്ച ദിക്ർ എന്നൊക്കെ പറഞ്ഞിട്ട് പല പള്ളികളിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. അത് ഇസ്ലാമല്ല. അത് പൗരോഹിത്യത്തിന് ജീവിക്കാൻ വേണ്ടി ഒരു ചില ആചാരം ഉണ്ടാക്കിയപ്പോ 4 ആളെ കൂട്ടാൻ ഒരു ചെയ്ത തന്ത്ര. ഞാൻ പറയുന്നത്, മതം ഒരിക്കലും മനുഷ്യർക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടില്ല എന്നാ പറയും, ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല പറയും. അപ്പൊ ഞാൻ പറയും, റോട്ടിൽ ഒരു മതഘോഷയാത്ര എടുക്കാന്ന് വിചാരിച്ചോളൂ. നിങ്ങള് തിരക്ക് പിടിച്ച ഒരാൾ എയർപോർട്ടിലേക്ക് പോകാൻ, ഒരു സാധു, അയാൾ ഓടിച്ച് വണ്ടി ഇങ്ങനെ നിർത്തി, എന്താടോ പ്രകടനം നടക്കുന്ന കണ്ടില്ലേ, അതിന് മാറിക്ക്. ശരിക്കും എന്താ പറയണ്ടത്? വാഹനത്തിലുള്ള തല പുറത്തേക്ക് ഇട്ട്, എന്താടോ വാഹനം ഓടിച്ചു വരുന്ന ഞങ്ങളെ കണ്ട് മാറിക്കട അവിടെ എന്ന് പറയാ വേണ്ടത്, അല്ലേ? സത്യതല്ലേ? കാരണം ഒരു പൗരന്റെ വാഹനം ഓടിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചിട്ട് ഓൻ ധിക്കാരിയായിട്ട് തന്നെ ഞെട്ടിച്ച് സൈഡ് നിർത്തുക. എന്തൊരു അനീതി ഇത്! കേരളത്തിലല്ലാതെ ലോകത്ത് എവിടെ ഇറക്കണം? നിങ്ങൾ യൂറോപ്പിലൊക്കെ പോയി നോക്ക്, സൗദി അറേബ്യയിലും അറബ് നാടുകളിൽ പോയി. എന്തൊരു സ്വതന്ത്രമാണ് അവിടെ ജീവിക്കാൻ. മര്യാദയ്ക്ക് ജീവിച്ച നമ്മുടെ നാട്ടിലോ 10 കൊല്ലം കഴിഞ്ഞാലേ റോട്ടിലൊന്നും ഒരു മനുഷ്യർ ഇറങ്ങാൻ കഴിയില്ല. ഇപ്പത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ ഒക്കെ ടൗണുകൾ എന്താ അവസ്ഥ? ഡ്രൈവിങ്ങിന്റെ മര്യാദ പോലും അറിയാം നമ്മുടെ നാട്ടുകാർക്ക്, കേരളീയർക്ക് ഡ്രൈവിങ്ങിന്റെ മര്യാദ ഒന്നും അറിയില്ല. അങ്ങനെ ഒരു കൗമ ഇവിടെ വളർന്നു വരുന്നു. ഞാൻ വികാരം കൊള്ളുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇയാൾക്കാരോടോ ഒന്നുമില്ല, അന്തസ്സായി ഒരു നട്ടെല്ല് മരിക്കണവരെ ഉണ്ടാവണമെന്ന് വിചാരിച്ച ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അനുയായി എന്നുള്ള നിലക്കുള്ള വികാരം എനിക്ക്. ഇതൊന്നുമില്ലാത്തൊരു ലോകം. അതായത് ഒരു നബിദിനത്തിന്റെ റാലി, എന്താണ് 2 മണിക്കൂറായുള്ള ബ്ലോക്ക്, എന്ത് പണ്ടാരടങ്ങ. അപ്പൊ അത് നബിദിന റാലിയാണ്, ഈ പ്രവാചകൻ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുക. അതെന്താടാ, അത് ശ്രീകൃഷ്ണ ജയന്തിയാണ്, ഇങ്ങനെ ഒരാൾ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദങ്ങൾ, 108 സുപ്രധാനമായ ഉപനിഷത്തുകൾ, സവിശേഷമാക്കപ്പെട്ട 10 ഉപനിഷത്തുകൾ, ദശോപനിഷത്തുകൾ, ഇതിലെവിടെയാ റോഡിലേക്ക് ഇറങ്ങിയ ഒരു ശ്രീകൃഷ്ണ ജയന്തി? നിങ്ങൾ കാണിക്കും. റോട്ടിലിറങ്ങിയ ഒരു പരിപാടിയില്ല മൊത്തത്തില്. ഞാൻ വെല്ലുവിളിക്കുന്നു എല്ലാ മതക്കാരെയും, ഇല്ല. ആക്കെ പിന്നെ തുടങ്ങിയ നബിദിനപ്പ തുടങ്ങിയ, റോട്ടിലിറങ്ങലപ്പ തുടങ്ങിയ. നിങ്ങൾ തന്നെ ചിന്തിച്ചോ, പടക്കം പൊട്ടിക്കലപ്പ തുടങ്ങിയ. പടക്കം കണ്ടെത്തിയിട്ട് 200 കൊല്ലത്തിന്റെ അപ്പുറ. ഹിന്ദു മതത്തിന് 5000 വർഷത്തിന്റെ പഴക്ക, 5000 വർഷത്തിന്റെ. അതിൽ പടക്കം പൊട്ടലില്ല. വെടിമരുന്ന് കണ്ടെത്തിയപ്പോ ബിസിനസ്സുകാരെന്താക്കി, ക്ഷേത്ര പൂജാരികളുമായ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. എന്താ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്? നിങ്ങളിതൊരു മതാഘോഷാക്കി തന്ന പൊട്ടിക്കല് ഞങ്ങളേറ്റ്, ചിക്കിളി ഇത്ര ഓഫർ, ഇത്ര പെർസെന്റേജ്, അങ്ങനെ തുടങ്ങിയതാ പടക്കം പൊട്ടിക്കല്. ലോകത്തൊരു വേദത്തിന്, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ, ഒരു കതിന പൊട്ടി, 1000 പൊട്ടി. എവിടെ മോനെ? ഒന്നുമില്ല, പട്ടിണിപ്പാവ് അതാ അവിടെ ഓപ്പറേഷത്തിന് കിടക്കണ്, 5 ഉറുപ്യ ഇട്ടാണ്ട്. വേറെ എന്ത് നേട്ടമാണ് മാനവ ചരിത്രത്തിൽ ഇതിനുള്ളത്? മുസ്ലിങ്ങൾ പെരുന്നാൾ ദിനം പൊട്ടിക്കുന്നു. വേറെ ഇപ്പൊ നിങ്ങൾക്കറിയാം, കൊണ്ടോട്ടിയിലും നേർച്ച നടക്കുന്നിടത്തൊക്കെ കതിന പൊട്ടും. ആരാത് പഠിപ്പിച്ചത്? പണം പൊട്ടിച്ചെറിയേ. മതല്ല ഇത്, ഇതൊക്കെ ബിസിനസ്സാണ്. ഇത് നിങ്ങൾ ശരിക്കും തുറന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസം, മരണത്തിന് ശേഷം എന്തായാലും വരും. അതിനിടയിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ വരും. ദൈവം പഠിപ്പിച്ചൊരു മതത്തിന് തെറ്റ് പറ്റില്ല. ദൈവം അവതരിപ്പിച്ചൊരു ദർശനത്തിന് തെറ്റ് പറ്റില്ല. ദൈവം അവതരിപ്പിച്ചൊന്ന് കാലം മാറുമ്പോൾ കോലം മാറില്ല, ഒരിക്കലും ഇല്ല. അതുകൊണ്ട് യഥാർത്ഥ മതം എന്താണ് നമ്മൾ പഠിച്ചേ പറ്റും. യഥാർത്ഥ മതം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് താരതമ്യേന ഏറ്റവും സുന്ദരമായി, ഇപ്പൊ മുജാഹിദുകൾ അനവധി സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ നാടുകളിൽ, സ്റ്റേറ്റ് സമ്മേളനങ്ങൾ. ഏറ്റവും കൂടുതൽ അടുക്കും ചിട്ടയുള്ള അനുയായികൾ. ഒരു ട്രാഫിക് ജാം, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങളോട് ചോദിച്ചു, എന്തൊരു അത്ഭുതമാണ് നിങ്ങളുടെ അനുയായികളുടെ അവസ്ഥ, ഇതെന്തൊരു ആശ്ചര്യമാണ്. അതിന് AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞത്, ഞങ്ങൾക്കും അവരെ നിയന്ത്രിക്കേണ്ടി വരില്ല, കാരണം ഞങ്ങളെ നബി പറഞ്ഞൊരു വാക്കാണ് അവരുടെ മുഖമുദ്ര. ഇമാത്തത്തുൽ അദാനി. ഒരു സമസ്തക്കാരൻ ജീവിതത്തിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു സമസ്തയിൽ EK സുന്നി, AP സുന്നി, റസൂലുള്ളാഹി പറഞ്ഞ ഈ ഹദീസ് NDF മരിക്കണവരെ ഉദ്ധരിക്കൂല. കാരണം ഉദ്ധരിച്ച ഫ്രീഡം പരേഡ് പറ്റൂല. പിന്നെ
ലീഗ് ഉദ്ധരിക്കൂല, ലീഗിന്റെ ഒരു തങ്ങൾ ഉദ്ധരിക്കൂല. കാരണം എന്താ? ആ ഉദ്ധരിച്ച അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റൂല. പിന്നെ എങ്ങനെ പാർട്ടി പ്രകടനം? ഞാൻ എന്നോട് ദേഷ്യം പിടിക്കരുത്, വസ്തുത പറയുമ്പോൾ ദേഷ്യം പിടിക്കരുത്. കാര്യങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ. ഇത് പറയാൻ അവകാശം മുജാഹിദൊക്കെ ഉള്ളൂ. കാരണം അപ്പൊ അറിഞ്ഞ പ്രാവർത്തിയാക്കുന്ന പോലെ ഓല് തന്നെ ഉള്ളൂ. എന്ത് പറയുന്നു അത് പ്രാവർത്തിയാക്കാൻ കുറച്ചെങ്കിലും ത്രാണി. ഇപ്പൊ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, അത് മനുഷ്യ കൂട്ടായ്മയും ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ആ ഭാഗത്തേക്കൊന്നും വരുന്നില്ല, പക്ഷെ അത് ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, ഈ പ്രവാചക വചനം പറയാൻ മുജാഹിദുകൾക്ക് വൈദാ സഅലക ഇബാദി അന്നി എന്നുള്ള ആയത്ത് ജമാഅത്തെ ഇസ്ലാമി ഓതിയിട്ട് നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ ഖുർആനിലായത്താ, അത് മുജാഹിദൊക്കെ മാത്രം പറഞ്ഞ. എന്താ അങ്ങനെ? ബാക്കിയുള്ളവർക്കൊന്നും തൗഹീദ് പ്രശ്നമല്ല, ഏകദൈവാരാധന പ്രശ്നമല്ല, മനുഷ്യർ ശിർക്കിലാകുന്നത് പ്രശ്നമല്ല. അവിടെയാണ് എന്ത് നമ്മൾ ഉൾക്കൊള്ളുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലും അദ്ദേഹം ശരിക്കും അള്ളാഹു ആരാന്ന് പഠിപ്പിച്ചു. ഞാൻ ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയാം, അള്ളാഹിനെ അറിയാത്തൊരു ജനതയായിരുന്നില്ല മക്കയില്. ഞാനിത് വെറുതെ പറയാം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഏറെ സ്നേഹിക്കുന്ന മനുഷ്യരെ, ആദം എന്റെ മക്കളെ, സ്നേഹപൂർവ്വം നിങ്ങളോട് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പാന്റെ പേരിൽ നമുക്ക് അഭിപ്രായ ഭിന്നതല്ല. ഉണ്ടോ? നബിയുടെ വാപ്പയുടെ പേര് അബ്ദുള്ള. ഈ അബ്ദുള്ള എന്നുള്ള പേര് മുഹമ്മദ് നബി ഇട്ടതാ? അല്ല. കാരണം മുഹമ്മദ് നബി ജനിച്ചിട്ട് തന്നെയല്ല. എല്ലാവർക്കും ഉറപ്പാണ് മുഹമ്മദ് നബിന്റെ വല്യാപ്പെട്ട പേരാണ്. നബിയുടെ ബാപ്പാക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന് അദ്ദേഹത്തിന്റെ ബാപ്പയുടെ വല്യാപ്പ നിങ്ങറിയാലോ, മുഹമ്മദ് നബിയുടെ വല്യാപ്പെട്ട പേരാണ് അബ്ദുള്ള. അബ്ദുള്ള എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാന്റെ അടിമ, അള്ളാഹുവിന്റെ അടിമ. ആഹാ, നബീന്റെ വല്യാപ്പാക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ നമ്മള് കുഞ്ഞബ്ദുള്ള, അബ്ദുല്ലാജി, അബ്ദുള്ള മുസ്ലിയാർ, ചൊയ്ലി അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ അയാൾ ഹിന്ദു എന്നാർക്കെങ്കിലും വിചാരിക്കും. നബീന്റെ വാപ്പാന്റെ പേര് അബ്ദുള്ള. അപ്പൊ നബി മുസ്ലിമായിട്ട് അവിടെ ജീവിച്ച് ആണോ? ആണോ? അള്ളാന്റെ അടിമ എന്നാണ് ആ പേര് വെച്ചത് അല്ലേ? അബ്ദുറഹ്മാൻ ആ നാട്ടിൽ പേരുണ്ടായിരുന്നല്ലോ. എത്ര പേർക്ക്? പരമകാരുണികന്റെ അടിമ പേരുണ്ടായിരുന്നു. ഇനി ഏറ്റവും പ്രധാനം, അന്നവർ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാത് ഞങ്ങൾ അള്ളാന്റെ അടിമകളാണെന്ന് അവർ അംഗീകരിച്ചിരുന്നു. പിന്നെ എന്താ അവർക്ക് പറ്റിയ തെറ്റ്? പടച്ചോനോർത്തിട്ട് നിങ്ങളൊന്ന് ആലോചിക്കും. എന്റെ പേരൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിപ്പിങ്ങിലൂടെ കേട്ടും കണ്ടും പരിചയമുള്ളതുകൊണ്ട് വെറുപ്പുണ്ടാവും. ഒറിജിനലായിട്ട് കേൾക്കി ഫുള്ളായിട്ട് അപ്പുറവും ഇപ്പുറവും കട്ട് ചെയ്ത വാൽക്കഷ്ടവും അപ്പുറവും ഇപ്പുറവും അല്ലാതെ എന്താ പറയണെന്ന് ശരിക്കും കേട്ടിട്ട് വിലയിരുത്തിക്കോളി. നിങ്ങൾ മുജാഹിദ് മെമ്പർഷിപ്പ് എടുക്കണം. ഞാൻ എന്തായാലും കാലത്ത് നിങ്ങളോട് പറയില്ല. നിങ്ങൾ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നന്നായിട്ട് ജീവിച്ചോളിന്ന് നിങ്ങളോട് ഞാൻ പറയും. ഒരു കാലത്തും മെമ്പർഷിപ്പ് എടുക്കാൻ ഞാൻ പ്രസംഗിക്കാറില്ല. നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്താലും ഇല്ലെങ്കിലും ഈ പറയുന്നത് നിങ്ങൾ അനുസരിച്ച് ജീവിക്കണം. അതെനിക്ക് ഉറപ്പാ. ഞങ്ങളോട് ഈ പറയുന്നത് അള്ളാന്റെ ദീനാണ്. ഒന്നും ഒരാൾക്ക് വേണ്ടി കൂട്ടയില്ല, കുറയ്ക്കയില്ല. അത് നേതാക്കന്മാർ കയ്യാല് കാണിച്ചാലും കൈകാല് വെട്ടെന്ന് പറഞ്ഞാലും പുറത്താക്കുന്നാലും ഒന്നും കൂട്ടയില്ല, കുറയ്ക്കയില്ല. ഷുവർ, അത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയുന്നത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ ബീവി, എനിക്ക് ആശ്ചര്യം തോന്നുന്നൊരു പോയിന്റ് പറഞ്ഞുതരാൻ ഞങ്ങൾ. നബി സല്ലല്ലാഹു, ഇത് മുസ്ലിങ്ങൾക്ക് വേഗം ക്ലിക്ക് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറാ ഗുഹയിൽ നിന്ന് ഓടുക വീട്ടിലേക്ക്. ജമ്മിലൂനി യാ ഖദീജ, ഖദീജ നീ എന്നെ പുതപ്പിട്ട് മൂട്, ഖദീജ നീ എന്നെ പുതപ്പിട്ട് മൂട് എന്ന് പറയാൻ. അപ്പൊ അത് പുതപ്പിട്ട് മൂടി കുറച്ചു കഴിഞ്ഞപ്പോ ഖദീജ ബീവി പറയുന്ന വാക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ തുടക്കത്തിൽ തന്നെ കാണാം. മുസ്ലിങ്ങളെ ഉസ്താദുമാരോട് ചോദിക്കും, മിക്ക ഹദീസ് ഗ്രന്ഥങ്ങളുടെയും തുടക്കത്തിൽ എന്താ അത്? ഖദീജ ബീവി പറയാൻ, അല്ലാഹുവാണ് സത്യം, പടച്ചതമ്പുരാനാണ് സത്യം, അല്ലാഹു ഒരിക്കലും താങ്കളെ ഉപേക്ഷിക്കുകയില്ല. ഇത് ആരുടെ വാക്കാ? മുസ്ലിം പോലും അല്ലാത്ത ഖദീജ ബീവിയുടെ വാക്ക്. മുസ്ലിം ആയിട്ടില്ല, നബി പ്രവാചകനാണെന്ന് പോലും അറിയില്ല അവർക്ക്. ശരിക്കും മനസ്സിലായിക്കണം. എല്ലാവരും ശരിക്കും ഉൾക്കൊള്ളേണ്ട പോയിന്റാ പറയും. അവര് പറയാണ്, താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്, അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ട. താങ്കള് പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നവനാണ്, പാവപ്പെട്ട ആളെ സഹായിക്കുന്നവനാണ്. പാവപ്പെട്ടവരെ സഹായിക്കുന്നവരെ അള്ളാഹ് ഉപേക്ഷിക്കുകയില്ല. എന്റെ ചോദ്യം, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കലും സഹായിക്കലും പടച്ചോന് ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് ഖദീജ ബീവിനെ ആരെ പഠിപ്പിച്ചത്? ഏത് മദ്രസയിലാ പഠിച്ചത്? അന്ന് ഏത് സമസ്തക്കാ മദ്രസ ഉണ്ടായിരുന്നത്? അന്ന് ഏത് KNM മദ്രസ ഉണ്ടായിരുന്നത്? കുടുംബ ബന്ധം ചേർക്കൽ അള്ളാഹ്ക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് നബി ആയോ എന്ന് പോലും അറിയാത്ത കാലത്ത് ഖദീജ ബീവി റസൂലുള്ളാഹിനെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ, അത് എവിടുന്നേ പഠിച്ചു? എവിടുന്നേ അത് പഠിച്ചേ?
അത് വളരെ പ്രധാനമായി നമ്മൾ പറയേണ്ട ഒരു പോയിന്റ് അല്ലേ? തീർന്നില്ല. അൽ ബിദായത്തു വന്നിഹായ പരിശോധിച്ചാൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്നു എന്ന് അറിഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തെ എടുത്ത് പാടിയ 2 വരി, അൽഹംദുലില്ലാഹി ഇല്ലദീ അഅതാനി ഹാദൽ ഉലാമാ ത്വയ്യിബൽ അർദാനി. പടച്ചോനെ, ഈ കുട്ടിനെ തന്ന നിനക്ക് സ്തുതി. അല്ലാഹ്, ഈ കുട്ടിനെ തന്ന നിനക്ക് സ്തുതി. ഇനി വിശുദ്ധ ഖുർആനിൽ എത്ര വചനമുണ്ട് അവർ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നു, നമ്മളെപ്പോലെ, ഇന്നത്തെ കൗമിനെ പോലെ. പിന്നെ എവിടെയാ അവർക്ക് സംഭവിച്ച തെറ്റ്? എവിടെയാ അവർക്ക് സംഭവിച്ച തെറ്റ്? വലയിൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ, ആരാ മഴ ചൊരിഞ്ഞു തരുന്നത് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ്. ആരാ നിങ്ങൾക്ക് മഴ ചൊരിയുന്ന അബൂജഹലെ? അള്ളയാണ്. പടച്ചോനാ പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായം 63-ാമത്തെ വചനത്തിൽ പറയാണ്, ആരാ നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരുന്നത്? അത് അള്ളയാണ്. ആരാ നിങ്ങൾക്ക് കണ്ണ് തന്നത്? അള്ളയാണ്. ആരാ നിങ്ങൾക്ക് കേൾവി നൽകിയത്? അള്ളയാണ്. ആരാ നിങ്ങൾക്ക് ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും ഉപജീവനം നൽകുന്നത്? അള്ളയാണ്. അള്ളയാണ്. നിങ്ങൾ ആലോചിക്കണം, പടച്ചോനാണ്. ആരാ ലോകത്തിന്റെ നിയന്ത്രണാധികാരം? പടച്ചോനാണ്. ഉണ്ടോ? ഇതെല്ലാം അവർ വിശ്വസിച്ചു. 10-ാം അധ്യായം 31-ാമത്തെ വചനം. ഇത് ആരെ പറ്റിയാ പിന്നെ ഖുർആൻ പറഞ്ഞു? ഏയ്, അത് മക്കാ മുശ്രിക്കുകളെ പറ്റി. പിന്നെ ആരെ പറ്റിയാ? പിന്നെ ആരുടെ വിശ്വാസത്തെ കുറിച്ചാ പറഞ്ഞു? ആകാശത്തിന്റെ പിന്നെ ഏതോ ഗോളത്തിൽ ജീവിക്കുന്ന ജന്തുക്കളെ കുറിച്ചാ പറഞ്ഞേ? അല്ല, മക്കയിലെ അബൂജഹലിനെ കുറിച്ച്. അബൂജഹൽ ഹജ്ജ് ചെയ്ത ആളാ, നോമ്പ് നോറ്റ ആളാ, നേർച്ച നേർന്ന ആളാ. ഇന്നത്തെ മുസ്ലിമീങ്ങളിലെ പലരെ പോലെയും. എന്തേ പിന്നെ അവർക്ക് സംഭവിച്ചത്? ഞാൻ നിങ്ങൾക്ക് ചരിത്രത്തിലെ മഹാ തെളിവുകൾ പറഞ്ഞു തരാം. ഖുർആനിന്റെ തെളിവ് പറഞ്ഞു തരാം, ആധുനിക ലോകത്തിന്റെ തെളിവ് പറഞ്ഞു തരാം. ഓരോ പോയിന്റായി അത് നോട്ട് ചെയ്താൽ തന്നെ എന്താ ശിർക്ക് എന്ന് എളുപ്പത്തിൽ മനസ്സിലാവും. മുജാഹിദുകൾ പറയുന്ന തൗഹീദ് എന്താ, അതിന്റെ പ്രാധാന്യം എന്താ, അത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാനുള്ള തെളിവാ പറയും. അപ്പൊ നിങ്ങൾ 10-ാം അധ്യായം സൂറത്ത് യൂനുസ്, ആ സൂറത്ത് യൂനുസിന്റെ 18-ാമത്തെ വചനം വായിച്ചു. അവിടെ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക്, അല്ലാഹുവിലേക്ക് ഈ മഹാന്മാരായ ആളുകൾ വയഖൂലൂന ഹൗലായി ശുഫആഉന ഇൻദല്ലാഹ്. ആയത്തിനൊന്ന് അർത്ഥം വെച്ച് നോക്ക്. വയഖൂലൂന ഹൗലായി ശുഫആഉന ഇൻദല്ലാഹ്. ഈ മഹാന്മാരായ ആളുകളില്ലേ, ഈ ആളുകൾ അല്ലാഹുവിന്റെ അടുത്ത് ഞങ്ങളുടെ ശുപാർശകരാകും. ഇതാര് പറഞ്ഞതാ? മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞതാ. ഞങ്ങൾ ലാത്ത, മനാത്ത, ഉസ്സ, ഹുബല്, അതുപോലെ വദ്, സുവാഹ്, യഹൂസ്, യഹൂക്ക്, നസ്ർ, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി തുടങ്ങി ഈ മഹാന്മാരൊക്കെ, അവരെയൊക്കെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? ഈ മഹാന്മാർ അള്ളാന്റെ അടുത്ത് ഞങ്ങളുടെ ശുപാർശകരാകും. അള്ളാനെ അവർ വിട്ടിട്ടില്ല. അള്ളാഹുവിന്റെ അടുത്ത് ഇവർ ഞങ്ങളുടെ ശുപാർശകരാണ്. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഒരു വിഭാഗത്തിന്റെ വിശ്വാസം എന്താ? ഈ മഹാന്മാരായ ആളുകൾ അള്ളാഹുവിന്റെ അടുത്ത് ഞങ്ങളുടെ ശുപാർശകരാകുന്നാണ്, പടച്ച തമ്പുരാന്റെ അടുത്ത് ഞങ്ങളുടെ ശുപാർശകരാകുന്നാണ്. ഈ കാര്യം മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസമായി ഖുർആൻ പരിചയപ്പെടുത്തിയാൽ ഇത് മക്കാ മുസ്ലിമീങ്ങളുടെ വിശ്വാസമല്ല, ഇത് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസമാണ് എന്നല്ല പറഞ്ഞാൽ ആ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം മതി എനിക്ക് എന്ന് നമ്മൾ വിചാരിക്കേ, അങ്ങനെ കരുതി. അതാണോ നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ വായു ശ്വസിച്ച് അള്ളാന്റെ വെള്ളം കുടിച്ച് അല്ല നൽകാത്ത എന്താ ഈ ഭൂമിയിലുള്ളത്? ഏതൊരു മനുഷ്യരാലോചിക്കും പടച്ചോ നൽകാത്ത ഒരു നിരീശ്വരവാദി പോലും അല്ല കൊടുത്ത നാവുകൊണ്ടല്ലേ പടച്ചോനെ നിഷേധിക്കുന്നത്? അല്ലേ? അല്ല നൽകിയ വായു വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടായിക്കോളെ, ഞങ്ങൾക്ക് ഇങ്ങനെ പടച്ചോന്റെ സഹായം ഒന്നും വേണ്ട എന്ന് നിരീശ്വരവാദി പറഞ്ഞ 2 മിനിറ്റ് കൊണ്ട് ഓന്റെ കാര്യം കഴിയും. പിന്നെ മണ്ണിട്ടിയെടുത്ത് കുഴിച്ചിട്ടേച്ചാൽ ഏയ് ഓൻ പറയാ നിങ്ങളെ പടച്ചോന്റെ വായു ഒന്നും വേണ്ട, ഞാൻ മൂക്കും തൊള്ളയും 2 മിനിറ്റ് പൊത്തി പിടിക്കാറുന്ന അത് പിന്നെ ചത്ത് വെറുങ്ങലിച്ച് മഴ കൊണ്ട് എലീന്റെ വൈരി അങ്ങനെ അവിടെ കിടക്കുന്നല്ലാതെ അതിന് വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടാവില്ല. അള്ളാന്റെ ഒന്നും വേണ്ടാന്ന് വിചാരിക്കാൻ വിടൊരാൾക്കും കഴിയില്ല. എല്ലാം അള്ളാഹു നൽകിയത്. ആ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറയുമ്പോൾ എന്താത്ര വെറുപ്പ്! ഏത് തങ്ങളാണ്, ഏത് ഷെയ്ഖാണ്, ഏത് ബീവിയാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് തന്നത്? അവരുടെ എന്താ നമ്മുടെ കയ്യിലുള്ളത്? അവര് പഠിച്ചൊരു ഈച്ച എവിടെ? അവർ ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറയും. ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറയും. മാ യംലികുന മിൻ ഖിത്മീർ, ഖുർആനിലെ 22-ാം അധ്യായം 73-ാമത്തെ വചനം, ഖുർആനിലെ 35-ാം അധ്യായം 13-14 വചനങ്ങൾ. മാ യംലികുന മിൻ ഖിത്മീർ, ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാട പോലും അവർ അധീനപ്പെടുത്തിയിട്ടില്ല.
അവരെ അധീനപ്പെടുത്തിയിട്ടില്ല, ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാട പോലും. അപ്പൊ മനുഷ്യരെ പടച്ച് പരിപാലിക്കുന്ന സിട്ടാവില്. ഇനി നിങ്ങൾ നോക്ക്, ഖുർആനിലെ 39-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ എന്താ പറഞ്ഞു? അലാ ലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അള്ളാന്റെ അടുത്തേക്ക് ഈ മഹാന്മാരെ ഞങ്ങൾ അടുപ്പിക്കും. പടച്ചോന്റെ അടുത്തേക്ക് അടുക്കാനുള്ള, അള്ളാഹുവിലേക്ക് സാമീപ്യം തേടാനുള്ള മാർഗമാണ് ഈ മഹാന്മാർ എന്നാ അവർ പറഞ്ഞ്. എന്നാ അള്ളാഹ് അംഗീകരിച്ചോ? അതാ ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഒരു വിഭാഗം പറയുന്നത് ശരിയാന്ന് പറയാം. അതല്ല, അത് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്നാ അള്ളാഹ് പറഞ്ഞു. ഈ മഹാന്മാർ അള്ളാഹുലേക്ക് ഞങ്ങൾ അടുപ്പിക്കുമെന്ന വിശ്വാസം തൗഹീദല്ല, ശിർക്കാണ് അള്ളാഹ് പറയാ. ഇനി നിങ്ങൾക്ക് ഇന്ന് ചെന്നിട്ട് വീട്ടില് മുസ്ലിങ്ങളുടെ ഞാൻ പറയും, കിതാബുൽ സഹീഹ് മുസ്ലിമിലെ കിതാബുൽ ഹജ്ജ് നിങ്ങൾ പരിശോധിക്കുക. സഹീഹ് മുസ്ലിമിൽ നിന്ന് കിതാബുൽ ഹജ്ജ് ആർക്കും കിട്ടില്ലോ? 921 ശേഷം ക്രോഡീകരിക്കപ്പെട്ടൊരു ഗ്രന്ഥമല്ലാതെ ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം അംഗീകരിക്കുന്ന, നമ്മുടെ കൂട്ടത്തിലെ ചേകന്നൂരികളും മടവൂരികളും പോലെയുള്ളവരും അംഗീകരിക്കാത്ത, ലോക മുസ്ലിമികൾ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി എന്ന നിലയിൽ അംഗീകരിക്കുന്ന സഹീഹ് മുസ്ലിം, ആ സഹീഹ് മുസ്ലിമിലെ തൽബിയത്തിൽ കിതാബുൽ ഹജ്ജിൽ അവർ ചെയ്ത തൽബിയത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അതെങ്ങനെയാ? ആ തൽബിയത്ത് എങ്ങനെ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുകയാണ്. ഇബ്നു അബ്ബാസ് പറയാണ്, അബൂജഹലും അബൂലഹബും ബാക്കിയുള്ളവരൊക്കെ ഹജ്ജിന് വന്നു ഹറമിൽ. ആ ഹറമിൽ വരുമ്പോ അവരെന്താ ചൊല്ലിയത്? അവര് പറഞ്ഞത്, ഞങ്ങൾ അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകി ഇതാ വന്നിരിക്കുന്നു. പടച്ചോന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. അല്ലാഹുവേ, നിനക്ക് പങ്കുകാരില്ല. ഇത്രയും എത്തുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിട്ട് റസൂൽ പറയും, ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലക്കും കദ്. നബി പറയും, അത്ര മതി. നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാൽകഷ്ണല്ലേ, അത് വേണ്ട. ആ ബാക്കി ഭാഗത അത് വേണ്ട. അത് നിങ്ങളെ നരകത്തിലേക്ക്, അത് നിങ്ങൾക്ക് നാശമാണ്. അത് നരകത്തിലേക്കുള്ള വഴിയാണ്, ശിർക്കാണ്. എന്താണ് ആ വാൽകഷ്ണം? ഇനിയാ ചിന്തിക്കേണ്ടത്. നമ്മൾ റസൂലുള്ളാഹിനെ അംഗീകരിച്ചോ ധിക്കരിച്ചോ? അബൂജഹൽ റസൂലുള്ളാഹിനെ ധിക്കരിച്ചു ഈ വാചകം കൊണ്ട്. ആ വാചകം കൊണ്ടൊരു മുസ്ലിം ധിക്കരിച്ചാലോ, ഓൻ അബൂജഹലിന്റെ പാർട്ടിയാണ്. എളുപ്പം മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അതുകൊണ്ടാണ് സഹീഹ് മുസ്ലിമിലെ കിതാബുൽ ഹജ്ജ് നിങ്ങൾ പരിശോധിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അബൂജഹൽ പറയാണ്, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അല്ലാഹുവേ, നിനക്ക് ഒരു തരത്തിലുള്ള കൂറുകാരുണ്ട്. ആ കൂറുകാരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് സ്വന്തമായിട്ട് ഒരു കഴിവില്ല. സ്വന്തമായിട്ട് അവർക്കാർക്കും ഒരു കഴിവില്ല. എല്ലാ കഴിവും നീ കൊടുത്ത പടച്ചോനെ. ലാത്തക്ക് സ്വന്തമായി കഴിവില്ല, ഉസ്സക്ക് സ്വന്തമായി കഴിവില്ല, മനാത്തക്ക് സ്വന്തമായി കഴിവില്ല, ഇബ്രാഹിം നബിക്ക് സ്വന്തമായി കഴിവില്ല, ഇസ്മായിൽ നബിക്ക് സ്വന്തമായി കഴിവില്ല. അല്ലാഹുവേ, ഇവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ നീ കൊടുത്തതാണ്. അല്ലാഹുവേ, ഇവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ അത് മുഴുവനും നീ കൊടുത്തതാണ്, നീ കൊടുത്ത കഴിവാണ്. എന്റെ ചോദ്യം, ഞാൻ ഈ കഴിഞ്ഞ റമദാനില് ട്രെയിനിൽ ഇങ്ങനെ യാത്ര വരുമ്പോ 2 AP സുന്നി ചെറുപ്പക്കാര്, യുവാക്കള്, അവര് എന്റെ അടുത്ത് വന്നിരുന്നു. ഞങ്ങൾ കുറച്ച് ആശയപരമായ കാര്യങ്ങൾ വളരെ സ്നേഹത്തോടെ സംസാരിച്ചു. അപ്പൊ അതിലൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞങ്ങളതിന് മൊയ്തീൻ ശൈഖിന് സ്വന്തമായി കഴിവുണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ലല്ലോ. അല്ലാഹ് കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തെ തെറ്റില്ല. ശരി, ഒരായത്ത് ധരിക്ക്, അല്ലാഹ് കൊടുത്ത കഴിവെന്ന് ചോദിക്കാന്നുള്ളതിന്, അല്ലാഹ് കൊടുത്ത കഴിവെന്ന് ചോദിക്കാന്നുള്ളതിന് ഒരു ആയത്ത് ധരിക്കും. കാര്യകാരണ ബന്ധത്തിന് പുറത്ത് മനുഷ്യന്റെ സഹായത്തെ കുറിച്ചല്ല ഈ പറയും. ആരും തെറ്റിദ്ധരിക്കണ്ട. മറിച്ച് നിങ്ങൾ ആലോചിക്ക്, അല്ലാഹ് കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ കുഴപ്പമില്ല. ഇതാണ് പോയിന്റ്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ഇവിടുത്തെ ഹിന്ദുക്കൾ എന്താ വിശ്വസിക്കുന്നത്? അവരും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. അപ്പോഴോന്ന് ചോദിച്ചു. അപ്പൊ വെറുതെ പറഞ്ഞ പോരല്ലോ, ഞാൻ അവന് തെളിവ് ധരിച്ചു കൊടുത്തു. ഹിന്ദു ധർമ്മ പരിചയം എന്നിട്ട് വിഖ്യാതമായ ഒരു ഗ്രന്ഥമുണ്ട് കേരളത്തിൽ. ശ്രീരാമകൃഷ്ണ മഠം പുറനാട്ടുകര തൃശ്ശൂർ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ്. എല്ലാ പ്രസിദ്ധമായ പുസ്തകങ്ങളും അവിടുന്ന് പ്രസിദ്ധീകരിക്കാറുണ്ട്. ഹിന്ദുധർമ്മ പരിചയം. കെ പരമേശ്വരൻ പിള്ളയാണ് അതിന്റെ ഓദർ. കെ പരമേശ്വരൻ പിള്ള. ആ പുസ്തകത്തിൽ 21-ാമത്തെ ചാപ്റ്റർ
148 പേജ്, 3ാമത്തെ പാരഗ്രാഫ്, 1-2 വരി. അതിലുള്ളത് എന്താ അറിയോ? ഒരു ദേവിക്കും ദേവനും സ്വന്തമായി കഴിവില്ല. കെ പരമേശ്വരൻ പിള്ള പറയാൻ ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകത്തിൽ പറയാൻ ഒരു ദേവിക്ക് ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ സാക്ഷാൽ പ്രപഞ്ചനാഥൻ കഴിവ് കൊടുക്കണം. അപാരമാണത്. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ പോലും അല്ലാഹ് കഴിവ് കൊടുത്താലല്ലാതെ ഒരു ദേവിക്കും ദേവനും കഴിയില്ല. അത്ര വിശ്വാസം പോലും മുസ്ലിങ്ങളുടെ ഒരു വിഭാഗത്തിനില്ല. കാരണം റിസാലയിൽ പറയുന്നത് എന്താ അറിയോ? മൊയ്തീൻ ഷെയ്ഖ് സ്വന്തം കഴിവ് കൊണ്ട് മരിച്ചവരെ ജീവിപ്പിച്ചു എന്നാ. ഒരു പാതിരി പറഞ്ഞു മൊയ്തീൻ ഷെയ്ഖിനോട്, ഞങ്ങളെ ഈസാ നബി മരിച്ചവരെ അള്ളാന്റെ അനുമതിയോടുകൂടി ജീവിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ നബി അത് ചെയ്തിട്ടില്ലേലോ. റിസാലയിൽ വന്ന ലേഖന പറയും. അപ്പോ ഷെയ്ഖ് ജീലാനി പറഞ്ഞു, നിങ്ങളെ യേശുക്രിസ്തു അള്ളാന്റെ കഴിവ്, അള്ള കൊടുത്ത കഴിവെന്നല്ലേ, എനിക്ക് അള്ള കഴിവൊന്നും തരണം, ഞാൻ സ്വന്തക്ക് മരിച്ചോലെ ജീവിപ്പിക്കുന്നു. ഇത് റിസാല എഴുതിയതാ. ഒരു ഹിന്ദു പോലും ഇങ്ങനെ വിശ്വസിക്കുന്നില്ല എന്നർത്ഥം. അത്ര മോശമാണ് മുസ്ലിങ്ങളിൽ ഒരു വിഭാഗത്തിന്റെ വിശ്വാസം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സത്യസന്ധമായി നിങ്ങൾക്ക് വിലയിരുത്തി തെളിവ് സഹിതം പഠിപ്പിച്ചിരുന്നു. അവർ ഹിന്ദുവിന്റെ വിശ്വാസം പോലെ എന്താണ്? ഒരു ദേവിക്കും ദേവനും സ്വന്തമായിട്ട് കഴിവില്ല എന്നാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് മരിച്ച പാറന്നൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാർ, അയാള് ഖുത്ബിയത്ത് പരിഭാഷ ചെയ്തു. ആ പരിഭാഷയില്, ഖുത്ബിയത്തിന്റെ പരിഭാഷയില് 24-ാമത്തെയും 25-ാമത്തെയും പേജ് പരിശോധിച്ചോ. അതിൽ അദ്ദേഹം പറയാൻ, മൊയ്തീൻ ഷെയ്ഖ് ദൈവമല്ല, മൊയ്തീൻ ഷെയ്ഖിന് സ്വന്തമായി കഴിവുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അല്ലാഹ് കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇതാ ഒരു വിശ്വാസം. അബൂജഹലും വിശ്വസിച്ച ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അല്ലാഹുവേ, ഈ ലാത്തക്കാവട്ടെ ഉസ്സക്കാവട്ടെ മനാത്തക്കാവട്ടെ അവർക്ക് ആർക്ക് സ്വന്തം കഴിവില്ല. അല്ലാഹുവേ, നീ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ അവരോട് ചോദിക്കുന്നത്. അപ്പൊ ഈ വിശ്വാസം മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസമായിരുന്നു. ഈ വിശ്വാസം ഇന്നത്തെ ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസമാണ്. ഈ വിശ്വാസം തന്നെയാണ് മുസ്ലിമീങ്ങളതെങ്കിൽ പിന്നെ എന്തിന് 3 വിഭാഗമായി? എന്താ പിന്നെ ആ വിശ്വാസത്തിന്റെ അർത്ഥം? അവിടെ എന്റെ ചോദ്യം കെ പരമേശ്വരൻ പിള്ളയോട് ഞാൻ ചോദിക്കുന്നത്, ഒരു പുൽക്കൊടി നീക്കാൻ അല്ലാഹ് കഴിവ് കൊടുക്കണമെങ്കിൽ പിന്നെ അള്ളഹാനോടാണ് പറഞ്ഞാ പോരെ? കിട്ടുവോ കിട്ടൂലേ, കഴിവ് കൊടുക്കുമല്ലേ എന്ന് ആശയിച്ച് നിൽക്കേണ്ട കാര്യമല്ലല്ലോ. അതൊക്കെ കഴിവ് കൊടുക്കുന്ന പടച്ചോനോട് നേരിട്ട് ചോദിക്കണമെന്നാ ഞങ്ങൾ പറയുന്നത്. ആ പടച്ചോനോട് ഹിന്ദുക്കൾ അംഗീകരിച്ച, ക്രിസ്ത്യാനികൾ അംഗീകരിച്ച സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ. എല്ലാവർക്കും അറിയാം ഹിന്ദു വേദഗ്രന്ഥങ്ങളൊക്കെ എത്ര ചിട്ടയോടുകൂടിയാണ് ഈ ഏകദൈവാരാധന പറഞ്ഞത്. നിങ്ങൾ വിചാരിച്ചത് ഈ ഏകദൈവാരാധന, ഈ ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസീത് സദാധാര പൃഥ്വിയും ദ്യാമുദേവായ കശ്മൈ ദേവായ ഹവിഷാഭിദേമാം. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലത്തിലെ 121-ാമത്തെ സൂക്തത്തിലെ 1-ാമത്തെ ഋക്കിൽ പറയുന്നതാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ നാഥൻ. ഇപ്പൊ നമ്മളൊക്കെ ആലോചിച്ചു, ഹിന്ദു മതവും ഇസ്ലാമും ക്രിസ്തു മതവും ഒക്കെ ഉള്ളൊരു നാടാണല്ലോ. ഈ മതങ്ങളൊന്നുമില്ലാത്ത കാലത്ത്, മനുഷ്യരില്ലാത്ത കാലത്ത്, മനുഷ്യരുണ്ടായിട്ട് ഇപ്പൊ എത്രയും, മനുഷ്യരില്ലാത്ത കാലത്ത് ആകാശം ഉണ്ടല്ലോ, അതാരാ ഉണ്ടാക്കിയത്? ഞാൻ ഈ അടുത്ത് എന്റെ വീടിന്റെ തൊട്ടടുത്ത് ബാബുവേട്ടനുണ്ട്. നല്ലൊരു സായിബ്, നല്ല മനുഷ്യനാണ്, അതിൽ സംശയമൊന്നും. പക്ഷേ ബൗദ്ധൈവ വിശ്വാസി. അദ്ദേഹം സായിബാബയെ ആരാധിച്ചിരുന്ന ആള്. ഞങ്ങൾ നേരെ അയൽവാസികളാണ്. ഒരു പള്ളിയുടെ അപ്പുറത്ത് ഞാനും, പള്ളിയുടെ തൊട്ട് മുമ്പിൽ ബാബുവേട്ടൻ. എന്നേക്കാൾ കൂടുതൽ പള്ളിയോട് അടുത്ത് നിൽക്കുന്നത് ബാബുവേട്ടനാണ്. ഞാൻ ബാബുവേട്ടനോട് പലപ്പോഴും സായിബാബയുടെ കാര്യം തർക്കിക്കല്ല, പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പൊ സായിബാബക്ക് രോഗം മാരകമായത് മൂർധന്യത്തിലെത്തിയപ്പോ പുട്ടപ്രത്തിയിൽ നിന്ന് പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചു, സായിബാബക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്. അപ്പൊ ഞാൻ ബാബുവേട്ടനെ വിളിച്ചു, ബാബുവേട്ട, ഇന്നലെ രാവിലെ വരെ നിങ്ങൾ സായിബാബനോടാ പ്രാർത്ഥിച്ചു, ഇന്നത്തെ നിങ്ങളെ മാതൃഭൂമി പത്രത്തിൽ കാണുന്ന സായിബാബക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അത് ആരോടാ ബാബുവേട്ട ഒന്ന് പറഞ്ഞു തരാമോ? ഇന്ന് വരെ ബാബുവേട്ടൻ എന്നോട് മിണ്ടിയിട്ടില്ല. പിന്നെ കാരണം എന്നോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, എന്റെ ചോദ്യത്തിന് മുമ്പിൽ മറുപടി പറയാൻ ബാബുവേട്ടനില്ല. ബാബുവേട്ട, സായിബാബയോട്, സായിബാബക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പൊ സായിബാബനെയും രക്ഷപ്പെടുത്തുന്ന ഒരു രക്ഷകൻ ഉണ്ടല്ലേ, ആ രക്ഷകനെ എന്നും വിളിച്ചാ പോരെ? മാത്രമല്ല സായിബാബ വന്നില്ലേ നാളെ മരിക്കും, പക്ഷെ സായിബാബക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആള് മരിക്കൂല. അങ്ങനെ ഒരാളെ ആരാധിക്കലല്ലേ നല്ലത് എന്ന് ബാബുവേട്ടനോട് ചോദിച്ചു. സത്യത്തിൽ ബാബുവേട്ടൻ എപ്പോഴും അറിയാം, പക്ഷേ പലതും ആലോചിക്കണം അല്ലേ? സത്യത്തിൽ നിങ്ങളും ആലോചിച്ചോ, ഇനി മാതാമൃതാനന്ദമായി മരിക്കൂലേ?
തങ്ങന്മാര് ജീവിച്ചിരിക്കുന്നവര് മരിക്കൂലേ? ഞാനും നിങ്ങളും മരിക്കൂലേ? രവിശങ്കർ മരിക്കൂലേ? ഈ പറഞ്ഞ മനുഷ്യ ദൈവങ്ങളൊക്കെ മരിക്കൂലേ? ഒരിക്കലും മരിക്കാത്ത ലോകത്തിന്റെ സൃഷ്ടാവ് രണ്ടാമത് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. സായിബാബയുടെ കിഡ്നി വീക്കായത് അദ്ദേഹം അറിഞ്ഞില്ല. ആന്തരിക അവയവങ്ങൾ ഒന്നൊന്നായി കേടുവന്ന് സായിബാബക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സ്വന്തം ശരീരത്തിലെ സ്വന്തം ഉദരത്തിലെ 130 ഗ്രാം ഭാരമുള്ള കിഡ്നി കേടുവന്നത് അറിയാത്ത ഒരാൾക്ക് അന്യന്റെ കിഡ്നി സംരക്ഷിക്കാൻ കഴിയുമോ? രണ്ടാമത്തെ ചിന്ത. മൂന്നാമത്തെ ചിന്ത, സായിബാബയ്ക്ക് ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒന്നിന്റെ കൺട്രോളിംഗ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം മരിക്കുന്നതോടുകൂടെ എന്തുണ്ടാവണം? അയാൾ എന്താണോ നിയന്ത്രിച്ച് അത് നിശ്ചലാകണം. വേണ്ടേ? ഞാനൊരു കാർ ഓടിച്ചു പോവുകയാണെങ്കിൽ എനിക്ക് അറ്റാക്ക് വന്നാൽ, ഞാൻ മരിച്ചാൽ സ്വാഭാവികമായിട്ട് ആ കാർ എന്ത് ചെയ്യും? ഒരു കൊക്കയിലോ മരത്തിലോ ബിൽഡിങ്ങിലോ എവിടെങ്കിലും ചെന്നിടിച്ച് തകരും. ഉറപ്പല്ലേ? സായിബാബയാണ് സൂര്യനെ നിയന്ത്രിച്ചതെങ്കിൽ അദ്ദേഹം മരിച്ച അന്ന് സൂര്യൻ നിശ്ചലാകണ്ടേ? മുഹമ്മദ് നബിയാണ് സൂര്യനെ നിയന്ത്രിച്ചെങ്കിൽ അദ്ദേഹം മരിച്ചെന്ന് ഇത് നിശ്ചലമാകണ്ടേ? യേശുക്രിസ്തുവിനെ കുരിശിലേറ്റി എന്ന് ക്രിസ്ത്യാനികൾ പറയും. അത് ഏറ്റിയിട്ട് ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കുന്നവരെ ഞായറാഴ്ച ഉണ്ടായില്ലേ? യേശുക്രിസ്തുവിനെ വെള്ളിയാഴ്ച കുരിശിലേറ്റിയപ്പോ ഞായറാഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് യേശുക്രിസ്തു ദൈവമല്ല എന്നുള്ളതിന്റെ തെളിവ്. കാരണം എന്താ? ഞായറും തിങ്കളും വെള്ളിയും ഒക്കെ ഉണ്ടാവണമെങ്കിൽ രാവും പകലും മാറി മാറി വരണ്ടേ? അത് കൺട്രോൾ ചെയ്തത് ആരാ? സായിബാബ. യേശുക്രിസ്തു അല്ലാന്ന് ഉറപ്പായി അല്ലേ? ഇത്രയെ ചെറിയ ചിന്ത തന്നെ മതി ഏകദൈവാരാധകനാകാൻ. വലിയ PhD ഡോക്ടറേറ്റും ഒന്നും എടുക്കേണ്ട കാര്യമല്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എന്ന് ഇനി ഇസ്ലാം പരിചയപ്പെടുത്തുന്ന അള്ളാഹു അത് പറയണല്ലോ. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന അള്ളാഹു ആരാ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന ലോകത്തിന്റെ തമ്പുരാൻ, ഉറക്കമില്ലാത്ത മയക്കമില്ലാത്ത ലോകത്തിന്റെ തമ്പുരാൻ അല്ലേ? ഇനി നിങ്ങൾ എന്നെ ആലോചിച്ച്, നമ്മള് പലപ്പോഴും താങ്ക്സ് പറയാറുണ്ട് ആളുകൾ. ഒരു കാറിൽ നമ്മളെ ഡ്രോപ്പ് ചെയ്തു, ഒരു അങ്ങാടിയിൽ ഇപ്പൊ കക്കട്ടിലോ കല്ലാച്ചിയിലോ നമ്മൾ കൊണ്ടുപോയി ഇറക്കിയപ്പോ തൊട്ടപ്പുറത്ത് കുറെ ടാക്സിക്കാരൊക്കെ ഉണ്ട്. ഇവൻ ഈ കാറിൽ ഇറങ്ങി നേരെ അപ്പുറത്തെ ടാക്സിക്കാരനോട് താങ്ക്സ് എന്ന് പറയാ. അപ്പൊ എന്താ ഉണ്ടാവുക? ഈ ടാക്സിക്കാരൻ ഇവൻ എന്തിനാ എന്നോട് താങ്ക്സ് പറഞ്ഞു? അപ്പുറത്തെ കാറിന് ഇറങ്ങി വന്നിട്ട് എനിക്കാ താങ്ക്സ് പറഞ്ഞു. ഈ കാറിലിരിക്കുന്നവനോ ഓനും വിചാരിക്ക, പടച്ചോനെ എനിക്ക് താങ്ക്സ് പറയേണ്ടവർ ഇവനായിരുന്നടാ. അതുപോലെ പടച്ചോന്റെ വായു ശ്വസിച്ച്, പടച്ചോന്റെ വെള്ളം കുടിച്ച്, പടച്ചോൻ കൊടുത്ത കണ്ണുകൊണ്ട് കണ്ട്, പടച്ചോൻ കൊടുത്ത കാതുകൊണ്ട് ഒരു രോഗം വന്നപ്പോ യേശുക്രിസ്തുവിനോട് മാറ്റി തരണേ. യേശുക്രിസ്തു ഇതെന്തൊരു പുതുമറബേ. ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ വിചാരിച്ച് ഞങ്ങൾക്കൊക്കെ വായും വെള്ളവും നൽകിയ പടച്ചോൻ, എന്നിട്ട് ഈ മനുഷ്യന്മാര് ഞങ്ങളോടാ പറയുന്നത്. എന്തൊരു നന്ദികേട്, എന്തൊരു നന്ദികേട്. ഞാൻ പറഞ്ഞല്ലോ, ഹിരണ്യ ഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേകാസീത് സദാധാര പൃഥിവിയും ദ്യാമുദേവായ കശ്മൈ ദേവായ ഹവിഷാഭിദേമാം. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ നാഥനെ, ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഓക്കെ, എന്റെ പ്രാർത്ഥനകളകിലവും ഏകനായ ദൈവമേ നിന്നോടാണ്. എന്റെ അർച്ചനകളകിലവും ഏകനായ ദൈവമേ നിന്നോടാണ്. എന്തുകൊണ്ട്? എനിക്ക് മനസ്സിലാകാത്തൊരു ചോദ്യം, വിശുദ്ധ ഖുർആനിൽ എവിടെയാണ് ദർഗയിലേക്ക് ക്ഷണിച്ചൊരു സംഭവം? മുസ്ലിങ്ങളെ ദർഗയിലേക്ക് ക്ഷണിച്ചൊരു സംഭവം ഖുർആൻ ഒരു സൂക്തത്തിന് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് ഉദ്ധരിക്കാൻ കഴിയും. നിങ്ങൾക്ക് എത്ര സമയം തരാം, ഏത് ഉസ്താദിനെ നിങ്ങൾ കൊണ്ടുവരും. ദർഗയിലെ ഒരു ദുഃഖം, ദർഗയിലെ തങ്ങളോട് പങ്കുവെച്ച ഒരു ചരിത്രം വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയില്ല. എന്തൊക്കെ കഷ്ടപ്പാടുകൾ! എന്തിനാ പ്രവാചകന്മാരെ ലോകത്ത് പഠിപ്പിച്ച്? ഞാൻ എപ്പോഴും മുസ്ലിങ്ങളോടൊന്ന് ചോദിച്ചിട്ട്, എന്തിനാ പ്രവാചകന്മാരെ പറ്റി നിങ്ങൾ പറയുന്നത്? ഏത് പ്രവാചകനെ നിങ്ങൾ അനുസരിച്ചത്? ഈ കഴിഞ്ഞ 25 ഇടിയങ്കരയുടെ ഞാൻ ആ ദർഗന്റെ മുമ്പ് കൂടെ പോവാണ്. തൊട്ടടുത്തൊരു മുജാഹിദ് പള്ളി, അവിടെ ക്ലാസ് എടുക്കാം. ഞാൻ കരഞ്ഞുപോയി. എന്താ സംഭവം? പടച്ചവനെ, പള്ളിയിൽ ആളില്ല. 25 ഇടിയങ്കര സുന്നി പള്ളിയിൽ ആളില്ല. ദർഗയിലോ നമച്ചി മുട്ടട്ടമയിൽ ഇങ്ങനെ പെറ്റുകൂടിയിരിക്കുകയാണ് മനുഷ്യന്മാര്. എന്നിട്ട് ടവലൊക്കെ ഇങ്ങനെ തലയിലിട്ടിട്ട് കരയ. പടച്ചോന്റെ മുമ്പിൽ ജീവിതത്തിൽ എന്തെങ്കിലും കണ്ണില് മുളക് കുത്തി തേച്ചിട്ടെങ്കിലും കരഞ്ഞിട്ടുണ്ടോ ഒരു സമസ്തക്കാരൻ? അള്ളാന്റെ മുമ്പിൽ, ദർഗന്റെ മുമ്പിൽ കരയാണ്, സൃഷ്ടിയുടെ മുമ്പിൽ. എന്തൊരു ദയനീയതയാണ് നിങ്ങൾ ആലോചിച്ചു.
പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ ഇരുന്നിട്ട് കൈകെട്ടി കരയല്ല, അപ്പൊ മൂക്ക് കൈയിട്ട് ഇങ്ങനെ തിരിക്കുക. നേരെ മറിച്ച് തങ്ങളെ മുമ്പിൽ ചെന്ന് നിന്നിട്ടോ ഭവ്യത എന്ന് പറഞ്ഞാൽ എന്താ ഭവ്യത, എന്താ ഭവ്യ. ഈ പെരിങ്ങത്തൂര് ഇവിടെ തൊട്ടടുത്തല്ലേ 50,000 രൂപ കളവ് പോയിട്ട് ഏറിയ പ്രശ്നം. വലിയൊരു ഷെയ്ഖിന്റെ ദർഗയിൽ 50,000 രൂപ കളവ് പോയി. പോലീസായാണ് തെളിയിച്ച് പിടിച്ചത്. ഞാൻ പറയുന്നത് വേറൊരു ദർഗയിൽ പ്രസിദ്ധമായ ഇതുപോലെ പൈസ കളവ് പോയി. അപ്പൊ അവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാരായ കുറച്ച് ആളുകളെ ഡൗട്ട് പാപ്പ പള്ളിയിലെ ഉസ്താദും എല്ലാരും വിളിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ അടുത്തുനിന്ന് ഒരു ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അവരൊന്ന് വല്ലാഹി വല്ലാഹി ഞങ്ങളല്ല ഉസ്താദ്. ഉസ്താദ് പറഞ്ഞു എന്നാ പുറത്തൊരു ജീപ്പ് അതിലെടു കയറി കുളിയർ. എന്തിനാ ഉസ്താദ്? ഏർവാടി പോയിട്ട് അവിടുത്തെ ഷെയ്ഖിനെ വിളിച്ച് സത്യം ചെയ്യാനാ നിങ്ങളല്ല എടുത്ത്. ഉടനെ കുട്ടികൾ പറയാ ഞങ്ങളെ അടുത്ത്, ഞങ്ങൾ ചെയ്യുന്ന വിളിച്ച് സത്യം ചെയ്യുക, കയ്യോ കാലോ പൊട്ടിപ്പോകും. ഉണ്ടോ? അള്ളാഹുവിൽ വിശ്വാസമല്ല ഇവിടെ. നിങ്ങൾ മനസ്സിലാക്കണം, പടച്ചോനെ ഒരു 100-ാം കിട സ്ഥാനായി കൗമ കൊടുത്ത്. അതെ, അതുകൊണ്ടാണ് നിങ്ങൾ നോക്കേ, അല്ലാഹു തആല ഒരു പ്രവൃത്തി ഈ ദുനിയാവ് ചെയ്യൂല കാന്തപുരത്തിനോട് ചോദിച്ചിട്ടല്ലാതെ. ഈ കൗമിൽ പ്രസംഗിച്ചല്ലേ? ഏത് ലോകത്തിന്റെ തമ്പുരാൻ, രാജാതിരാജനായ പടച്ച തമ്പുരാൻ സാധാരണക്കാരിൽ സാധാരണക്കാരനായ, അതീവ സാധാരണക്കാരനായ ഒരു മനുഷ്യനോട് ചോദിച്ചിട്ടല്ലാതെ ഞാൻ ഇനി ഒരു പ്രവൃത്തി ചെയ്യൂല. അല്ലേ ഒരു മൊയ്ലിയാരെ പ്രസംഗ. നിങ്ങൾ ചിന്തിക്കണം, കേരളം എവിടെ എത്തി? ഞാൻ പറയാം നിങ്ങൾക്ക്, ഒരു 5 കൊല്ലം കഴിഞ്ഞ കാന്തപുരം തന്നെ അല്ലാ എന്ന് കൗമ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നോട് ചോദിച്ചു അന്ന് അല്ല എനിക്ക് ആയുസിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും ചെങ്ങായി വല്ലാത്തൊരു സംഭവം തന്നെയാണ്. സമസ്തക്കാരെ കുറിച്ച് ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടോ, എത്ര കൊല്ലം പറഞ്ഞിട്ടുണ്ടോ, അത് ഇവിടെ നടന്നിട്ടുണ്ട് ഇവിടെ. അതാണ് ആ കൗമ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഏത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാന്തപുരത്തിനോട് ചോദിച്ചിട്ടല്ലാതെ ഒന്നും ചെയ്യില്ല. വേറൊരു മുസ്ലിയാർ പറയാൻ, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ അറിയാതെ ഈ ലോകത്തൊന്നും നടക്കൂല. എവിടെ എത്തിയിരിക്കും നമ്മുടെ സമുദായം? അല്ലാഹുവിന് നൽകേണ്ട സ്ഥാനങ്ങളും മാനങ്ങളും പടപ്പുകളിൽ അതീവ ദുർബലർക്ക് നൽകുന്ന ദയനീയമായ കാഴ്ച. ഞങ്ങളോട് ചോട്ടെ, ഏത് ഖുർആനിക വചനത്തിന്ന ദർഗയിൽ ചെന്നിട്ട് കുട്ടികളെ കിട്ടാൻ ദ്വേർക്കാൻ നിങ്ങൾ പഠിച്ച്? അയ്യൂബ് നബിക്ക് രോഗം വന്നു. അല്ലാഹു പറയാ 12 കൊല്ലം. പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളൊന്ന് ഖുർആൻ ശ്രദ്ധിക്കുക. അധ്യായ നമ്പറും വചന നമ്പറും ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് പരിശോധിക്കുക. അറ്റ്ലീസ്റ്റ് ഒന്ന് പഠിക്കാൻ നമ്മളൊന്ന് സന്നദ്ധരായി പരലോകത്തോർത്തിട്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മുജാഹിദ് മെമ്പർഷിപ്പ് എടുക്കാനല്ലത്, നാളെ ഞങ്ങൾ മത്സരിച്ചിട്ട് വോട്ട് ചെയ്യാനല്ല. അല്ല, ഞങ്ങൾ വരില്ല. നിങ്ങളിത് കേട്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ഉൾക്കൊണ്ടാ മതി. ആ ഉൾക്കൊണ്ടിട്ട് നിങ്ങൾ ജീവിച്ചാൽ മതി. നിങ്ങൾ നോക്കേ, അയ്യൂബ് നബിക്ക് ഒരു വ്യാഴവട്ടക്കാലം രോഗം ഉണ്ടായി. ശരീരം മുഴുവനും പൊട്ടിയൊലിച്ചു ദുർഗന്ധം വമിക്കുന്ന രോഗം. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയണം. ഖുർആനിലെ 21-ാം അധ്യായം 83-ാമത്തെ വചനം, വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർ വഅൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, നീ പരമകാരുണ്യകാരൻ, എനിക്കിതാ 10-12 കൊല്ലായിട്ട് ഈ വിധം രോഗമാണ്, നീ ശിഫയാക്കില്ല. എന്തുകൊണ്ട് അദ്ദേഹം ഒരു ദർഗയിൽ പോയില്ല? എന്തുകൊണ്ട് അദ്ദേഹം ഒരു ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിച്ചില്ല? ഞാൻ പറഞ്ഞത്, ക്ഷേത്രങ്ങളിൽ വരെ മുസ്ലിങ്ങൾ ചെന്നിട്ട് തുലാഭാരം നടത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കാണും. അപ്പൊ ഇന്നലെ നിലവിളക്ക് കൊളുത്തുന്ന മുസ്ലിം സ്ത്രീയെ നമ്മൾ പത്രത്തിലൂടെ കാണുക. ഇവിടെ എനിക്ക് എല്ലാവരോടും വളരെ സൗഹാർദ്ദത്തോട് പറയാനുള്ളത്, ഈ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ വമ്പിച്ചൊരു തെറ്റിദ്ധാരണ കേരളത്തിൽ വ്യാപകമായി. വിവരമില്ല എന്ന് തന്നെയാണ് ഞാൻ പറയാ. എന്റെ ഭാഷയിൽ വിവരമില്ല. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്താ? ആ മതസൗഹാർദ്ദം എന്നുള്ള പദപ്രയോഗം പോലും തെറ്റാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞാൻ പൊളിച്ചു ചെയ്തൊന്നുമില്ല, ആരും തെറ്റിദ്ധരിക്കരുത്. കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കിക്കൂടെ. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞൊരു സംഭവം ഈ ലോകത്ത് ഉണ്ടാവാൻ പാടില്ല. എന്താ ഈ ചെങ്ങായി പറയുന്നത്? നിങ്ങൾ ബാക്കി കേട്ടോ. മതസൗഹാർദ്ദം എന്നത് ഒരിക്കലും മനുഷ്യർ അംഗീകരിക്കാൻ പാടില്ലാത്തൊരു കാര്യം. കാരണം മതസൗഹാർദ്ദം അല്ല ഇവിടെ ഉണ്ടാവുന്നത്, മനുഷ്യ സൗഹാർദ്ദം ഉണ്ടാവുന്നത്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാണ്. എനിക്ക് ദേവി, ഞാൻ പറയാം, മുസ്ലിങ്ങൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം പറയാണ്, ഓ ദേശീയ ആഘോഷമായ ലോകാഘോഷമായ ചെറിയ പെരുന്നാൾ ഹിന്ദുക്കൾ ആഘോഷിച്ചില്ല, എന്തൊരു അസഹിഷ്ണുക്കള്, ക്രിസ്ത്യാനികൾ ആഘോഷിച്ചില്ല, എന്തൊരു വർഗീയവാദികള് എന്ന് പറയാൻ പാടില്ല. മുസ്ലിങ്ങളുടെ ആഘോഷം ഹിന്ദുക്കൾ കൊണ്ടാടിയാൽ ആ സൗഹാർദ്ദം ഉണ്ടാകുക നിങ്ങൾ ആരാ പഠിപ്പിച്ചത്? ആരെങ്ങളെ പഠിപ്പിച്ചത്? ഓണം ആഘോഷിച്ചാലേ മുസ്ലിങ്ങൾ മതസൗഹാർദ്ദമുള്ളവരാവും ആരാ പഠിപ്പിച്ചത്?
മതസൗഹാർദ്ദം എന്താ? ഇനി ഞങ്ങളോട് ചോദിക്കട്ടെ, എനിക്കൊരു വിശ്വാസവും ആചാരവും ഉണ്ടായിട്ട് അതൊക്കെ കളഞ്ഞു കുളിച്ച് ബാക്കിയുള്ളവന്റെ ആഘോഷ ആചാരം എടുക്കുന്ന ഞാൻ തൻ്റെ ഉള്ളവനാ, വ്യക്തിത്വമുള്ളവനാ, സ്വന്തം അഭിപ്രായമുള്ളവനാ? പിന്നെ ഞാൻ നിന്നെ മുസ്ലിം ആയത്? ഞാൻ ഈ തട്ടിട്ട് ഈ മുസ്ലിം ഭാര്യ സ്വീകരിച്ച് മുസ്ലിം മാതാവിന്റെ കൂടെ എന്താ കാര്യം? എനിക്ക് ഓണം ചെയ്യാം, വിഷു ചെയ്യാം, നിലവിളക്ക് കൊളുത്താം, വിഗ്രഹത്തിന് മുമ്പ് പോവാം. പിന്നെ ഞാൻ എന്തിനു ഹിന്ദു മുസ്ലിം ഇവിടെ തല്ലുണ്ടാക്കണോ? ചെങ്ങൈമരെ ഓരോരുത്തരുടെ വിശ്വാസത്തിൽ അവർക്കൊരു വിശ്വാസമുണ്ട്. സൗഹാർദ്ദം, മതസൗഹാർദ്ദം എന്ന് പറയുന്നവർക്ക് എന്തില്ല അറിയോ? സ്വന്തം മതത്തിലും വിശ്വാസത്തിൽ അന്യന്റെയിലും ഇല്ല, കൂടികളാ, ആളാകുക എന്ന് മാത്രമേ ഉള്ളൂ. സത്യം, നിങ്ങൾ ആത്മാർത്ഥമായി ഇന്ന് കടന്ന് ചിന്തിച്ചു നോക്ക്. മതസൗഹാർദ്ദം പറയുന്നവരൊക്കെ കപടന്മാരാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. മതസൗഹാർദ്ദമല്ല, മനുഷ്യ സൗഹാർദ്ദമാണ്. ഒന്നുകൂടെ ക്ലിയർ ആക്കി പറയാം. എനിക്ക് എന്റെ മതത്തിൽ വിശ്വസിക്കുന്നതോടൊപ്പം, എന്റെ മതത്തിന്റെ ആഘോഷത്തിൽ ഞാൻ നിൽക്കുന്നതോടൊപ്പം അന്യ മതക്കാരന്റെ എല്ലാ ആഘോഷത്തെയും അത് അവന്റെ ആഘോഷമായിട്ട് അംഗീകരിക്കാൻ കഴിയാം. ഞാൻ അതിനെതിരെ ശ്രദ്ധിക്കാതിരിക്കുക. എനിക്ക് എന്റെ മതം ആഘോഷിക്കാനുള്ള അവകാശം പോലെ അവൻ അവകാശം ഉണ്ടെന്ന് വകച്ചു കൊടുക്കുക. എന്നിട്ട് അവന്റെ അവകാശത്തെ ഞാൻ കയ്യേറാതിരിക്കുക. അവനോട് മനുഷ്യരെന്ന നിലക്കുള്ള സൗഹൃദം നിർത്തുക. ഞങ്ങളോട് പറയട്ടെ, ഇന്ത്യയിൽ ഏറ്റവും നല്ല സൗഹൃദം നിന്നിരുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ്. മൗലാന മുഹമ്മദ് അലി ജൗഹറും മഹാത്മാഗാന്ധിയും. മൗലാന മുഹമ്മദ് അലിയുടെ ഉമ്മ വെച്ച് വിളമ്പി എത്ര ഭക്ഷണം തിന്നിരുന്നു ഗാന്ധിജി, നെഹ്റുവിനെ കൂടെ ചോദിച്ചു നോക്കി നിങ്ങൾ. അവിടെ അബുൽ കലാം ആസാദും ഖാൻ അബ്ദുൽ ഗഫാർ ഖാനും തികഞ്ഞ മതഭക്തരായി, അതോടൊപ്പം രാമഭക്തനായി മഹാത്മാഗാന്ധി. ഒരു പ്രശ്നവും അവർക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഇനിയുള്ള നമ്മുടെ കാലഘട്ടമൊക്കെ വളരെ മോശമായിരിക്കും. കാരണം എന്താ അറിയും? എന്റെ മതത്തിന്റെ എന്ന ചിഹ്നം എടുത്തിട്ടില്ല, വർഗീയവാദി. എന്റെ മതാഘോഷത്തിലും പങ്കെടുത്തിട്ട് ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്നത്, ആ വിചാരമാണ് വർഗീയത. ഓണം ആഘോഷിക്കാത്ത മുസ്ലിമിനെ കാണുമ്പോൾ ദേഷ്യം പിടിക്കണ്ടോ? അതിന്റെ പേരാ വർഗീയത. വിഷു ആഘോഷിക്കാത്ത ക്രിസ്ത്യാനിനെ കാണുമ്പോൾ വെറുപ്പുണ്ടാവും, അതിന്റെ പേരാ വർഗീയത. കാരണം പിന്നെ ഇവിടെ എന്തിനാ വ്യത്യസ്ത മതങ്ങൾ? എന്തിനാ ഇവിടെ ഭരണകൂടങ്ങൾ, ആരാധനാലയങ്ങൾ? എന്തിനാ അതിന്റെ ആവശ്യം? അപ്പൊ മതസൗഹാർദ്ദം അല്ല ഇവിടെ. ഇനി ഞാൻ പറഞ്ഞു, ഒരു മദ്യപാനിനോട് എന്റെ സൗഹാർദ്ദം എങ്ങനെ? 1 ലിറ്റർ കുടിച്ചിട്ടാ സൗഹാർദ്ദം? ഒരു വേശ്യാലയത്തോടെ എന്റെ സൗഹാർദ്ദം അവിടെ ചെന്നിട്ട് 4 പെണ്ണുങ്ങളെ വ്യഭിചരിച്ചിട്ടാ ആണോ? എനിക്ക് മനസ്സിലാവണില്ല. സൗഹാർദ്ദം എന്ന പദത്തിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? എന്താ ഞാൻ സാധാരണ ജനങ്ങളെ ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് ഈ വേദിയിലല്ലാതെ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഒരു മനുഷ്യന്റെ വേദിയിലും കേൾക്കാൻ കഴിയില്ല. പക്ഷെ ഈ പോക്ക് പോയാൽ വരാനുള്ള അപകടം കണ്ടിട്ട് എന്നെ ഞാനിപ്പോ പറയുന്നു. നിലവിളക്ക് കൊടുത്തൽ ഇസ്ലാമിന്റെ ആഘോഷമല്ല. വിദ്യാരംഭം കുറിക്കൽ ഇസ്ലാമിന്റെ ആഘോഷമല്ല. ദൈവത്തിന്റെ നാമത്തിലാണ് വിദ്യ ആരംഭിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ തുടക്കം തന്നെ അതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അക്ഷരങ്ങൾ എഴുതി തുടക്കേണ്ടത് പരമകാരുണികനായ അല്ലാഹുവിന്റെ നാമത്തിലാണ്. ഇസ്ലാം വളരെ സിമ്പിൾ ആണ്. ഇനി അക്ഷരവിദ്യ തുടങ്ങാൻ ക്ഷേത്രത്തിൽ പോയിട്ട് ആദ്യാക്ഷരം കുറിക്കുന്ന ഹിന്ദുവിനോട് നമുക്ക് വെറുപ്പുണ്ടോ? അത് അവന്റെ ആചാരം, ഓൻ ചെയ്തോട്ടെ. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളെ മതം, ഞങ്ങൾക്ക് ഞങ്ങളെ മതം. ഇപ്പൊ MES ഒരു നേതാവിന്റെ പ്രഖ്യാപനം നിലവിളക്ക് കൊടുത്തൽ അനിസ്ലാമികമല്ല. അത് അയാളുടെ മാത്രം അഭിപ്രായം, അയാളുടെ അഭിപ്രായം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ എതിർത്തല്ലോ. എന്തിന്? മന്ത്രി കുഞ്ഞാലിക്കുട്ടി നിലവിളക്ക് കത്തിക്കൂല എന്നൊരു കാലഘട്ടത്തിൽ പറഞ്ഞു. അന്തസ്സായിട്ടുള്ള ഒരു കാൽവ്, മതപണ്ഡിതൻ പോലും അല്ലാതെ. എന്നിട്ട് പോലും അദ്ദേഹം പറഞ്ഞു, എന്ത്? ഞാനൊരു ഏകദൈവാരാധന. നിലവിളക്ക് കത്തിക്കൽ ബൗദ്ധൈവത്വവുമായി ബന്ധപ്പെട്ട, അത് മജൂസികളുടെ ആചാരം, അഗ്നി ആരാധകരുടെ. ഇപ്പൊ ലൈറ്റൊക്കെ ഉള്ളിടത്തിലാണല്ലോ നിലവിളക്ക് കൊണ്ടുവെക്കണത്, അല്ലാതെ ഇരുട്ടുണ്ടായിട്ട് വെളിച്ചം കാണാനല്ല. നിലവിളക്കിലെ ഒരു തിരി അണഞ്ഞു പോയാൽ അപശകുനം എന്ന് കരുതുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ആ വിളക്ക് കത്തിക്കൽ ഒരു ആരാധനയാണ്. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട ഹിന്ദുക്കളോട്, ഹിന്ദുക്കളെ, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ആരാധന ചെയ്താലേ മുസ്ലിം സൗഹാർദ്ദമുള്ളവൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? തിരിച്ചും ആരാ പറഞ്ഞത്? ഒരു ഹിന്ദു മുസ്ലിമിന്റെ മുസ്ലിം തെയ്യം, ഹിന്ദു തെയ്യം മുസ്ലിങ്ങൾ ആചരിച്ചാലേ കാസർഗോഡ് സൗഹാർദ്ദവും. പത്രത്തിൽ അങ്ങനെ കൊടുക്കല് വിവരക്കേടാണെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾക്ക് എന്നോട് എന്ത് തോന്നിയാൽ പറയേണ്ടത് പറഞ്ഞു തീർക്കുക. കാരണം ജീവിതം അല്ല ഒന്നേ തന്നിട്ടുള്ളൂ. അപ്പൊ ജീവിക്കുന്ന കാലം അന്തസ്സായിട്ടും ആണുങ്ങളായിട്ടും ജീവിച്ച് മരിക്കണം എന്നാണ് അല്ല നമ്മളോട് പറഞ്ഞു. കൂടികളായാലും ആളുകളെ കയ്യടികിട്ട് ഒരിക്കലും പ്രസംഗിക്കരുത്. ആള് കയ്യടിച്ചൊടിച്ചാലും, ഏത് ഈ കയ്യടിച്ചാട്ടൊടിച്ചാലും അന്തസ്സേ പറയാവൂ, സത്യേ പറയാവൂ. മനുഷ്യനെ സ്നേഹിക്കാൻ മറ്റൊരുത്തന്റെ മതം കടെടുക്കേണ്ടയില്ല. അതാദ്യം മനസ്സിലാക്കുക. എന്റെ നാട്ടില് ആ നാട്ടിലെ RSSകാർക്കും BJPക്കാർക്കും എല്ലാ മനുഷ്യർക്കും
എന്നെ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരെ ഇഷ്ടമുള്ളൂ. ഞാൻ തെളിയിക്കുങ്ങൾക്ക് എന്താ കാരണം? ഏറ്റവും കൂടുതൽ മറ്റുള്ള മതങ്ങളുടെ പോരായ്മയെയും യഥാർത്ഥ മതം അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്റെ നാട്ടുകാർ ആർക്കുന്നോട് ദേഷ്യമില്ല, കാരണം അവർക്കറിയാം യഥാർത്ഥ മതം എന്താണ്. ഒരു യഥാർത്ഥ മതവിശ്വാസി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ മതാചാരത്ത് കൂടുന്നവനല്ല, ഓന്റെ മതാചാരത്ത് 100% വിട്ട് നിന്നിട്ട്. ഞാൻ നിങ്ങൾക്ക് ചരിത്രത്തിൽ നിന്ന് ഇതൊന്നും പറഞ്ഞാൽ ഒരു ദുരന്താവെന്ന് ഞാൻ വിചാരിക്കില്ല. എന്റെ വീട്ടിലേക്ക് ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് വേണ്ടി എന്നെ ഏറെ അറിയുന്ന ആളുകൾ വരികയാണ്. ഫസ്റ്റ് ട്രിപ്പാണ് അവരുടെ വരവ്. കാരണം ആ നാട്ടിൽ പടച്ചോന്റെ അനുഗ്രഹത്താൽ ആര് വന്നാലും നല്ല കാര്യമാണോ ശരിക്കും പരിശോധിച്ചിട്ട് നല്ലൊരു തുക എന്റെ വീട്ടിൽ നിന്ന് കൊടുക്കാറുണ്ട് ഞങ്ങൾ സാധാരണ. അപ്പൊ അത് അറിഞ്ഞിട്ടാവാം ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനെ പിന്നെ അതിനെ ഒരു പ്രത്യേകമായ ആചാരങ്ങളുണ്ട്. സ്വർണ്ണ പ്രശ്നം എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നു. അവര് വന്നു, ഞാൻ അവരെ സന്തോഷത്തോടു കൂടി വിളിച്ചിരുത്തിയിട്ട് അവരോട് ഞാൻ ചോദിച്ചു, എന്നെ നിങ്ങൾക്ക് അറിയില്ലേ? അറിയാം. ഞാൻ ഏത് മതത്തിന്റെ പ്രബോധകനാന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അറിയാം. നിങ്ങളുടെ ക്ഷേത്രത്തിൽ വരെ വന്ന് ഞാൻ പ്രസംഗിച്ചിട്ടില്ലേ? അതെ. ഞാൻ ബൗദ്ധൈവ വിശ്വാസത്തിന് കൂട്ടുനിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർ പറഞ്ഞു ഇല്ല. ഇനി ഞാനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിശ്വാസം നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അവർ പറഞ്ഞു അല്ല. നിങ്ങൾക്ക് പാടില്ല എന്ന് തോന്നിയ ഒരു ആദർശത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിച്ചാൽ നിങ്ങൾക്കത് ഹൃദ്യമാണോ? അല്ല. ഇനി ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ വ്യഭിചാരത്തെ കുറിച്ച് പ്രസംഗിക്കുകയും വേശ്യാലയത്തിന്റെ തൂണ് ഉയർത്താൻ 2 ലക്ഷം രൂപ എന്നോട് വാങ്ങുകയും ചെയ്താൽ അതിന്റെ മയന എന്താന്ന് ചോദിച്ചു. ശരിക്കും സംസാരിക്കാൻ അറിയാത്തവരും ഉണ്ടണ്ട, പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റെങ്കിലാണ് ഞാൻ പറയുന്നത്. അവരവരായി ശരിയല്ല. കള്ളിഷാപ്പിനെതിരെ ശബ്ദിക്കുകയും മദ്യത്തിനെതിരെ ശബ്ദിക്കുകയും ചെയ്ത ഞാൻ 2 റമ്മ് കള്ളുങ്ങൾക്ക് സംഭാവന എന്നാൽ എന്നെ കുറിച്ച് നിങ്ങളെ കാഴ്ചപ്പാടെന്ന അന്തസ്സില്ലാത്തവൻ, നട്ടലില്ലാത്തവൻ, വാക്കും പ്രവൃത്തിയും രണ്ടായവൻ എന്ന് നിങ്ങൾ എന്നെ പറ്റി പറയില്ലേ? പറയും. എന്നിട്ട് ഞാൻ അവരോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്കറിയുമോ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന മനുഷ്യൻ ആരാണെന്ന്? അത് മുഹമ്മദ് നബിയാണ്. ശരി, നിങ്ങൾക്ക് അറിയല്ലേ? അതെ. എന്റെ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന് ഒരു ചില്ലിക്കാശ് മുസ്ലിങ്ങൾക്ക് ഞാൻ കൊടുക്കൂല, നിങ്ങൾക്ക് അറിയില്ലേ? അറിയാം. അതെനിക്ക് പ്രവാചകനോട് വെറുപ്പുണ്ടായിട്ടാണോ ഇഷ്ടമുണ്ടായിട്ടാണോ? ഇഷ്ടമുണ്ടായിട്ടാണ്. എന്താ അങ്ങനെ? കാരണം ആ പ്രവാചകൻ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിൽ നിങ്ങൾ കൊടുക്കൂല. ശരി, ഓക്കെ. ഒരു മുസ്ലിമിന്റെ ജന്മദിനം ഞങ്ങൾ കൊണ്ടാടുന്ന വിചാരിക്കണ്ടോ? ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് മുസ്ലിങ്ങളോട് വെറുപ്പുണ്ടായിട്ടാ? അല്ല. അതുപോലെ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ക്ഷേത്രോത്സവത്തിന് പൈസ തരരുത്. അത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. തീർന്നില്ല. ഞാൻ അവർക്ക് ഒരു കാര്യം കൂടി വിശദീകരിച്ചു കൊടുത്തു. നിങ്ങൾക്കറിയാലോ, ഇവിടെ ഒരു BJP പ്രവർത്തകൻ പെട്ടെന്ന് മരിച്ചു. ഏറ്റവും വലിയ ഫണ്ട് അയാളെ കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തത് ആരായിരുന്നു എന്ന് ഞാൻ അവരോട് പറഞ്ഞു. നിങ്ങളാണ്. ശരി. എന്നാൽ അതേ BJP-കാരൻ എന്റെ അടുത്ത് ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് വന്നപ്പോ ഞാൻ എന്താ പറഞ്ഞേ നിങ്ങൾ അറിയാലോ? ശരി. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മുസ്ലിമും ഇത്ര ക്ലിയർ ആക്കി ഈ വിഷയം പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഇത് പഠിപ്പിച്ചത് നിങ്ങൾ മനസ്സിലായി. ഞാൻ പറഞ്ഞു ആയില്ല, കുറച്ചുകൂടെ കാര്യം പറയാണ്ടില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കും. നാളെ നിങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടിക്ക് ക്യാൻസർ ബാധിച്ചു, 1 ലക്ഷം രൂപ വേണം. 50,000 ഞാൻ തരും, ബാക്കി നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഇതല്ലാത്ത ഏത് കാര്യത്തിൽ നിങ്ങൾക്ക് ഞങ്ങളെ ക്ഷണിക്കാം. നിങ്ങളുടെ വീട്ടിലെ മോളെ കല്യാണം ഉണ്ടോ? സുമതിയുടെ, ഞങ്ങൾ വരും. പന്തലിട്ട് തരും, ചോറ് വെച്ച് തരും, വിളമ്പി തരും, തുടയ്ക്കും, അടുക്കള കുറിച്ച് എല്ലാത്തിലും ഞങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ ക്ഷേത്രോത്സവത്തിൽ ഞങ്ങൾ വരില്ല, അത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നിങ്ങളുടെ ഓണം ഞങ്ങൾ വരില്ല. നിങ്ങളുടെ മകളുടെ കല്യാണം ഞങ്ങൾ വരും. നിങ്ങളുടെ ഹൗസ് വാമിംഗ് ഞങ്ങൾ വരും. കാരണം ഇതൊരു വിശ്വാസമാണ്. ഞാൻ ചോദിക്കുന്നത്, അവനവന്റെ വിശ്വാസത്തിൽ അവനാനൊരു കൂറ് വേണ്ടേ? നിങ്ങൾ എന്നോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമെന്ന് വിചാരിക്കുന്നു. സത്യസന്ധരാണെങ്കിൽ ഇനി ഇതിനേക്കാൾ ക്ലിയറായി സംസാരിക്കറിയില്ല. എനിക്ക് എപ്പോഴും ഉള്ള ഒരു പ്രതീക്ഷ എന്തറിയോ? എപ്പോഴും തട്ടിപ്പോ ആയിപ്പോ. പക്ഷേ വസ്തുത പോലെ പറഞ്ഞിട്ട് മരിക്കാനാ പൂതി. ഈ വസ്തുത ഈ നാട്ടിലെ ആളുകൾ മനസ്സിലാക്കണം. അപ്പൊ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അന്യന്റെ ആചാരത്ത് പങ്കെടുക്കലല്ല, ഒരു മുസ്ലിം മഫ്തട്ട പെണ്ണ് നിലവിളക്ക് കൊടുത്തലല്ല, അത് അന്തസ്സില്ലായ്മയാണ്. അല്ലാതെ ഒരു ഹിന്ദു സഹോദരൻ പള്ളിയിൽ എന്നിട്ട് നിസ്കരിക്കലല്ല മതസൗഹാർദ്ദം. മുസ്ലിമിനെ മനുഷ്യരെന്ന നിലക്ക് അവനവന്റെ മതത്തിൽ വിശ്വസിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെയൊക്കെ ബഹുമാനിക്കാൻ, എനിക്ക് എൻ്റെ മതം ശരിയെന്ന് വിശ്വസിക്കാവുന്ന പോലെ എൻ്റെ മാധവേട്ടന് ഹിന്ദു മതമാണ് ശരിയെന്ന് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ശ്രീരാമനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ അവന്റെ നേരെ ഇതാണ് സൗഹാർദ്ദം. ഇത് മനസ്സിലാക്കി എന്നെങ്കിലും, ഇത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയി. അപ്പൊ നമുക്കിടയിൽ ഒന്നും ഉണ്ടാവില്ല, ഉണ്ടായിട്ടില്ല. ഉണ്ടാക്കാൻ ശ്രമിച്ചവർ പുരോഹിതന്മാരാണ്. എല്ലാ മതത്തിന്റെയും നമ്മളെ മുതലെടുത്തത് അവരാണ്. അത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരായാലും മത നേതാക്കന്മാരായാലും അവർ നമ്മളെ മുതലാക്കിയിട്ടാണ്.
അതിന് നിന്നു കൊടുക്കരുത്. ഈ നാട്ടിലൊക്കെ എനിക്കറിയാം, ദർശന എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ് ഉണ്ടായിരുന്നു ഈ നാട്ടിൽ മുമ്പ്. ഉണ്ടോ അറിയില്ല. എല്ലാവരും നല്ല സാമൂഹിക സേവനവും പ്രവർത്തനവും ഒക്കെ ചെയ്തുകൊണ്ട് പിന്നീട് ഇപ്പൊ എല്ലാവരും സെപ്പറേറ്റ് ആയി. ഇപ്പൊ ഓരോ സ്ഥലത്ത് എന്താ, കുറെ കേരം കളിക്കുന്ന മുസ്ലിങ്ങളുടെ ഒരു ലൈറ്റിന്റെ ചോട്ടിൽ കുറെ ആളുകൾ സിനിമ കാണുന്നുണ്ടാവും, കുറെ ആളുകൾ വേറെ എന്തെങ്കിലും കളിക്കുന്നുണ്ടാവും, കുറെ ആൾ മദ്യപിക്കുന്നുണ്ടാവും. നാട്ടിൽ തോന്നിയ എന്തൊക്കെ നാട്ടിൽ ചെയ്യാണ്ട് ഹിന്ദുവിനും മുസ്ലിമിനും കൈകോർത്തുകൊണ്ട് അവനെ മതത്തെ. നിങ്ങൾ നോക്കൂ, ഒരു ഹിന്ദു മുസ്ലിം ഒന്നിച്ച് എടാ നിക്കേ, ഞാൻ എന്റെ പള്ളിയിൽ പോയി, ശരി നീ നിസ്കരിച്ചു വാടാ, ഞാൻ ഇവിടെ എന്ന് പറയുന്ന ഒരു സൗഹാർദ്ദം. പള്ളിമിനാരങ്ങളിൽ നിന്നുള്ള ബാങ്കൊലിയും അമ്പലങ്ങളിൽ നിന്നുള്ള ശങ്കൊലിയും ചർച്ചുകളിൽ നിന്ന് മണിയടിയും ഒന്നിച്ചു മേടിച്ചൊരു നാട്. എന്തിനാ നമ്മൾ തെറ്റിയത്? വർഗീയ കലാപങ്ങൾ നമുക്ക് എന്ത് തന്നു? ആസാമിലെ മക്കളുടെ കണ്ണുനീർ. 4.5 ലക്ഷം ആളുകളാണ് ആ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഭക്ഷണം കിട്ടാത്ത. നമ്മളൊക്കെ തിന്ന് പെരുന്നാളിനൊക്കെ എത്രയും മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ തിന്നുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഹിന്ദുക്കളെ, ഇത് ശരിയല്ല ഇവരെ ചെയ്യുന്നത് എന്നാണ് ഞങ്ങളോട് പറയുന്നത്. ഏറ്റവും കുറവ് ഭക്ഷണം കഴിക്കേണ്ടവരാ മുസ്ലിങ്ങൾ. വല്ലാഹി റസൂലുള്ളാഹിന്റെ കൂടെ ഒരു ഡോക്ടറെ പറഞ്ഞേച്ചു കൊടുത്തു. ഒരു ഡോക്ടറെ 6 മാസമാണോ 2 വർഷമാണോ എന്ന് എനിക്കറിയില്ല. നബിയുടെ കൂടെ അയാൾ കൂടി, ഒരു രോഗമില്ല പ്രവാചകന്. അപ്പൊ അയാൾ പോകാൻ ആവശ്യപ്പെട്ടു. അപ്പൊ അയാൾ പ്രവാചകനോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് രോഗമില്ലാത്തത്? എന്താ രോഗമില്ലാത്തത്? അപ്പൊ പ്രവാചകൻ പറഞ്ഞു, അതോ വിശക്കുമ്പോ മാത്രമേ ഞാൻ ഭക്ഷിക്കൂ. ഒരൽപ്പം വിശപ്പ് അവശേഷിപ്പിച്ചുകൊണ്ട് ഭക്ഷണത്തിൽ നിന്ന് പിരിയുകയും ചെയ്യും. ആധുനിക സയൻസ് ഇപ്പൊ പറയണെന്നറിയാം. എടാ എന്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ടാക്കിക്കോ, കക്കട്ടൊന്നും കല്ലാച്ചിന്നും നാദാപുരത്തൊന്നും കുറ്റിയാടിന്നും മാഹിന്നുള്ള മുസ്ലിങ്ങൾ അതിനൊറ്റ ദിവസം കൊണ്ട് വിജയിപ്പിച്ചു തരും. ശരിയല്ലേ? ക്ഷമിക്കണേ. മുട്ടപ്പം, നൂലപ്പം, നടയപ്പം, വടയപ്പം, കിടയപ്പം, അല്ലേ പയമ്പൊരി, കേമ്പൊരി, ചീമ്പൊരി, പയം കൊണ്ട് തന്നെ ഒരു 100 ഐറ്റം. മുട്ടമാല, മുട്ടക്കൂസ്, മുട്ടക്കടി, അങ്ങനെ എന്തൊക്കെ ഉള്ളത്, എന്തെല്ലാം തിന്ന് 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 യൗക്കുലൂന നാക്കാലികൾ തിന്നുന്ന പോലെ തിന്ന് അങ്ങനെ മത്തന്മാരാകാൻ. പരിശുദ്ധ റമദാൻ പോലും പട്ടിണിന്റെ മാസ. അതുവരെ ഏത് മറ്റേ അണക്കെട്ട് പൊട്ടിയ മാതിരിയാണ്. മഗ്‌രിബിന് ബാങ്കാട് കൊടുന്ന ഒരു ദിനേശ് പിടി, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്ലാസ് മധുരവെള്ളം, പിന്നെ പിട്ട വെള്ളം, പിന്നെ ഉന്നക്കായി, മറ്റേക്കായി, പറച്ചേക്കായി, സമൂസ, കുമൂസ, പിന്നെ കുഞ്ഞമ്മദ്, അങ്ങനെ കുറെ പേരില് ഇസ്മായിൽ, സുരേന്ദ്രൻ ഒക്കെ പറഞ്ഞിട്ട് കുറെ പഴം. അതൊക്കെ പള്ളർച്ചും തിന്നുക. എന്നിട്ട് നിസ്കാരത്തിന് പോയിട്ട് ഉറങ്ങി ക്ഷീണിച്ച. എന്നിട്ട് വന്നിട്ടോ കരിക്കഞ്ഞി, ബിരിക്കഞ്ഞി, മിൽക്കേക്കഞ്ഞി, മറ്റേ കഞ്ഞി എന്നായി തിന്നു. അത് കഴിഞ്ഞ് പിന്നെ 4 മണിക്ക് എണീച്ചിട്ടോ മത്തി പൊരിച്ച്, മറ്റേ പൊരിച്ച്, മറച്ചേ പൊരിച്ച്, ആയില്ല ഇത് അങ്ങനെ. ഇതാണോ? എത്ര പട്ടിണി കിടക്കുന്ന മനുഷ്യർ ഈ ദുനിയാവിലുണ്ട്. നിങ്ങൾ താഴ്ന്നവരിലേക്ക്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ആഹരിക്കുന്ന മുമ്പിൽപ്പെട്ടവനല്ല. ആരാ അത് നടപ്പാക്കുക? സത്യം നിങ്ങൾ നോക്കുക, സോമാലിയയിൽ പടച്ചോനെ ഒരു തള്ള, മെലിഞ്ഞ് ഉണങ്ങി എല്ലുള്ള ഒരു തള്ള, ഒരു കുഞ്ഞിനെയും കൊണ്ട് അതിന്റെ മുഖമൊക്കെ മാന്തി കീറി വ്രണമായി. കഴിഞ്ഞ ടേമില് സോമാലിയയിൽ നിന്ന് ഒരു ഫോട്ടോഗ്രാഫർ, ഒരു കുട്ടി എല്ലും തൊലിയുമായി മരിക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഒരു വലിയ കഴുകൻ അതിനെ റാഞ്ചി കൊണ്ടുവരാൻ ഇങ്ങനെ എടുത്ത് നിൽക്കുകയാണ്. ഈ ഫോട്ടോഗ്രാഫർ അത് ക്യാമറയെ പകർത്തി. അയാൾക്കായിരുന്നു അവാർഡ്. പക്ഷേ ആ ഫോട്ടോഗ്രാഫറോട് ലോകം ചോദിച്ചൊരു ചോദ്യം അയാൾ ആത്മഹത്യ ചെയ്യിപ്പിച്ചു. എന്താണെന്നറിയോ? ലോകം അയാളോട് ചോദിച്ചു, എടോ ആ പട്ടിണി കിടക്കുന്ന പിഞ്ചു പൈതല്ല ഒരു റൊട്ടി കൊടുക്കേണ്ടതിന് പകരം അവൻ ചാവും നിൽക്കാത്തിരുന്ന് ഫോട്ടോ എടുത്ത നീ മനുഷ്യനാണോ? അയാൾ പോയി ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. മനുഷ്യൻ എവിടെ എത്തി നിൽക്കുന്നു എന്ന് എൻ്റെ നരിപ്പറ്റയിലും പരിസരത്തും നാദാപുരത്തിന്റെ പരിസരത്ത് ഈ വിനീതനായ എൻ്റെ പ്രസംഗം കേൾക്കുന്ന പാവം പിടിച്ച മനുഷ്യരെ ഇനിയെങ്കിലും നിങ്ങൾ ഓർക്കുക. കഷ്ടപ്പാടുകളും നൊമ്പരങ്ങളും അനുഭവിക്കുന്ന മനുഷ്യരെ കുറിച്ച് ഓർക്കുക. മദ്യപിച്ചും കള്ളുഷാപ്പിന്റെ മുമ്പിലെ ക്യൂ എത്രേ! വിദേശ മദ്യഷാപ്പുകളുടെ നിങ്ങൾ നോക്കേ. നെടുമങ്ങാട്, തിരുവനന്തപുരത്ത് ഇക്കഴിഞ്ഞ റമദാൻ 27 അവിടെ പള്ളിയിൽ നിന്ന് 11 മണിക്ക് നിസ്കരിച്ചിട്ട് 15 മുസ്ലിങ്ങൾ സൂര്യ ബാറിലേക്ക്, ഒരു ദാസിന്റെ സൂര്യ ബാറിലേക്ക് രാത്രി 11 മണിക്ക്. ഞങ്ങൾക്ക് 27 ആവാം, കാട്രായി കുടിക്കാൻ വന്നതാണ്. ആ അടിച്ച് കള്ളുഷാപ്പൊക്കെ തകർത്ത് പൊളിച്ചു. കള്ള് കിട്ടാത്തതിന്റെ പേരിൽ ഓൻ ജയിലിൽ കിടക്കുക തിരുവനന്തപുരത്ത്. നമ്മുടെ നാട് എവിടെ എത്തിയിരുന്നു? മലപ്പുറം ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്ന ആള് പൊന്നാനിയിൽ, കോട്ടകൽ, തിരൂര്. എവിടെ എത്തിയിരിക്കും നമ്മുടെ സമുദായം? മദ്യപാനം വ്യഭിചാരം സാർവത്രികമാണ്. വ്യഭിചരിക്കുക ഭർത്താവിന്റെ അഭാവത്തിൽ. ഗൾഫ് രാജ്യത്തുള്ള ഭർത്താക്കന്മാരെ ചതിക്കുക. സ്വന്തം മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ചതിക്കുക. ഈ ലോകം അലം യാലംബി അന്നല്ലാഹ യറാ, അലം യാലംബി അന്നല്ലാഹ യറാ. നിന്നെ സൃഷ്ടിച്ച നിന്റെ തമ്പുരാൻ, പ്രപഞ്ചത്തിന്റെ നാഥൻ നീ ചതിക്കുന്നത് കാണുന്നു. ഈ ബോധം ഉണ്ടാവുക. പരസ്പരം അറിയാൻ ശ്രമിക്കുക.
കൊണ്ടും കൊടുത്ത് ജീവിക്കാൻ ശ്രമിക്കുക, നന്മകൾ ഉണ്ടാക്കുക. ബാബരി മസ്ജിദ് പൊളിച്ചപ്പോ മതസൗഹാർദ്ദം, മുജാഹിദുകളുടെ സമ്മേളന പ്രമേയം തന്നെ എന്താ? മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്നതായിരുന്നു. മതം മനുഷ്യ സൗഹാർദ്ദത്തിന്. അകലാൻ എളുപ്പമാണ്, തമ്മ് തല്ലിക്കാൻ എളുപ്പമാണ്. മനുഷ്യനായി കാണാൻ കഴിയണം. അത് സാധിക്കുമ്പോഴാണ് മനുഷ്യനാവുക. മനന സ്വഭാവമുള്ളവനാണ് മനുഷ്യൻ. അന്യന്റെ വേദനകളിൽ പങ്കുകൊള്ളാൻ കഴിയണം. നിങ്ങൾ ഏത് മതവും വിശ്വസിച്ചോ, പഠിച്ചോ, മോചനുള്ള മതം ദൈവം അവതരിപ്പിച്ച ദീനുൽ ഇസ്ലാമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഏത് മതക്കാരനും അവന്റെ മതം വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിൽ അവകാശം കൊടുത്തു. ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശം. അതിനെ ധ്വംസിക്കുന്ന ഒരാൾ നമ്മൾ ആവരുത്. ഭാഷയുടെ പേരിലുള്ള വെറി, ദേശത്തിന്റെ പേരിലുള്ള വെറി, ലവ് ജിഹാദ് എന്ന ഓമന പേരിലിട്ടുള്ള തോന്നിയാസം. ആർക്കാരെയാ ചതിക്കാൻ? ആരോടാ ചതിച്ചിട്ട് എന്താ ഇവിടെ നേടിയത്? ഗുജറാത്ത് എന്ത് നേടി? ആസാം ഇപ്പോൾ എന്ത് നേടി? പുന്നാടും ഭീവണ്ടിയും നമ്മുടെ കേരളത്തിലെ പല പ്രദേശങ്ങളും, മാറാട് എന്ത് നേടി? പരസ്പരമുള്ള ശത്രുതയും വിദ്വേഷവും അല്ലാതെ. അതുകൊണ്ട് യഥാർത്ഥ മതത്തിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്ക് നമുക്ക് അനിവാര്യം. മുജാഹിദ് പ്രസ്ഥാനം ഏത് കാലത്ത് ഇന്ന് വരെ ഒരു സഫാസ് മുജാഹിദ് പ്രസ്ഥാനത്തിലില്ല, ഒരു ഫയാസ് മുജാഹിദ് പ്രസ്ഥാനത്തിലില്ല, ഒരു തടിയന്റെ നസീർ മുജാഹിദ് പ്രസ്ഥാനത്തിലില്ല, ഒരു മായിദനി മുജാഹിദ് പ്രസ്ഥാനത്തിലില്ല, ഒരു ഭീകരവാദി മുജാഹിദ് പ്രസ്ഥാനത്തിലില്ല, ഒരു തീവ്രവാദിയുമില്ല. എന്തില്ലാത്തത്? ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. ആരും ആർക്കെതിരല്ല. ആവരുത്. എന്റെ മാധവട്ട നിങ്ങൾ ആവരുത്, സുരേന്ദ്ര നിങ്ങൾ ആവരുത്, ബഷീറെ നീ ആവരുത്, മുഹമ്മദെ നീ ആവരുത്. ആദമിന്റെ മക്കളാ നമ്മൾ, ആദം അലൈഹിസ്സലാമിന്റെ മക്കളാ നമ്മൾ. പരസ്പരമുള്ള ഏതേത് കാര്യങ്ങളും പറയുകയും പഠിക്കുകയും ചെയ്യാൻ ഇസ്ലാം മനുഷ്യരോട് പറഞ്ഞ അതാ. അല്ലാഹനെ മാത്രം ആരാധിക്കാൻ, അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ, ഒരു മഖ്ലൂക്കിനോടും പ്രാർത്ഥിക്കരുത്. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിച്ച മതം ജീവിതത്തിന്റെ ഒരു സാഹചര്യങ്ങളിലും കാര്യകാരണത്തിന്റെ ബന്ധത്തിനപ്പുറത്തുള്ള തേട്ടം ഒരു പടപ്പിനോടും പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. പ്രവാചകൻ പഠിപ്പിച്ച പോലെ ജീവിതത്തെ ക്രമീകരിക്കാൻ പറഞ്ഞു. പ്രവാചകന്റെ സുന്നത്ത് എന്ന നിലയിലാണ് മുസ്ലിങ്ങൾ താടി വെക്കുന്നത്. അത് ഭീകരവാദത്തിൻ്റെതല്ല, തീവ്രവാദത്തിൻ്റെതല്ല, ആരോടുമുള്ള വിരോധത്തിൻ്റെതല്ല, അന്യായം. അല്ലെങ്കിൽ താടിക്കാണോ വിരോധം? ഈ താടിക്കാണോ കോപം? കോപം എന്ന വികാരം ഈ രോമത്തിനുണ്ടോ? ഉണ്ടോ? മനസ്സിലല്ലേ വികാരം? താടി എന്തിനു ബന്ധപ്പെടുത്തണം? രവീന്ദ്രനാഥ ടാഗോറിന് നീണ്ട താടി ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയെ മഹാത്മാഗാന്ധി വിളിച്ച്, ചട്ടമ്പി സ്വാമികൾക്ക് നീണ്ട, ഗുരു നിത്യ ചൈതന്യക്ക് താടിയില്ല, കാർൽ മാക്സിന് താടിയില്ലേ, ചാൾസ് ഡാർവിന് താടിയില്ലേ, ലോകത്തെ മഹാശാസ്ത്രകാരന്മാർക്ക് താടിയില്ലേ, ചിന്തകന്മാർക്ക് താടിയില്ലേ? എന്തിനാ ഇതൊക്കെ? ആവശ്യമില്ലാത്ത ചർച്ചകൾ. ഒരു താടി വെച്ചവനെ കാണുമ്പോൾ പോലീസുകാർക്ക് പ്രയാസം, ബാക്കിയുള്ളവർക്ക് പ്രയാസം. ഞാൻ ആ തമിഴ്നാട്ടിൽ എന്നിട്ട് മെറ്റൽ ഡിറ്റക്ടർ കടന്നു പോകുമ്പോൾ പോലീസുകാർ മനസ്സ് വാങ്ങോ സാർ, വാങ്ങോ സാർ, இந்த பெட்டிக்குள்ள ஏதாவது இருக்கு, அவ்வளவுதான் இன்ஃபர்மேஷன், ஓபன் பண்ணுங்க சார். ഞാൻ പറഞ്ഞു പെട്ടിന്റെ ഉള്ളിലുണ്ട് 3 അടിവസ്ത്രം, 3 ബനിയൻ, 3 മുണ്ട്, 3 കുപ്പായം. വിശ്വസിച്ചില്ല, തുറക്കാൻ പറഞ്ഞു. തുറന്നു നോക്കുമ്പോ ഈ പറഞ്ഞ സാധനം സീക്രം ക്ലോസ് പണ്ണുങ്ക സാർ, പോങ്ക സാർ. ഞാൻ അയാളോട് ചോദിച്ചു, സാർ ഇതല്ലേ പ്രശ്നം? ഇതിന്നെ പ്രശ്നം. ഞാൻ ഒരു കാര്യം പറയാം, ഇത് നീട്ടിയോല അത്ര നല്ലോല ആരുമില്ല. ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദികൾ ക്ലീൻ ഷേവ് വരെയാണ്, ഡെയിലി പഠിക്കുന്നില്ലേ. നിങ്ങൾ പരിശോധിച്ചോ, ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യക്കുരുതി നടത്തിയവർ താടി മീശ ഇല്ലാത്തവരെ, ഏറ്റവും വലിയ ക്രൂരന്മാർ ലോകത്ത്. ഏറ്റവും വലിയ ക്ലീൻ ഷേവറുള്ള അമേരിക്കക്കാര് ഓല് മനുഷ്യരെ തിന്ന് ചുട്ട് തിന്ന മാതിരി ദുനിയാവിൽ ആരെങ്കിലും തിന്നിട്ടുണ്ടോ? ഓലെ നായകന്മാര് മനുഷ്യരെ കൊന്നൊടിക്കുക മാതിരി. അപ്പൊ താടിയിലൊരു പ്രശ്നമൊന്നുമില്ല. അതൊക്കെ ഇവിടുത്തെ പത്രങ്ങളും ഇവിടുത്തെ മുത്തശ്ശി പത്രങ്ങളും നാട്ടുകാരും വിശ്വസിച്ചു വന്ന വിവരക്കേടിനെ എനിക്ക് പറയാൻ കഴിയും. അടിസ്ഥാനപരമായി ജീവിതത്തെയും മനുഷ്യരെയും വിലയിരുത്തുന്ന ഒരാൾക്ക് ഇത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു താടി നീട്ടിക്കൊണ്ടോ താടി നീട്ടാതിരുന്നുകൊണ്ടോ ഇവിടെ മനുഷ്യർ തമ്മിൽ തെറ്റൊന്നുമില്ല. ഇസ്ലാമിലെ നിർബന്ധമായ ഒരു സുന്നത്താണ് ചെയ്യണം. മാത്തായ പുണ്യാണ് പഠിച്ച കുട്ടുള്ളത്. സിഖുകാരെ ആരെങ്കിലും കണ്ട്, നമ്മുടെ മൻമോഹൻ സിംഗ് അമേരിക്കയിലും ലണ്ടനിലും ഫ്രാൻസിലും ദുനിയാവൊക്കെ പോയി, എന്തെങ്കിലും പ്രശ്നം ആർക്കും തോന്നി? ആർക്കെങ്കിലും തോന്നി? അല്ലെങ്കിൽ ആൺസിമത്തിന്റെ പൂട പഠിച്ചാൽ പിന്നെ എന്തിനു പറ്റൂ? ആൺസിമത്തിന്റെ പൂട പഠിച്ചാൽ പെണ്ണിനെ പോലെ മീശയും പഠിച്ചു താടിയും പഠിച്ചു, പിന്നെ എന്തിനാണോ ഈ ആണായത്? ആണായത് എന്തിനാണ്? ആണിന്റെ പ്രത്യേകത പ്രകൃതിയുടെ ഭാഗത്താടി. ലേവ്യ പുസ്തകം കാണാം ബൈബിളില്, താടിന്റെ അറ്റം പോലും കട്ട് ചെയ്യാൻ പാടില്ല. കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യത് പുരാണത്തിൽ എന്താ പറഞ്ഞു? ലിംഗച്ഛേദശികാഹീന
ഒരു മുസ്ലിമിന്റെ പ്രത്യേകത ചേലാകർമ്മം ചെയ്യും, രണ്ടാമതായി ഒരു മീശ വെട്ടിയൊതുക്കും, മൂന്നാമതായി സമൃദ്ധമായി താടി നീട്ടും. 5000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഹിന്ദു ഗ്രന്ഥത്തിന് അഭിപ്രായമില്ല മുസ്ലിങ്ങൾക്ക് നിങ്ങളുള്ള താടി ഉണ്ടാവും എന്നാ പറഞ്ഞു. അവർക്ക് ആർക്കും അഭിപ്രായം വേണ്ടതല്ല. അപ്പൊ അതൊന്നും മനുഷ്യരെ തമ്മിൽ തെറ്റിക്കേണ്ടതിന്റെ ഭാഗമല്ല, പരസ്പരം പറഞ്ഞാൽ തന്നെ തീരാവുന്ന പ്രശ്നങ്ങൾ അല്ലേ. ഞാൻ ഈ നാട്ടുകാരോടൊക്കെ പറയുന്നത്, ഇവിടെ വളരെ ചുരുങ്ങിയ മുജാഹിദ് പ്രവർത്തകരാണ്. പാവൻ നൗഫൽ സാഹിബിനെ പോലെയൊക്കെ ഉള്ള ആള്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളോട് ആരോടും അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, ആരും ചെയ്തിട്ടില്ല. അയാൾക്ക് ശരി എന്ന് തോന്നിയത് നിങ്ങളോട് പറയും. അതിനുവേണ്ടി അയാൾ അധ്വാനം, അതിനോട് സ്വാതന്ത്ര്യാക്കില്ലേ. ഒരു നിരീശ്വരവാദിക്ക് അള്ള കൊടുത്ത വായു ശ്വസിച്ച് വെള്ളം കുടിച്ചിട്ട് അല്ലല്ല എന്ന് പറയുന്നവനെ നമ്മൾ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ലേ? ഏതെങ്കിലും ഒരു യുക്തിവാദിന്റെ പോസ്റ്റർ ഇവിടെ സമസ്തക്കാർ കീറാറുണ്ട്. എന്തിനാ മുജാഹിദുകളുടേത് മാത്രം? എന്ത് പറ്റി നിങ്ങൾക്ക്? നിങ്ങൾ അതുകൊണ്ട് തെളിയിക്കുന്ന എന്താ അറിയോ? നിങ്ങളുടെ ഭാഗത്ത് ഒരു കൂഞ്ഞുമില്ല, ഒരു സത്യവുമില്ല. മുജാഹിദുകൾ ഒട്ടിച്ച് നിങ്ങൾക്ക് എന്താ പ്രശ്നം? എല്ലാ ഔലിയാക്കളും നിങ്ങളെ കൂടെയല്ലേ, എല്ലാ അമ്പിയാക്കളും നിങ്ങളെ കൂടെയല്ലേ, അള്ള നിങ്ങളെ കുത്തകയല്ലേ. പിന്നെ എന്താ മുജാഹിദുകൾ 4 നോട്ടീസ് ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ വയറ്റുന്നു പോകേ? അത് ഏർക്കണില്ല. മുജാഹിദിലെ ഒരു 2-3 പേര് ഇറങ്ങുമ്പോഴേക്ക് നിങ്ങൾക്ക് എന്താ ക്ഷീണോ? നിങ്ങൾക്കറിയാം. മുജാഹിദിന്റെ ഒരു തരിമ്പ് കണ്ടാ മതി. നിങ്ങൾക്കില്ല, ആദർശം ഇല്ലാത്തോണ്ടാണ്. നേരെ ഞങ്ങൾ നിങ്ങളത് ഇന്ന് വരെ തുടരുന്നില്ലല്ലോ, ഇന്ന് വരെ ഇല്ല. അതാ കൊല്ലം ജില്ലയിൽ തിരുവനന്തപുരത്ത് മാപ്പ് സമ്മേളനം ഈ 4-ാം തീയതി സെപ്റ്റംബർ 4. അതിന്റെ നമ്മളെ സ്റ്റേജ് കയ്യേറി താച്ച് മുജാഹിദുകളെ താച്ചൊതുക്കി പല്ലൊക്കെ കൊഴിച്ച ഒരു സ്ഥലത്ത് AP സുന്നികൾ വന്നിട്ട് മാപ്പ് പറയാണ് പരസ്യമായിട്ട്, ഞങ്ങൾ ചെയ്ത് തെറ്റാണ്. ഈ 4-ന് വേണേ വന്നോളി, നല്ല രസമുള്ള കഴിച്ചിരിക്കും. കോടതിയുടെ നിയമപ്രകാരം പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സപ്പോർട്ടോടെ അത്ര കരിങ്കല്ലെടുത്തിട്ട് എന്റെ അനുജന്റെ തലയൊക്കെ കുത്തിപ്പൊട്ടിക്കാൻ വന്നവരാണ്. സൈക്കിൾ ചെയിൻ എടുത്ത് കഴുത്തിൽ മുറുക്കാൻ വന്നവരാ എന്നെ ആ നാട്ടുകാര്. മുസ്ലിങ്ങള് എന്തിന്? അവർക്ക് ശരിക്കും ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു കൊടുത്തതിന്റെ പേരിൽ, യാഥാർത്ഥ്യ അന്തസ്സായിട്ട് പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ വേറെ എന്താ ഞങ്ങൾ നിങ്ങളോട് ചെയ്ത്? ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളെ ചതിച്ചിട്ട് ഒരു 10 ഉറുപ്പ്യ ഞങ്ങൾ ഉണ്ടാക്കി. ഈ 27-ാം രാവിലെ വരെ സലാത്ത് വിറ്റ് കായ് ഉണ്ടാക്കി ഉസ്താദ്മാർ പോയി വീട്ടിൽ കിടന്നുറങ്ങി. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരാതി ഉണ്ട്, ഞങ്ങൾ നിങ്ങളോട് എന്ത് വാങ്ങി? എർവാടിയിലോ നാഗൂറിലോ ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുപോയിട്ട് അവിടുന്ന് പേപ്പിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവന്നോ? അതൊക്കെ ഈ സമൂഹത്തിൽ ഉണ്ടായില്ലേ? ഞങ്ങൾ നിങ്ങളോട് എന്ത് ചെയ്തു? ഹക്കായ മതം ലോകത്ത് പ്രചരിപ്പിച്ചു എന്നല്ലാതെ ഞങ്ങൾ നിങ്ങളോടൊക്കെ എന്താ ചെയ്തത്? എനിക്ക് മനസ്സിലാവാത്ത ഹക്കായി ന്യായമായി ജീവിതത്തിൽ ഇതൊക്കെ പഠിപ്പിച്ചെന്നല്ലേ. ഇപ്പൊ എനിക്കറിയാം ഈ ആളുകളുടെ വിരോധത്തിന്റെ ഒരു തോത്. എനിക്ക് മർക്കസു സക്കാഫത്ത് സുന്നി എന്ന് എപ്പോഴും ഒരു സക്കാഫി വിളിക്കും. അയാൾ ഒരു മെസ്സേജ്, രസമുള്ള മെസ്സേജ്, അയാൾ ഡിയർ മുജാഹിദ് ബാലുശ്ശേരി, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. സക്കാഫി പറയാണ് എന്താ ഇഷ്ടം? ഞാൻ നിങ്ങളെ ഓച്ചിറ ക്ഷേത്രത്തിലെ പ്രസംഗം കേട്ടു, എന്നെ വല്ലാതെ ആകർഷിച്ചു. അതിനുശേഷം ഞാൻ നിങ്ങളുടെ മിക്ക പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിൽ നിന്ന് കോപ്പി അടിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഒരേ ഒരു ദുഃഖേ ഉള്ളൂ, നിങ്ങളൊരു പിഴച്ച പ്രസ്ഥാനത്തിലെ മെമ്പറായി പോയല്ലോ. അയ്യടാ, ഏത് നിങ്ങളൊരു പിഴച്ച പ്രസ്ഥാനത്തിലെ മെമ്പറായി പോയല്ലോ. അപ്പൊ ബാക്കിയൊക്കെ എന്റെ യോഗ്യത മോനെ, ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞു. നേരെ മറിച്ച് നിനക്ക് പേരോടിന് ക്ഷേത്രത്തിൽ നിന്നിട്ട് അന്തന്ത മഹാപ്രവിശന്തി പറയാൻ പറ്റും. കാരണം ക്ഷേത്രത്തിലെ അധ്യക്ഷ എണീറ്റ് പറയും, പേരോടെ ഒന്നിരിക്ക്, ആദ്യം ഈ ദർഗയെ പോയിട്ട് കിടത്തിയ വിഗ്രഹത്തെ ആരാധന ഞങ്ങൾ നിർത്തി, പിന്നല്ലേ ഉയർത്തിയ വിഗ്രഹത്തിന്റെ ആരാധന ഞങ്ങൾ നിർത്താൻ. നിങ്ങൾക്ക് പറയാൻ അവകാശമല്ല, ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഞങ്ങൾക്കേ അവകാശമുള്ളൂ, നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ഒറിജിനൽ ഇസ്ലാം സ്വീകരിച്ചാൽ, ഖുർആനും സുന്നത്തും ശരിക്കും സ്വീകരിച്ചാൽ, അതിനനുസരിച്ച് ജീവിച്ചാൽ. അപ്പൊ ഇത് എനിക്ക് ഇതിൽ ഊന്നി പറയാനുള്ളത്, അവനാന്റെ മതത്തോട് അവനാൻ കൂറുണ്ട്, മറ്റുള്ള മതക്കാരോട് വെറുപ്പില്ലാതിരിക്കും. സത്യം ഞാൻ ഉറച്ചു പറയും, ആത്മാർത്ഥമായി പറയാൻ. ഒരു മതവിശ്വാസി നമുക്ക് വെറുപ്പില്ല. അയാൾ ഇസ്ലാം സ്വീകരിച്ച അയാൾക്ക് നന്ന് നരകത്തിൽ, നമുക്കെല്ലാം അറിയാലോ, ഒരു സൈഡ് സ്റ്റാപ്പ്. ഇന്നലെ ശക്തമായ മഴ, ഞാൻ പയ്യന്നൂരേക്ക് ഇങ്ങനെ പോവുകയാണ്, ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ. ഏതോ നാട്ടിൽ എനിക്കറിയില്ല, അയാൾ സൈഡ് സ്റ്റാൻഡ് തട്ടാതെ മഴയത്ത്, ഞാൻ വണ്ടിയുടെ ചില്ല് താത്തി മഴ നനഞ്ഞുകൊണ്ട്, സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ല. എന്താണെന്ന് ചോദിച്ചു. അയാളെ നമ്മൾ സാധാരണ വണ്ടി ചീത്ത അറിയില്ല ആള്, എന്തേടേ ചോദിച്ചു. ഒന്നുമില്ല, സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ല. അവയാണ് ക്ലിക്ക് ചെയ്ത് അത് ബേജാറായി. അത്രേ ഉള്ളൂ നമ്മുടെ മനസ്സിൽ. ഓന്റെ ജാതി മതം, ഓനാ സൈഡ് സ്റ്റാൻഡ് തട്ടി വീഴരുത്. ഏതോ നാട്ടുകാരൻ, ഹിന്ദു ആണോ മുസ്ലിം, മനുഷ്യനല്ലേ മനുഷ്യരെ. ഒരു തീപ്പട്ടി കൊള്ളി കൊണ്ട് ഒരാൾക്ക് തീ പൊള്ളിയാൽ അത് സഹിക്കാൻ കഴിയുമോ നമുക്ക്? ഈ ഉടല് മുഴുവനും നരകാഗ്നിയിൽ പോകുന്നത് സഹിക്കൂ? എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ ഹിന്ദുക്കളോടും പറയും, നിങ്ങൾ വിഗ്രഹാരാധന ഉപേക്ഷിക്കുക, നിങ്ങൾ സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥനെ ആരാധന.
നിങ്ങൾ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന അവസാനിപ്പിക്കണം. നിങ്ങൾ സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥനെ ആരാധിക്കണം. ഇവിടുത്തെ മുസ്ലിമീങ്ങളോട് തങ്ങന്മാരെയും മൗലിയാക്കളെയും അമ്പിയാക്കളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ സാക്ഷാൽ അല്ലാഹുവിനോട് മാത്രം ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാകണം. അപ്പോഴേ നിങ്ങൾക്ക് മോക്ഷം ഉണ്ടാവും. ഇത് പറയാനേ എനിക്ക് അവകാശമുള്ളൂ, അടിച്ചേൽപ്പിക്കാൻ അവകാശമില്ല. അതെന്റെ ബാധ്യതയാണ്. ഞാനിതിവിടെ നിർവഹിച്ചു. നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തെ കൂടുതൽ അടുത്തറിയുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മരണം ജീവിതത്തിന്റെ ഏത് നിമിഷവും വന്നു ചേരാനുള്ള ഒന്നാണ്. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന്. അണുമണി തൂക്കം നന്മ ചെയ്താൽ അതുണ്ടാവും, അണുമണി തൂക്കം തിന്മ ചെയ്താൽ അത് പടച്ചോൻ കാണും. അതുകൊണ്ട് ഇന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിക്കുക, ഇനി ഒരിക്കലും തിന്മ ചെയ്യില്ല. ആരുടെ മേക്കെട്ടും ഞങ്ങൾ കയറില്ല, ആരുടെ പോസ്റ്ററും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ അവകാശമുണ്ട്. പരസ്പരം ചോദിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഞങ്ങൾ ശ്രമിക്കും. ഞങ്ങൾ പരമാവധി സൗഹാർദ്ദത്തിൽ കഴിയും, എല്ലാവരും സൗഹാർദ്ദത്തോടെ കഴിയും എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മുഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ വൽ അംവാത്ത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا ارحم الراحمين. السلام عليكم ورحمة الله وبركاته.